ഒരു മണിക്കൂർ ഇന്ന് പരിണാമത്തെ കുറിച്ച് സംസാരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ, നമ്മൾ തമ്മിലൊരു ഇന്ററാക്ഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ സമയം അധികം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിഷയത്തിലേക്ക് കിടക്കുക. നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും യൂണിവേഴ്സിറ്റി കോളേജ്. എത്ര പേര് കണ്ടിട്ടുണ്ട്? ഈ പടമല്ല, ശരിക്കും കണ്ടവരാണോ? ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഓക്കെ, കൈ താത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യണമെങ്കിലുള്ള IDs ആണ്. അത് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റില്ല. ഓക്കെ, ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു വിഷയം പരിണാമമാണ്. ഈ പരിണാമം എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഇവല്യൂഷൻ ഇംഗ്ലീഷ് പറയും അല്ലേ? നിങ്ങൾ എത്ര പേര് ക്ലാസ്സുകളിൽ ഇവല്യൂഷൻ പഠിക്കുന്നുണ്ട്? കൈയൊക്കെ ഇത്രയും പേരെ ഇവല്യൂഷൻ പഠിക്കുന്നുള്ളൂ. ശരി, നമ്മള് മനുഷ്യരല്ലേ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉള്ള നമ്മള് ജീവിക്കുന്നു, മരിക്കുന്നു. നമ്മൾ ജീവിക്കുന്നു, മരിക്കുന്നു അല്ലെ? നമ്മളൊക്കെ എങ്ങനെയാണ്? നിങ്ങൾ മറ്റു മൃഗങ്ങളെ നോക്കുക, പറവകളെ നോക്കുക, മനുഷ്യൻ പ്രത്യേകതയുള്ള ഒരു വിഭാഗം. എങ്ങനെയാണ് നമ്മൾ ഉണ്ടായതെന്നാണ് നിങ്ങളുടെ ഒരു ധാരണ? അതെ, അപ്പോ ഏപ്സിൽ നിന്നൊക്കെ ഉണ്ടായി എന്ന് കരുതുന്ന ഒരു കൈവൊക്കെ. മനുഷ്യൻ കുരങ്ങനിൽ നിന്നുണ്ടായി എന്നൊക്കെ കരുതുന്ന ഒരു കൈവൊക്കെ. ഓക്കെ, അതെ. അപ്പൊ മനുഷ്യൻ കുരങ്ങനിൽ നിന്നല്ല ഉണ്ടായത്. വേറെ ഓട്ടെ, കുരങ്ങെന്ന് പറയുമ്പോൾ എല്ലാം വരും. അല്ല, വേറെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടായ അഭിപ്രായമുള്ളവരുണ്ടോ? മനുഷ്യൻ പരിണാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഏകകോശ ജീവി പരിണമിച്ച് വിവിധ ജീവികളായി മാറുന്നു, അതിലൊരെണ്ണം മനുഷ്യനാവുന്നു എന്നുള്ളതല്ലേ പരിണാമം എന്ന് പറയുന്നത്. ശരി. അപ്പൊ അല്ലാത്ത അഭിപ്രായമുള്ളവരൊക്കെ കൈവൊക്കെ. അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത് എന്ന അഭിപ്രായമുള്ളവർ കൈവൊക്കെ. അങ്ങനെയല്ല സംഭവിച്ചത്. ശരി. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം. ഈ ചോദ്യം നമ്മളൊക്കെ എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം പണ്ട് തൊട്ടുള്ള ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അവർക്ക് പല പല ഉത്തരങ്ങൾ അവരുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. ചില ആൾക്കാർ കരുതി ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടായത്? മനുഷ്യൻ നമ്മുടെ മസ്തിഷ്കത്തിന്റെ, നമ്മുടെ തലച്ചോറിന്റെ ഏറ്റവും എളുപ്പ വഴി എന്താണെന്ന് അറിയാം. അപ്പോ ഈ കസേര ഉണ്ടായി. എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമ്മൾ പറയുന്നത് ആരോ ഉണ്ടാക്കി. ആരോ, മനസ്സിലായി? ഈ സ്കൂൾ കെട്ടിടം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ പറയാം ആരോ ഉണ്ടാക്കി. മനസ്സിലായി? അപ്പൊ എല്ലാത്തിനും പിന്നിൽ ആരോ എന്ന് പറയുന്ന സാധനം വെച്ചുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അങ്ങ് സോൾവ് ചെയ്ത് കളയും ആ പ്രശ്നം. നമുക്ക് ഉത്തരവൊന്നും കിട്ടണം. എന്ത് വെട്ടുന്നതാണ് ഉത്തരവെങ്കിലും നമ്മൾ അങ്ങനെയാണ് സോൾവ് ചെയ്തത്. ഉദാഹരണമായിട്ട് ഒരു കൊച്ചുകുട്ടി ഈ കസേര തട്ടി മറിഞ്ഞു വീഴും. അപ്പൊ അമ്മ എടുത്ത് അയാളെ ആശ്വസിപ്പിക്കും. കുട്ടി കരഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ അമ്മ ഒരു രക്ഷയില്ല ഈ കുട്ടിയുടെ കരച്ചു നിർത്താനായിട്ട്. അമ്മ പെട്ടെന്ന് ഈ കസേരയ്ക്ക് എന്നൊരു ഒറ്റ അടി കൊടുക്കും. നട നേര് എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കരുത്. അത്ഭുതം, ഈ കുട്ടി കരച്ചിൽ നിർത്തും. മനസ്സിലായോ? കുട്ടി എന്താണ് ധരിക്കുന്നതെന്ന് അറിയോ? ഈ കസേരയുടെ ഉള്ളിലുള്ള ഏതോ ഒരു മാമനാണ് തന്നെ ഉപദ്രവിച്ചതെന്നും ഒരു ശക്തിയാണ് അല്ലെ ഒരു ആളാണ് തന്നെ ഉപദ്രവിച്ചതെന്നും അമ്മ അയാളെ ശിക്ഷിച്ചു എന്നും ഈ കുട്ടി ധരിക്കുന്നത് കൊണ്ടാണ് കുട്ടി കരച്ചിൽ നിർത്തുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ കസേരയ്ക്ക് പിന്നിൽ കസേര മാമനെ കാണാമെങ്കിൽ, ഈ സ്കൂൾ ഉണ്ടാക്കിയതിന് പിന്നിൽ ഒരു സ്കൂൾ മാമനെ കാണാമെങ്കിൽ, ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെ പിന്നിലും ഒരാളെ കണ്ടുകൂടെ നമുക്ക്? ഇതിനെയാണ് നമ്മൾ ഏജന്റ് സീക്കിംഗ് എന്ന് പറയുന്നത്. ഏജന്റ് സീക്കിംഗ്, ഒരാളെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് ഉറങ്ങി കിടക്കുകയാണ്, പെട്ടെന്ന് വാതിലൊരു തട്ട്, ഒരു ബഹളം കേട്ട് നമ്മൾ പെട്ടെന്ന് എഴുന്നേറ്റിരിക്കും. ആരാന്നാ ചോദിക്കുന്നത്? ആരോ ഒരാളാണ് ചെയ്തതെന്നാണ്. അപ്പൊ എല്ലാം ചെയ്തത് ഒരാളാണ് എന്ന് ചിന്തിക്കുന്ന ഒരു മസ്തിഷ്കമാണ് നമുക്കുള്ളത്. അത് നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഒരു ഡിഫോൾട്ട് സെറ്റിംഗ് ആണ്. ആ സെറ്റിംഗ് കാരണമാണ് നമ്മുടെ എല്ലാ തരത്തിലുള്ള വിശദീകരണങ്ങളും ഇങ്ങനെ വളരെ നിസ്സാരമായി സിമ്പിൾ ആയിട്ട് ആരോ ഒരാൾ. കസേര ഉണ്ടാക്കിയ കസേര മനുഷ്യൻ അല്ലെ, സ്കൂൾ ഉണ്ടാക്കിയ മേശിരി അല്ലെ, വണ്ടി ഉണ്ടാക്കിയ വണ്ടിയർ അല്ലെ, എല്ലാം ഉണ്ടാക്കുന്ന ഓരോരുത്തരാണ്. അങ്ങനെ ലോകം മുഴുവൻ ഉണ്ടാക്കിയത്
അങ്ങനെ ഒരാളുണ്ടായി. എളുപ്പമായില്ലേ? ഓരോ സാധനം ഓരോന്നുണ്ടാക്കി. നെയ്യപ്പം ഒരാളുണ്ടാക്കി, ഉണ്ടമ്പരി ഒരാളുണ്ടാക്കി, മോദകം ഒരാളുണ്ടാക്കി, കസേര ഒരാളുണ്ടാക്കി, ലോകം മുഴുവൻ വേറൊരാളിൽ നിന്നുണ്ടാക്കി. എത്ര എളുപ്പമാണ്! ഇങ്ങനെയാണ് നമ്മുടെ പ്രാചീന ജനതകൾ ലോകത്തെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇറ്റ് ഡസന്റ് ഹാവ് എനി റൈം ഓർ ലോജിക്. യാതൊരു യുക്തിയോ കഥയോ ഇല്ലാത്ത ഇത്തരം വിശദീകരണങ്ങൾ കൊണ്ടായിരുന്നു ഒരു കാലത്ത് നമ്മൾ തൃപ്തിപ്പെട്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കലാണ് യഥാർത്ഥത്തിലുള്ള ശാസ്ത്രബോധം. അതായത് നമ്മളെ ശാസ്ത്രം പഠിക്കുന്നത് കൊണ്ട് കാര്യമില്ല. ശാസ്ത്രം നമുക്ക് പഠിച്ച് സയൻസ് ഒക്കെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ട് നല്ല മാർക്ക് വാങ്ങിക്കുന്നവരൊക്കെ പലപ്പോഴും അവർക്ക് ശാസ്ത്രബോധമില്ല, ശാസ്ത്രജ്ഞാനം ഉണ്ടാവും. ഇപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ മുഴുവൻ ഇക്വേഷൻ കാണാതെ പറയുന്ന ഒരാൾക്കും ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഊതിക്കയറ്റി മണ്ണ് കുഴച്ചു എന്നൊക്കെ പറഞ്ഞു. മനസ്സിലായോ? ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമ്മൾ ഉദാഹരണം ഈ ISRO സയന്റിസ്റ്റുകളൊക്കെ റോക്കറ്റ് വിടില്ലേ? അന്ന് റോക്കറ്റ് വിടുന്ന ദിവസം തിരുവനന്തപുരത്ത് ചാലക്കമ്പോളത്തിൽ തേങ്ങ കിട്ടാനില്ലാത്ത അവസ്ഥ വരുമെന്നാണ് പറയുന്നത്. അത് ഇവന്മാരെല്ലാം കൊണ്ട് തേങ്ങ കൊണ്ടുവന്ന് അടിച്ചുടച്ചിട്ടാണ് റോക്കറ്റ് വിടുന്നത്. എന്നുവെച്ച കാര്യം എന്താണ്? ഇത് വെച്ചാണ് ഈ റോക്കറ്റിനെ, അതായത് ഇന്ത്യ ഒരു കാലഘട്ടത്തില് വിടുന്ന റോക്കറ്റ് എല്ലാം കടലിൽ പോയിക്കൊണ്ടിരുന്നത്. അന്ന് ഇന്ത്യ റോക്കറ്റ് വിടുന്നത് പോലെ എന്നൊരു തമാശ ഉണ്ട്. നമ്മൾ ക്രയോജനിക് എഞ്ചിൻ ഉണ്ടാക്കിയ സമയത്ത് നമ്മളുടെ തനത് എഞ്ചിൻ പരീക്ഷിച്ചപ്പോഴെല്ലാം പരാജയമായിരുന്നു കൂടുതൽ. അപ്പൊ അപ്പോഴും ഈ തേങ്ങ അടിച്ചുകൊണ്ടിരുന്നതാണ്, എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ 2-3 വിജയിച്ചു, അപ്പോഴും തേങ്ങ അടിക്കുന്നു. അപ്പൊ തേങ്ങ അടിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ ഡോക്ടർമാരുടെ കാര്യം അത് തന്നെ. ഡോക്ടർമാരെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാം തന്നെ കടുത്ത അന്ധവിശ്വാസികളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് അറിയാം? ഒരാളുടെ വിദ്യാഭ്യാസം, അയാൾ എത്ര വിദ്യാഭ്യാസം ചെയ്താലും നിങ്ങളുടെ ബ്രെയിൻ സെറ്റിംഗ് എന്ന് പറയുന്നത് സൂപ്പർസ്റ്റീഷ്യസ് ആണെങ്കിൽ നിങ്ങൾ എത്ര വിദ്യാഭ്യാസം ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അന്ധവിശ്വാസിയായ ഒരാൾ വിദ്യാഭ്യാസം ചെയ്താൽ അയാൾ എന്തായിത്തീരും? വിദ്യാഭ്യാസമുള്ള അന്ധവിശ്വാസിയായിത്തീരും. അന്ധവിശ്വാസിയായ ഒരാൾ പണക്കാരനായാലും എന്ത് സംഭവിക്കും? അന്ധവിശ്വാസിയായ പണക്കാരനാവും, അല്ലാതെ യാതൊരു അത്ഭുതവും സംഭവിക്കില്ല. മനസ്സിലായോ? ചിലർ പറയും ഈ അന്ധവിശ്വാസങ്ങളൊക്കെ കാരണം ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്, തൊഴിലില്ലായ്മയാണ്, നിരക്ഷരതയാണ്, പഠിക്കാത്തതുകൊണ്ടാണ്. ചുമ്മാതാണ്. നിങ്ങളൊരു അന്ധവിശ്വാസിയെ പഠിപ്പിച്ചോളൂ, അവന് ആഹാരം കൊടുത്തോളൂ, അവന് വസ്ത്രം കൊടുത്തോളൂ, അവന് സമ്പത്ത് കൊടുത്തോളൂ, യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ബിക്കോസ് വൈ? ബിക്കോസ് ഹിസ് ബ്രെയിൻ ഈസ് ബയസ്ഡ് ടു സൂപ്പർസ്റ്റിഷൻ. അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞില്ലേ, കസേരയിലെ ഈ കുട്ടിയെ മാമനെ കണ്ടെത്തിയ കുട്ടിയെ പോലെയാണ് മിക്ക ആൾക്കാരും മുതിർന്നവർ. അവരിങ്ങനെ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു പ്രപഞ്ച മാമനെ കണ്ടെത്തും. എന്നിട്ട് ആ പ്രപഞ്ച മാമനെ പ്രീതിപ്പെടുത്തും. എനിക്ക് തരണേ, അരി തരണേ, തുണി തരണേ, എന്റെ രോഗം മാറണേ, അത് മാറണേ, ഇത് മാറണേ. എത്ര എളുപ്പമല്ലേ? നമ്മളൊരു LA ക്ലാർക്കിനെയൊക്കെ ഓഫീസുകളിലൊക്കെ പോയി കൈക്കൂലി കൊടുത്ത് പ്രീതിപ്പെടുത്തുന്നതോണം പ്രപഞ്ച മാമനെ കീഴ്പ്പെടുത്തുന്ന ഒരു ജനതയായിട്ട് നമ്മൾ മാറും. ഇവിടെയാണ് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട, മനുഷ്യൻ മറ്റു ജീവികളിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണെങ്കിൽ ആദ്യം മനസ്സിലാക്കുക, നമ്മൾക്ക് ഇത്തരത്തിലുള്ള ചിന്തകളുടെ ഒരു ആവശ്യമില്ല. മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവികൾ പരിണമിക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ആദ്യം ജീവൻ ഉണ്ടാവും, അല്ലെ? ഇപ്പൊ നിങ്ങൾ കല്ല്, മണ്ണ് ഇതൊക്കെ കാണുന്നത്, അതിന് ജീവൻ ഉണ്ടാവും? ഇല്ല. അപ്പൊ എങ്ങനെയാണ് ഈ ലോകത്ത് ജീവൻ ഉണ്ടായത്? അത് യഥാർത്ഥത്തിൽ അത് ബയോളജി അല്ല, അത് കെമിസ്ട്രിയാണ്. അതായത് ആദ്യത്തെ ഇരട്ടിക്കൽ തന്മാത്ര. നിങ്ങളൊരു ബേസിക് ആയിട്ടുള്ള കാര്യം നോക്കുക. ഇപ്പൊ എന്റെ ശരീരം, നിങ്ങളുടെ ശരീരം എടുത്തു നോക്കുക. ഇത് ഇപ്പൊ മാംസം, എല്ല്, ഇതുണ്ടാക്കിയിരിക്കുന്ന മോളിക്യൂൾസ് വെച്ചാണ്, അല്ലെ? തന്മാത്രകൾ. ഈ തന്മാത്ര ഉണ്ടായിരിക്കുന്നത് ആറ്റം വെച്ചാണ്, അല്ലെ? അണു, അല്ലെ? ഈ ആറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ട് വെച്ചാണ്? സബറ്റോമിക് പാർട്ടിക്കിൾസ് വെച്ചാണ്. സംശയമില്ലല്ലോ. ഈ സബറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അത് നമ്മളിപ്പോ പറയുന്ന ഒരു ക്വാണ്ടം ഫീൽഡിൽ നിന്ന് ഉരുത്തിരിയുന്നതാണെന്ന് പറയും. അപ്പൊ ആക്ച്വലി നമ്മളെല്ലാം ക്വാണ്ടം ഫീൽഡുകളാണ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ ക്വാണ്ടം സൂപ്പുകളാണ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ രൂപത്തിൽ ഇരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ നോക്കുമ്പോൾ തന്മാത്രയാണ്, അതിന്റെ ഉള്ളിൽ നോക്കുമ്പോൾ ആറ്റമാണ്, അതിന്റെ ഉള്ളിൽ നോക്കുമ്പോൾ സബറ്റോമിക് പാർട്ടിക്കിളാണ്, പ്രോട്ടോണും ന്യൂട്രോണും. അതിന്റെ അകത്തോട്ട് നോക്കുമ്പോൾ ക്വാണ്ടം ഫീൽഡ്. ആക്ച്വലി നമ്മളെല്ലാം ക്വാണ്ടം ഫീൽഡാണ് യഥാർത്ഥത്തിൽ. നമ്മളുടെ ജീവന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആറ്റംസ് ആണ്, മോളിക്യൂൾസ് ആണ്. അങ്ങനെയാണ് ഈ ശരീരം ഉണ്ടാകുന്നത്. അപ്പൊ ആദ്യത്തെ ജീവൻ ഉണ്ടായത് എങ്ങനെയാണ്? തന്മാത്രാ തലത്തിലാണ്. ഇരട്ടിക്കുന്ന ജീവന്റെ 3 ഗുണങ്ങൾ ഏതൊക്കെയാണ്? 1 സ്വയം ഇരട്ടിക്കുക, 2 ദഹനം, 3 പരിസ്ഥിതികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക.
ഒരു കല്ലിന് മൂന്നും ചെയ്യില്ല. കല്ലിന് ദഹനമില്ല. കല്ല് പരിസ്ഥിതിയെ നോക്കി ചിരിക്കുകയോ കരയോ ഒന്നും ചെയ്യില്ല. ദഹനം നടക്കുകയില്ല. ആഹാരം കഴിക്കുകയോ ഒന്നും ചെയ്യില്ല. നമ്മുടെ പ്രകൃതിയിൽ നമ്മൾ കാണുന്ന ആദ്യത്തെ ഊർജ്ജ സ്രോതസ് ഏതാണ്? നമുക്കൊറ്റ ഊർജ്ജ സ്രോതസ്സേ ഉള്ളൂ, അത് സൂര്യനാണ് അല്ലെ. ആ സൂര്യന്റെ നിന്ന് കിട്ടുന്ന സാധനത്തെ നമ്മൾ പറയുന്നത് റേഡിയേഷൻ, സൺലൈറ്റ്. അത് നമുക്ക് നേരിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. നമുക്ക് ഒരൊറ്റ സാധനം മാത്രമേ സൂര്യനിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കാൻ പറ്റൂ, അത് വൈറ്റമിൻ ഡി ആണ്. വേറെ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം ഒന്നും നേരിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷെ നേരിട്ട് സ്വീകരിക്കാൻ കഴിയുന്ന ഏക ജീവികൾ എന്ന് പറയുന്നത് ചെടികളാണ്. ചെടികൾ അത് എന്ത് ചെയ്യും? ഫോട്ടോസിന്തസിസ് വഴി കുക്ക് ചെയ്യും അല്ലെ, ഗ്ലൂക്കോസ് ഉണ്ടാക്കാം. എന്താ ഗ്ലൂക്കോസിലും അന്നജത്തിലും ഒക്കെ ഉള്ളത്? ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ അല്ലെ, അതാണുള്ളത്. അതായത് നമ്മൾ ഈ കഴിക്കുന്ന എല്ലാ സാധനവും കെമിക്കൽസ് ആണ്. സർവ്വതും കെമിക്കലാണ്. കെമിക്കൽ അല്ലാതെ ഒന്നും അതിനകത്തില്ല. സോളാർ റേഡിയേഷൻ, ഫോട്ടോസിന്തസിസ്. എന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന സ്റ്റാർച്ച് ചെടികൾ എന്ത് ചെയ്യും? അത് ഇലകളിലും കമ്പുകളിലും വേരുകളിലും ഒക്കെ സ്റ്റോർ ചെയ്യും. നമ്മളതെടുത്തുകൊണ്ടിരുന്ന് വെട്ടി കഴിക്കും. അല്ലെന്നുണ്ടെങ്കിൽ മറ്റു ജീവികൾ ഈ ഇലകളൊക്കെ കഴിച്ചുകൊണ്ട് അവരുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യും. നമ്മൾ അതിനെ കട്ട് ചെയ്ത് നമ്മൾ കഴിക്കും. അപ്പൊ ഇതെല്ലാം വരുന്ന എവിടെ നിന്നാണ്? സൂര്യനിൽ നിന്ന്. എന്താണ് സൂര്യൻ? സൂര്യൻ എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ബോംബ് ഫാക്ടറിയാണ്. രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്ന് ഹീലിയം ആകുന്ന പ്രക്രിയ, ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്ന ഒരു വലിയ ഹൈഡ്രജൻ ബോംബ് ഫാക്ടറിയാണ് സൂര്യൻ. അവിടെ നിന്നുണ്ടാവുന്ന ചൂടും പ്രകാശവും ഒക്കെയാണ് നമ്മുടെ ജീവന് മുഴുവൻ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ ഭൂമി എന്നൊക്കെ പറയുന്നത്? യഥാർത്ഥത്തിൽ എന്താണ്? സൂര്യൻ ഉണ്ടായ സമയത്ത് തന്നെ ഭൂമി ഉണ്ടായി എന്നാണ് അല്ലെ. അപ്പൊ ഒരു നക്ഷത്രം അല്ലെങ്കിൽ ഒരു ഗാലക്സി പൊട്ടിത്തെറിച്ച പദാർത്ഥങ്ങൾ തന്നെയാണ് ഈ ഭൂമിയിൽ. ആ പദാർത്ഥങ്ങൾ വെച്ച് തന്നെയാണ് നമ്മളെല്ലാം ഉണ്ട്. നമ്മളെല്ലാം ഉള്ളത് എന്താണ്? ഹൈഡ്രജൻ ഉണ്ട്, കാർബൺ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, കോമ്പൗണ്ട്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു കെമിക്കൽ കോമ്പിനേഷനാണ് നമ്മൾ. സംശയം ഉണ്ടോ? അപ്പൊ നമ്മള് യഥാർത്ഥത്തിൽ നക്ഷത്രം തന്നെയാണ്. ഒരു നക്ഷത്രം പൊട്ടിത്തെറിച്ച പദാർത്ഥങ്ങൾ തന്നെയാണ് നമ്മളെല്ലാം. വി ആർ സ്റ്റാർസ്. നമ്മുടെ സ്വന്തം നിലയിൽ ഇനി താരങ്ങളാവേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ താരങ്ങൾ തന്നെയാണ്. ഒരു താരത്തില് അല്ലെങ്കിൽ ഒരു നക്ഷത്രത്തിൽ ഇല്ലാത്തതൊന്നും നമ്മളിലില്ല. മനസ്സിലാവുന്നുണ്ടോ? വി ആർ സ്റ്റാർസ്. അതിനാണ് സ്റ്റാർ ഡസ്റ്റ് എന്ന് പറയുന്നത്. നക്ഷത്രങ്ങളുടെ ധൂളി അല്ലെങ്കിൽ പൊടിപടലങ്ങളാണ് നമ്മൾ. അവിടെയാണ് മൂന്നാമത്തെ ഗ്രഹമായിട്ടുള്ള ഭൂമിയിൽ ജീവൻ ഉരുത്തിരിയാനുള്ള സാഹചര്യം ഉണ്ടാകും. ആദ്യത്തെ ഗ്രഹമായ മെർക്കുറിയിലില്ല, വീനസിലില്ല. അതിന് മെർക്കുറി ഈസ് ടു ക്ലോസ് ടു സൺ. എന്താണ് ശുക്രന്റെ പ്രശ്നം? വീനസിന്റെ പ്രശ്നം ഭയങ്കര ചൂടാണ്. സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള ഗ്രഹം ഏതാണ്? മെർക്കുറി ആണോ? അല്ല, ശുക്രനാണ്. വീനസ് ആണ്. കാരണം എന്താണ്? ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് നമ്മൾ പറയും. കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം കാരണം അവിടെ എത്തിച്ചേരുന്ന താപം പുറത്തേക്ക് പോകുന്നില്ല, അത് പിടിച്ചു നിർത്തുന്നു. അത് കാരണം 475 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് വീനസിലെ പകൽ നില താപനില. ഇവിടെ എത്രയാണ് ഇപ്പോ? 30-35. 475 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന 5 കോടി കിലോമീറ്റർ അടുത്താണ് യഥാർത്ഥത്തിൽ മെർക്കുറി നിൽക്കുന്നത്. മെർക്കുറിയിലെ കാലാവസ്ഥ എത്രയാണ്? മെർക്കുറിയിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ 437 ശരാശരി. ഓരോ സ്ഥലത്തും വ്യത്യസ്തമായി. അപ്പൊ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മെർക്കുറിയേക്കാൾ ചൂട് കൂടുതലാണ് കുറച്ചുകൂടെ 11 കോടി കിലോമീറ്റർ അകലെ നിൽക്കുന്ന, ശരാശരി 11 കോടി കിലോമീറ്റർ അകലെ നിൽക്കുന്ന വീനസ്. നമ്മൾ ശരാശരി 15 കോടി കിലോമീറ്റർ അകലെയാണ്. നമ്മളുടെ പല സ്ഥലങ്ങളിലും പല കാലാവസ്ഥയാണ് നമുക്കറിയാവുന്നത്. പോളാർ റീജിയനിൽ തണുപ്പാണ്. നമ്മുടെ മധ്യരേഖ പ്രദേശത്താണ്. ഇവിടെ ഇപ്പോൾ 40 ഡിഗ്രിയാണ്. കുറച്ച് കഴിയുമ്പോൾ മഴ വരും. നമ്മുടെ ആക്സിസിന്റെ ടിൽറ്റ്, യഥാർത്ഥത്തിൽ നമ്മുടെ ജീവന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ആക്സിസിന്റെ ടിൽറ്റാണ്. ഭൂമി ഇങ്ങനെ നേരെ നിൽക്കുകയാണ്. മോഹൻലാൽ കണക്കല്ല നിൽക്കുന്നത് ഇങ്ങനെ അല്ലെ, 23.5 ഡിഗ്രി. ഇത് എന്നും 23.5 ഡിഗ്രി ആയിരുന്നില്ല. ഭൂമിയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഭൂമിയുടെ ചരിവ് 20 മുതൽ 23.5-24 ഡിഗ്രി വരെ ആയിട്ടുണ്ട്. മനസ്സിലാക്കാം. അതിപ്പോ 22.5-23.5 ഡിഗ്രി ആയിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോവുകയാണ്. യഥാർത്ഥത്തിൽ കുറെ കൂടെ ചരിഞ്ഞിരുന്ന അവസ്ഥയും കുറെ കൂടെ ഇങ്ങോട്ടിരുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഭൂമിയുടെ മൊത്തത്തിലുള്ള ചരിത്രം നോക്കുന്നത്. ആ ഭൂമിയിൽ ആദ്യമായി ഇരട്ടിക്കുന്ന തന്മാത്രകൾ ഉണ്ടാകും. ആദ്യത്തെ ജീവൻ എന്ന് പറയുന്നത് എന്താണ്? ബാക്ടീരിയകളാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? യഥാർത്ഥത്തിൽ നമ്മുടെ ഭൂമിയുടെ പ്രായം എത്രയാണ്? അടുത്ത ഏജ് ഓഫ് എർത്ത് നിങ്ങളുടെയൊക്കെ നിങ്ങൾ കാൾ സാഗൻ എന്ന് പറയുന്ന റൈറ്ററെ കുറിച്ച് കേൾക്കണം. കാൾ സാഗൻ എന്ന് പറയുന്ന റൈറ്റർ ഉണ്ട്. അദ്ദേഹം ഈ ഭൂമിയുടെ ഏജിനെ കുറിച്ച് ഒരു കോസ്മിക് കലണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്ലാസ്സിലെ പിള്ളേരൊക്കെ പറയും കോസ്മിക് കലണ്ടർ കൊണ്ടുവന്ന് ക്ലാസ്സിൽ പോകാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആദ്യം കേൾക്കിയ സാധനം സിമ്പിളാണ്. നമുക്കൊരു ധാരണ ഉണ്ടാവണം എന്ത് പ്രായമുണ്ട് നമ്മുടെ ഭൂമിക്ക്.
ചില മതപുസ്തകങ്ങളൊക്കെ പ്രകാരം 6000 വർഷമൊക്കെ പഴക്കേ ഉള്ളൂ. 6000 വർഷം. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ച് പോലും പഠിക്കേണ്ട കാര്യമില്ല. കാര്യം അത് അതിനെക്കാട്ടി ഓൾഡറാണ്. അപ്പൊ അങ്ങനെ ചില വിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കാനുള്ള സാധനം തന്നെ കുറയും. പഠിക്കേണ്ട കാര്യം തന്നെ ഇല്ല. അതാണ് എന്റെ രസം. കാൾ സാഗൻ പറയുന്നത് ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ള മുഴുവൻ കാലഘട്ടം ഇന്നേ വരെയുള്ള സമയത്തെ നിങ്ങൾ ഒരു കലണ്ടറിൽ ഒതുക്കുക. 365 ദിവസമായിട്ട് ഒതുക്കുക. ജനുവരി 1 ബിഗ് ബാങ്. ബിഗ് ബാങ് ആണ് ഇപ്പൊ ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടുള്ള തീയതി. ബിഗ് ബാങ് ആദ്യം ഉണ്ടാകുന്നു. പ്രപഞ്ച പദാർത്ഥം എല്ലാം കൂടെ ഒരു സാന്ദ്രീകരിക്കപ്പെട്ട ബിന്ദുവിൽ എന്നിട്ട് എക്സ്പാൻഡ് ചെയ്തു. അന്നാണ് ജനുവരി 1 ഇത് സംഭവിക്കുന്നത്. ജനുവരി 1 ഇത് സംഭവിച്ചിട്ട് ഏതാണ്ട് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴാണ് സൗരയൂഥം ഉണ്ടാവുന്നത്. മനസ്സിലാവുന്നല്ലോ? എന്റെ നവംബർ ആകുമ്പോഴാണ് ആദ്യത്തെ ഇരട്ടികൾ തന്മാത്രം ഉണ്ടാകുന്നത് ഭൂമിയിലെ കാര്യം. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോ ഡിസംബർ വരുന്നു. ഡിസംബറിലൊന്നും വരുമ്പോൾ മനുഷ്യനില്ല. മനസ്സിലാവുന്നല്ലോ? ഡിസംബർ 26 ഡൈനോസോഴ്സ് വരും. ദിനോസറുകൾ എന്ന് നമ്മൾ പറയുന്നത്. ഡിസംബർ 26 വന്ന് 26 എന്ന തീരുകയാണ്. മനസ്സിലായോ? ഈ പ്രപഞ്ചം മൊത്തം ഉണ്ടായിട്ട് എത്ര വർഷമാണെന്ന് അറിയോ? 1382 കോടി വർഷം. അതാണ് നമ്മളുടെ കണക്ക്. 1382 കോടി. അപ്പം അതെല്ലാം 365 ദിവസങ്ങളുള്ള ഒരു കലണ്ടറിൽ നമ്മൾ ഒതുക്കുകയാണ്. അപ്പൊ ഡിസംബർ 26 ഡൈനസോർ വന്നു. ഡിസംബർ 30 ആകുമ്പോഴും നിങ്ങൾ ഈ പറയുന്ന ആൾക്കുരങ്ങൊന്നും ഇല്ല. ഡിസംബർ 31 വൈകിട്ട് 10 മണിക്കാണ് യഥാർത്ഥത്തിൽ ആൾക്കുരങ്ങിനോട് സമാനമായിട്ടുള്ള ജീവികൾ ഉണ്ടാകും. അതും ആൾക്കുരങ്ങല്ല. ഡിസംബർ 31 രാത്രി 10 മണിയാവുമ്പോൾ ശരിക്കും ചിമ്പൻസികളും ബൊണോബോസുകളും മറ്റ് ഗിബ്ബണുകളും നമ്മളുടെ പൂർവ്വ ആൾക്കാർ ഹോമോ ജനസിൽപ്പെട്ട കുരങ്ങുകളൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന നമ്മൾ ഈ മനുഷ്യരുണ്ടാകുന്ന എപ്പോഴാണെന്നറിയോ? ഡിസംബർ 31 രാത്രി 11:54 അതായത് ഈ പ്രപഞ്ചം ഉണ്ടായ അവസാന 6 മിനിറ്റുകളിലാണ് നമ്മൾ ഉണ്ടായത്. ഇതെല്ലാം ഒരു കലണ്ടറിൽ ഒതുക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് കോസ്മിക് കലണ്ടർ. ഇന്ന് തന്നെ നെറ്റിലൊക്കെ പോയിട്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് വരച്ച് പഠിക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇതാണ് സാധനം. നമ്മൾ വളരെ ആധുനികമായ ജീവികളാണ്. നമ്മൾക്ക് വേണ്ടി അല്ല ഈ പ്രപഞ്ചമോ ഭൂമിയോ ഒന്നും ഉണ്ടാക്കിയത്. നമ്മൾ ഇന്നലെ വന്നവരാണ്. ഈ പ്രപഞ്ചം ഉണ്ടായിട്ട് അതിന്റെ 2/3 ഭാഗവും ഈവൻ സൗരയൂഥം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. സൗരയൂഥം ഉണ്ടായിട്ട് എത്രയോ നാളുകൾ കഴിഞ്ഞിട്ടാണ് ജീവൻ ഉണ്ടാകുന്നത്. ജീവൻ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് ഈ മനുഷ്യൻ. ഈ മനുഷ്യന് വേണ്ടിയാണ് എല്ലാം ഉണ്ടാക്കിയത് എന്നൊക്കെ പറയുന്നത് എത്ര വെട്ടിത്തോളം ആലോചിച്ചു. വി ആർ ദ ന്യൂവസ്റ്റ് മെമ്പർ ഇൻ ദിസ് ഫാമിലി. ഏറ്റവും പുതിയ ജീവികളിലൊന്നാണ് മനുഷ്യൻ. മനുഷ്യൻ എപ്പോഴാണ് ഉണ്ടായത്? ഡിസംബർ 31 രാത്രി 11:54. ജനുവരി 1 പ്രപഞ്ചം ഉണ്ടായെങ്കിൽ മനുഷ്യനുണ്ടായത് ഏറ്റവും അവസാനത്തെ 6. നിങ്ങൾ റിച്ചർഡ് ഡോക്കിൻസ് എന്ന് പറയുന്ന ഒരു പരിണാമശാസ്ത്രത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഡോക്കിൻസിന്റെ ദ ഗ്രേറ്റസ്റ്റ് ഷോ ഓൺ എർത്ത് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അതാണ് പരിണാമത്തെ കുറിച്ച് ഒരു പക്ഷേ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഈ ബുക്ക് ഞാൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായി. അത് DC ബുക്സ് 2012 പ്രസിദ്ധീകരിച്ചു. ബുക്കിന്റെ പേരാണ് ഭൂമിയിലെ ഏറ്റവും മഹത്തായ ദൃശ്യവിശ്വാസം. അപ്പോ പരിണാമം ഒരു സിദ്ധാന്തമാണ് എന്ന് എല്ലാവരും പറയും. പരിണാമ സിദ്ധാന്തം എന്നാണ് പറയുന്നത്. അത് വെറും സിദ്ധാന്തമല്ലേ, തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെ ചില പറഞ്ഞേക്കും. പക്ഷേ ഇൻ സയൻസ് തിയറി ഈസ് എ റിഗറസ്ലി ടെസ്റ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ജനറൽ പ്രിൻസിപ്പിൾ ദാറ്റ് എക്സ്പ്ലെയിൻ ഒബ്സർവബിൾ ആൻഡ് റെക്കോർഡഡ് ആസ് ഒബ്സർവബിൾ. സയൻസിൽ ഒരു സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിഗറസ്ലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വളരെ കർക്കശമായി പരിശോധിച്ച് ഉറപ്പുവരുത്തി സ്ഥിരീകരിച്ചിട്ടുള്ള സമവാക്യങ്ങളും പ്രസ്താവനകളുമാണ് സയൻസിൽ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആസ് ഗുഡ് ആസ് ഫാക്ട്. പറഞ്ഞ മനസ്സിലായി? അല്ല, സിദ്ധാന്തം എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന മാക്സിയൻ സിദ്ധാന്തം അല്ലെ ഹെഗലിയൻ സിദ്ധാന്തം എന്ന് പറഞ്ഞോളം ഏറിൽ നിൽക്കുന്ന സാധനം ഒന്നുമല്ല സയൻസിന്റെ സിദ്ധാന്തം. സയൻസിൽ സിദ്ധാന്തം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഇറ്റ്സ് ഓൾമോസ്റ്റ് എ പ്രൂവൺ തിങ്. ഇനി പരിണാമം യഥാർത്ഥത്തിൽ ശരിയോ തെറ്റോ എന്ന് അറിയണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് എന്താണ്? അത് ഡിസ്പ്രൂവ് ചെയ്യണം. ഈ പരിണാമമൊന്നും അല്ല ഉണ്ടാകും ഇങ്ങനെ കുഴച്ച് മണ്ണ് കുഴച്ചുണ്ടാക്കിയ സാധനമാണ് എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെ ഡിസ്പ്രൂവ് ചെയ്യും? പരിണാമം ഡിസ്പ്രൂവ് ചെയ്യാൻ താല്പര്യമുള്ളവരെ അവർക്ക് അവസരം നൽകുന്ന ഒരു സിദ്ധാന്തം കൂടിയാണ്. അതിനാണ് നമ്മൾ ഫാൾസിഫയബിലിറ്റി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇഫ് യു വാണ്ട് ടു ഫാൾസിഫൈ ദിസ് തിയറി യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾക്ക് തെറ്റാണെന്ന് തെളിയിക്കാൻ താല്പര്യമുണ്ടോ? ചില കാര്യങ്ങൾ നമുക്ക് തെറ്റാണെന്ന് തെളിയിക്കാൻ താല്പര്യമില്ല. ഉദാഹരണമായിട്ട് ഞാൻ ഇന്നലെ
രാത്രി കന്യാമറിയത്തെ സ്വപ്നം കണ്ടു എന്ന് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയാം. ആർക്കെങ്കിലും തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റുമോ? ആർക്കും പറ്റില്ല. കാര്യം എങ്ങനെയാണ് നമ്മൾ തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റുന്നത്? ഇറ്റ്സ് എൻ അൺഫോൾസിഫയബിൾ സ്റ്റേറ്റ്മെന്റ്. അത് സയൻസ് അല്ല, അത് കപടശാസ്ത്രമോ അന്ധവിശ്വാസമോ. അങ്ങനെ ആർക്കും എന്തുകൊണ്ട് ഞാൻ ഇന്നലെ ഇന്നാരെ കണ്ടു, ഇന്നാരോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്താണ് 10 പൈസ വില കൊടുക്കാൻ പറ്റില്ല. കാര്യം ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും പറയാം. സയൻസിലെ എല്ലാ കാര്യങ്ങളും ഫോൾസിഫയബിൾ ആയി. ഫോൾസിഫയബിൾ, ഞാൻ വാക്കാ പറഞ്ഞേ, ഫോൾസിഫയബിൾ അല്ലെങ്കിൽ അസത്യവൽക്കരണ ക്ഷമത എന്ന മലയാളത്തിൽ. അത് തെറ്റാണെന്ന് തെളിയിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാവണം. തെറ്റോ ശരിയോ ആകാം, പക്ഷെ അതിനുള്ള അവസരം ഉണ്ടാവണം. ഇത്തരത്തിലുള്ള പലപ്പോഴും നമുക്കറിയാം മതം മുന്നോട്ട് വെക്കുന്ന സ്റ്റേറ്റ്മെന്റ്, സ്വർഗമുണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും തെറ്റാന്ന് തെളിയിക്കാൻ പറ്റും? ആർക്കും തെളിയിക്കാൻ പറ്റില്ല. എങ്ങനെ തെറ്റ ഉണ്ട്, സ്വർഗം ഉണ്ട് എന്ന് പറയുന്നത് എങ്ങനെ തെറ്റാന്ന് തെളിയിക്കാൻ പറ്റും? ശരിയാന്ന് ആർക്കും തെളിയിക്കാൻ പറ്റും? ആർക്കും തെളിയിക്കാൻ പറ്റില്ല. ചുമ്മാ ഒരു വാചാവടി എന്നുള്ളതല്ലാതെ അതിന് യാതൊരു വിലയില്ല. വേറൊരാൾ പറയുന്നത് വലിയ സൂപ്പർ സ്വർഗമുണ്ട്, വേറൊരാൾ പറയുന്നത് സ്വർഗത്തിനും നരകത്തിനും ഇടയിൽ ഒരു ഹൈവേ ഉണ്ട്. ഇതൊക്കെ ആർക്കെങ്കിലും തെറ്റാന്ന് തെളിയിക്കാൻ പറ്റും? ചിലപ്പോൾ ഹാരി പോട്ടർ ഉണ്ട്, തെറ്റാന്ന് തെളിയിക്കാൻ പറ്റും? നിങ്ങൾ എങ്ങനെ തെറ്റാന്ന്? ഞാൻ പറയാം, ഹാരി പോട്ടറുമായിട്ട് ഇന്നലെ ഞാൻ സംസാരിച്ചു, രാത്രി പുള്ളി വന്നു. നോബഡി ക്യാൻ പ്രൂവ് ഇറ്റ് റോങ്. അപ്പൊ സയൻസിന്റെ സ്വഭാവം ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അത് പോസിബിൾ ആയിരിക്കണം, റിപ്പീറ്റബിൾ ആയിരിക്കണം. ഒരിക്കൽ മാത്രം ഉണ്ടായാൽ പോരാ, വീണ്ടും വീണ്ടും അത് ആവർത്തി ചെയ്യാൻ പറ്റണം. യൂണിവേഴ്സൽ ആയിരിക്കണം. ഇവിടെ മാത്രം ഉണ്ടായാൽ പോരാ. എന്റെ കിണറ്റിൽ ഒരു ഭൂതത്തെ കണ്ടു എന്ന് പറഞ്ഞ കാര്യമില്ല, എല്ലാ കിണറ്റിലും ആ ഭൂതം ഉണ്ടാവണം. ആവർത്തിച്ച് ഉറപ്പിക്കാൻ കഴിയണം, സ്ഥിരീകരിക്കാൻ കഴിയണം. ഇനി മറ്റൊന്നെന്താണ്, നമ്മൾ മാത്രം കണ്ടിട്ട് മാത്രം കാര്യമില്ല, എല്ലാവർക്കും കാണാൻ കഴിയണം. ഒബ്ജക്റ്റീവ് റാറ്റിഫിക്കേഷൻ. എന്റെ കിണറ്റിൽ ഒരു ഭൂതത്തെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ അത് സയൻസ് അല്ല. അത് ഭൂതത്തിനും നിങ്ങൾക്കും ഉപരിയായിട്ടുള്ള ആൾക്കാർക്കും കാണാൻ പറ്റണം. അതാണ് ഒബ്ജക്റ്റീവ് റാറ്റിഫിക്കേഷൻ. അപ്പൊ സയൻസിന് കുറെ മാനദണ്ഡങ്ങളുണ്ട്. ഫാൾസിഫയബിലിറ്റി ഉണ്ട്, റിപ്പീറ്റബിലിറ്റി ഉണ്ട്, യൂണിവേഴ്സാലിറ്റി ഉണ്ട്, ഒബ്ജക്റ്റീവ് റാറ്റിഫിക്കേഷൻ ഉണ്ട്. ഇതൊക്കെ ഉള്ള ഒരു സാധനത്തിനെ നമ്മൾ സയൻസ് എന്ന് പറയും. ഇവിടെ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സയൻസ് എന്ന് പറഞ്ഞ് ഈ ഉടായിപ്പുകളും സ്യൂഡോ സയൻസുകളും കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലാക്കുക അതൊന്നും സയൻസ് അല്ല. ദാറ്റ് ഈസ് നോട്ട് സിംപ്ലി സയൻസ്, ഇറ്റ് ഈസ് സംതിങ് എൽസ്. അത് ആദ്യം മനസ്സിലാക്കുക. അതാണ് സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. പലരും പറയും ഞങ്ങളുടെ പുസ്തകത്തിലുള്ള സാധനമാണ്, അത് ഇതാണ്, മറ്റേതാണ്, മറിച്ചതാണ്. അതൊന്നും സയൻസ് അല്ല. സയൻസ് ഇസ് ഓൺലി തിങ് യു ക്യാൻ ട്രസ്റ്റ്. മനുഷ്യൻ ഇന്നേവരെ കണ്ടെത്തിയിട്ടുള്ള ജ്ഞാനമാർഗങ്ങളിൽ ഏറ്റവും നൂതനവും ഏറ്റവും ആധുനികവും ഏറ്റവും ആശ്രയിക്കാവുന്നതുമാണ് സയൻസ്. സയൻസ് പൂർണ്ണമായും ശരിയാണെന്നല്ല, നമ്മളുടെ ശരികളിൽ നിന്ന് ചെറിയ ശരികളിൽ നിന്ന് വലിയ ശരികളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ ആദ്യം ചക്രം കണ്ടുപിടിച്ചു, അതിനുശേഷം കാളവണ്ടി കണ്ടുപിടിച്ചു. കാളവണ്ടി കണ്ടുപിടിച്ചപ്പോൾ ചക്രം തെറ്റായില്ല, പക്ഷെ ചക്രത്തെക്കാൾ വലിയൊരു ശരിയാണ് കാളവണ്ടി. കാളവണ്ടിയിൽ നിന്ന് നമ്മൾ കാറ് കണ്ടുപിടിക്കുമ്പോൾ കാളവണ്ടി തെറ്റാവുന്നില്ല, പക്ഷെ കാളവണ്ടിയേക്കാൾ കൂടുതൽ വലിയൊരു ശരിയാണ് കാറ്. കാറിൽ നിന്ന് നമ്മൾ തീവണ്ടിയിലേക്കും തീവണ്ടിയിൽ നിന്ന് വിമാനത്തിലേക്കും പോകുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ ശരികളിൽ നിന്ന് വലിയ വലിയ ശരികളിലേക്ക് പോവുകയാണ്. സയൻസ് എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, പരിഷ്കരിക്കും. തെറ്റാണെങ്കിൽ തിരുത്തും. പ്രവാചകന്മാരില്ല, ആരെങ്കിലും വിഡിതം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ വരുന്നവർ തിരുത്തും. പുതിയ പുതിയ ആശയങ്ങൾ നമ്മൾ നിരന്തരം പരിഷ്കരിക്കണ്ടേ? അല്ലെ നമ്മൾ തന്നെ പരിഷ്കരിക്കുന്നില്ലേ? നമ്മൾ ആദ്യം ഒരു ഏകകോശ ജീവിയായ ഒരു ഭ്രൂണമായിരുന്നു, 2 ആയി 4 ആയി 8 ആയി അല്ലെ 16 ആയി. നിങ്ങളിപ്പോ ഈ പ്രായത്തിലായി, നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, ചുറ്റുപാടുകൾ മാറിക്കൊണ്ടിരിക്കുന്നു, ഭൂമി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു പുസ്തകം എടുത്തു ഈ പുസ്തകമാണ് എല്ലാത്തിലും എന്ന് പറയുന്നത് എത്ര വിഡിതമായിരിക്കും. നമ്മുടെ ആശയങ്ങൾ നമ്മളോടൊപ്പം സഞ്ചരിക്കണം, നമ്മുടെ പുരോഗതി. അത് നിങ്ങൾ ഈ തിയറിയിൽ തന്നെ കുറെ കാര്യങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഓടിച്ചു പോവാം. ഇപ്പൊ ഡാർവിൻ പരിണാമ സിദ്ധാന്തത്തിന്റെ ഒരു ക്ലാസ്സിൽ ഇവിടെ വന്നിരിക്കുകയാണ്. ഒരു ടെസ്റ്റ് പേപ്പർ നടന്നു. somebody is conducting a test paper for in evolution. ഡാർവിൻ, ചാൾസ് ഡാർവിൻ ആണല്ലോ പരിണാമത്തിന്റെ പിതാവായിട്ട് അറിയുന്നത്. അപ്പൊ ഇങ്ങനെ ഇന്നൊരു ടെസ്റ്റ് നടത്താന്നുണ്ടെങ്കിൽ ഡാർവിന് ശരിക്കും പാസ് മാർക്ക് പോലും കിട്ടില്ല. ഡാർവിനാണ് പരിണാമ സിദ്ധാന്തം ഉണ്ടാക്കിയത് അല്ലെ? ഇന്നൊരു പടം ഉണ്ട്, ഡാർവിന്റെ പരിണാമം എന്ന് പറഞ്ഞൊരു പടം ഉണ്ടല്ലേ? അങ്ങനെയായിരിക്കും നിങ്ങൾ ഡാർവിനെ കുറിച്ച് കൂടുതൽ കേട്ടത്. ഡാർവിൻ വന്നൊരു പരീക്ഷയ്ക്ക് എഴുതുകയാണെങ്കിൽ പരിണാമത്തെ കുറിച്ചുള്ള പുള്ളിക്ക് പാസ് മാർക്ക് കിട്ടില്ല. കാര്യം എന്താണ്? പരിണാമ ശാസ്ത്രം എന്ന് പറയുന്നത് പുള്ളി വിഭാവനം ചെയ്ത തലത്തിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു. ഒരുപക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ പരീക്ഷ എഴുതി തോൽപ്പിക്കാൻ കഴിയും. പക്ഷെ ഡാർവിൻ പറഞ്ഞത് അടിസ്ഥാനപരമായി ശരിയാണ്. അതിന്റെ കോർ ഇന്നും കറക്റ്റാണ്. അത് ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ എന്നാണ്. അതെന്താണെന്ന് നോക്കും. ചില ആൾക്കാർ പറയും പരിണാമം നടന്നിട്ടില്ല, 6000 വർഷമേ ഉള്ളു ഭൂമിക്ക് പഴക്കം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അവരുടെ മതപുസ്തകങ്ങൾ വായിച്ചിട്ടാണ് അവരിങ്ങനെ പറയുന്നത്. മനസ്സിലായില്ലേ? അവര് സംതിങ് ലൈക്ക് ഹിസ്റ്ററി ഡിനയേഴ്സ് ആണ്. ചരിത്രത്തെ നിഷേധിക്കുന്നവരുണ്ട്. ഉദാഹരണമായിട്ട് നിങ്ങൾ പറയാം റോമ സാമ്രാജ്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ പറയാം. ഈ ഗ്ലാഡിയേറ്റേഴ്സും സീസർമാരും ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതിന് തുല്യമാണ്. കാര്യം റോമ സാമ്രാജ്യത്തിന്റെ സൂചനകളും തെളിവുകളും ഈ പ്രകൃതിയിലെമ്പാടും അല്ലെങ്കിൽ ഈ
ഈ ഭൂമിയിൽ എമ്പാടുമുണ്ട്. മേ ബി ഐ ആം സ്റ്റാൻഡിങ് ഓൺ എ റോമൻ കോയിൻ. ഞാൻ ചിലപ്പോൾ അവിടെ നിൽക്കുന്നത് ചവിട്ടി നിൽക്കുന്നത് റോമൻ കോയിന്റെ മുകളിലായിരിക്കും. കാര്യം റോമക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ചൈനീസ് പറയുക ചൈനക്കാരുടെ കളിമൺ പാത്രങ്ങൾ നമ്മൾ കണ്ടെടുക്കുന്നു. റോമക്കാർ എല്ലായിടവും പോയിട്ടുണ്ട്. റോമൻ ട്രേഡേഴ്സ് പോയിട്ടുണ്ട്, ആർമി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റോമൻ സാമ്രാജ്യത്തിന്റെ തെളിവുകൾ റോമിൽ ചെന്നാലുണ്ട്. അവിടെ നടക്കുന്ന ഗ്ലാഡിയേറ്റേഴ്സിന്റെ ആ വേദികളെല്ലാം ഇപ്പോഴും അതിന്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളും അവിടെയുണ്ട്. ഒരാൾ പറയാം റോമാ സാമ്രാജ്യം ഉണ്ടായിട്ടേ ഇല്ല. അത് പറയുന്നത് പോലെ തുല്യമാണ് പരിണാമം നടന്നിട്ടില്ല എന്ന് പറയും. സോ ഓൾമോസ്റ്റ് ലൈക്ക് യു ആർ ഡിനൈയിങ് ദ ഹിസ്റ്ററി. ചരിത്രം നിഷേധിക്കുന്നതിന് തുല്യമാണ്. 1859 ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന പുസ്തകം ആദ്യമായി ഡാർവിൻ പുറത്തിറക്കിയത്. അതിനുശേഷം സയൻസ് ഒരിക്കലും അതുപോലെ ആയിട്ടില്ല. ഇറ്റ് വാസ് നെവർ ദ സെയിം അഗെയിൻ ആഫ്റ്റർ ദാറ്റ്. ഇറ്റ് വാസ് എന്താ പറയാ എപ്പോക് ക്രിയേറ്റിംഗ് ഈവന്റ്, ഒരു പുതിയ യുഗത്തിന്റെ പിറവിയെ. ഈ ഒറ്റ പുസ്തകം ലോകത്തെ മാറ്റിമറിച്ച ഒറ്റ പുസ്തകം പറയുകയാണെങ്കിൽ, ഒരേ ഒരു പുസ്തകം പറയുകയാണെങ്കിൽ അത് ഇതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഈ പ്രായത്തിൽ അത് മറിച്ചു നോക്കാൻ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഈ പുസ്തകം ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന പുസ്തകമാണ് ലോകത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചത്. എന്തുകൊണ്ടാണ് സ്വാധീനിച്ചത്? നിങ്ങളുടെ മെഡിസിൻ മുഴുവൻ ഇവല്യൂഷനാണ്. ഇവല്യൂഷണറി ബയോളജിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങളുടെ മൊത്തം മെഡിസിൻ ഇപ്പോൾ. അനോട്ടമി, അതായത് ബയോളജി ആയാലും സുവോളജി ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും യു സി ഇവല്യൂഷന്റെ സ്വാധീനം, അല്ലെ തിയറി ഓഫ് ഇവല്യൂഷന്റെ സ്വാധീനം ഇതിലെല്ലാം ഉണ്ട്. കാര്യം എല്ലാം ഇവോൾവ് ചെയ്യാൻ, എല്ലാത്തിലും ഇവല്യൂഷൻ നമ്മൾ കാണും. ജീവികുലത്തിലായാലും ഇപ്പൊ തന്നെ രാവിലെ സൂര്യൻ ഉദിച്ചു, മെല്ലെ മെല്ലെ പൊങ്ങി ഇതാ ഇവിടെ ഇപ്പൊ എത്ര ഒരു 35 ഡിഗ്രി മേളിലെത്തിയിട്ടുണ്ട്. ഇനി 45 വരും അല്ലെ? അതെങ്ങനെയാണ്? ചുമ്മാ സൂര്യൻ ഇങ്ങനെ സ്വിച്ചിട്ടോളം വരികയാണോ? അല്ല, മെല്ലെ മെല്ലെ നിങ്ങൾ വളരുന്നു. അതുപോലെ ഇപ്പോ ഡാർവിന്റെ ഇന്നത്തെ ഏറ്റവും ശക്തനായ വക്താക്കൾ ആരാണ് എന്ന് നിങ്ങൾ ഒരു ലണ്ടൻ തെരുവീതിയില് അല്ലെങ്കിൽ പാരീസിൽ ഒരാളെ കുറെ പേരെ തടഞ്ഞിട്ട് ചോദിക്കുക, ആരാണ് ഡാർവിന്റെ ഏറ്റവും ശക്തനായിട്ടുള്ള പിൻഗാമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 പേരെ തടഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 8-9 പേര് പറയും അത് റിച്ചർഡ് ഡോക്കിൻസ് ആണ്. റിച്ചർഡ് ഡോക്കിൻസ് ഒരു ബ്രിട്ടീഷുകാരനായിട്ടുള്ള ശാസ്ത്രജ്ഞനാണ്, പരിണാമശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം റിട്ടയർഡായി ഓക്സ്ഫോർഡിലാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ 1-2 വർക്കുകൾ, ഒരു വർക്ക് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, വേറെ വർക്കിനെ കുറിച്ച് ഞാൻ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. മലയാളികൾക്ക് പൊതുവിൽ അറിയുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ട് റിച്ചർഡ് ഡോക്കിൻസിന്റെ പേര് കേൾക്കുന്നവരൊന്ന് കൈവക്കെ. ആദ്യമായി പേര് കേൾക്കുന്ന 2 പേരേ ഉള്ളൂ. പേര് മുന്നേ കേട്ടിട്ടുള്ളവർ കൈവക്കെ. ഡോക്കിൻസിന്റെ പേര് മുന്നേ കേട്ടിട്ടുള്ള ഇത്രയും പേരോ? ഒന്ന് കൈവക്കെ, ഒന്ന് കൈകാര്യം ഒക്കെ. ഐ കനോട്ട് ബിലീവ്. ഒരു 10-20 പേര് കേട്ടിരിക്കുന്നു ഡോക്കിൻസിന്റെ പേര്. അത് നല്ലൊരു സൂചനയാണ്. എവിടെ നിന്നാണ് കേട്ടത്? പേരെന്താ? ചേട്ടന്റെ ബുക്ക് ചെയ്ത്. താങ്ക് യു. ഇനി ഇവല്യൂഷന്റെ പ്രധാന മെക്കാനിസം എന്ന് പറയുന്നത് നാച്ചുറൽ സെലക്ഷൻ ആണ്. എന്താ ഈ നാച്ചുറൽ സെലക്ഷൻ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് സംഭവം ആൻസർ. ഞാനൊരു ഉദാഹരണം പറഞ്ഞു. നിങ്ങൾ ഒരു കല്ലെടുത്ത് മേലോട്ട് വീഴും, എങ്ങോട്ട് വീഴും? താഴോട്ട് വീഴും. വൈ? ബിക്കോസ് ഓഫ് ഗ്രാവിറ്റി. ബിക്കോസ് ഓഫ് ഗ്രാവിറ്റി വിൽ ഫോൾ. ഗ്രാവിറ്റി ഇല്ലെങ്കിലോ മേലോട്ട് വീഴും. അപ്പൊ ഒരു കല്ലെടുത്ത് ഭൂമിയിൽ നിന്ന് കല്ലെടുത്ത് മേലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് വീഴുക എന്നുള്ളതാണ് അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഔട്ട്കം. അതിനെയാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ലളിതമായിട്ട് ഞാൻ പറയാണ്, കാര്യം മനസ്സിലാക്കാം. ഓരോ മേഖലയ്ക്കും അതിൻ്റെതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. ബട്ട് നിങ്ങൾ കല്ലെടുത്ത് മേലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അത് താഴെ വീഴും. എന്താണ്? നിലവിലുള്ള സമവാക്യങ്ങൾ, നിയമങ്ങൾ അനുസരിച്ച് അത് താഴോട്ട് വീഴും. മനസ്സിലായോ? ഗ്രാവിറ്റി ഇല്ലെങ്കിൽ മേലോട്ട് തന്നെ പോകണം, അല്ലെങ്കിൽ ഒരിടത്ത് പോയി നിൽക്കണം, എന്തെങ്കിലും സംഭവിക്കണം. താഴോട്ട് വീഴാൻ കാരണം ഗ്രാവിറ്റിയാണ്. അപ്പൊ കല്ലെടുത്ത് മേലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് വീഴുന്ന ആ സാധനം. ആ രീതിയിൽ നിങ്ങൾ വേറെ കാര്യം ചിന്തിക്കുക. ഈ നാച്ചുറൽ സെലക്ഷനിൽ there is no nature and there is no selection in natural selection. പ്രകൃതി നിർദ്ധാരണം എന്നാണ് മലയാളത്തിൽ കൊടുക്കുന്നത്. അത് തെറ്റായ ഒരു നിർദ്ധാരണമാണ്. ഞാനും ആ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. പക്ഷേ ഇന്ന് ഞാനത് ഖേദിക്കുന്നു. ആ വാക്കല്ല വേണ്ടത് ശരിക്കും. കാര്യം ആ വാക്ക് മിസ്ലീഡിംഗ് ആണ്. പ്രകൃതി നിർദ്ധാരണം എന്ന് പറയുമ്പോൾ പ്രകൃതി എന്ന് പറയുന്ന ഒരു ശക്തി, നമ്മൾ അങ്ങനെയൊക്കെ ശക്തികളെ ഉണ്ടാക്കുന്നത്. നമുക്ക് എന്തിനും ശക്തി ഉണ്ടാക്കും. കസേരമാമൻ പ്രകൃതി എന്ന് പറയുന്ന ഒരു ശക്തി അല്ലേ? പെട്ടെന്ന് നമ്മൾ ഒരു ശക്തി ഉണ്ടാക്കി നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ്. അപ്പൊ എളുപ്പമായി. അപ്പൊ പ്രകൃതി എന്ന് പറയുന്ന ഒരു സാധനം ഇരുന്ന് എല്ലാം നിർദ്ധരിക്കുകയാണ്, സെലക്ട് ചെയ്യുകയാണ് എന്നുള്ള ധാരണ. അപ്പൊ പക്ഷെ പ്രകൃതി നിർദ്ധാരണത്തിൽ പ്രകൃതിയില്ല, നിർദ്ധാരണമല്ല, തെരഞ്ഞെടുപ്പും ഇല്ല. എന്തേ തെരഞ്ഞെടുപ്പ്? നിങ്ങളൊരു
ഒരു കടയിൽ പോയിട്ട് ഒരു 10 ചുരിദാർ കണ്ടിട്ട് അതിനകത്ത് പറഞ്ഞാൽ തെരഞ്ഞെടുക്കുന്നു അല്ലേ? അതിനല്ലേ സെലക്ഷൻ എന്ന് പറയുന്നത്. 4 സ്ഥാനാർത്ഥികൾ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നു, അതല്ലേ സെലക്ഷൻ? അങ്ങനെ ഒരു സെലക്ഷൻ ഇതിനകത്ത് ഇല്ല. നാച്ചുറൽ സെലക്ഷനിൽ നേച്ചറും ഇല്ല, സെലക്ഷനും ഇല്ല. നാച്ചുറൽ ആണ്, സ്വാഭാവികമായ എന്നുള്ളതാണ്. ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ ജീവിതം അവസാനം വരെ പോകും. തെറ്റായി പഠിച്ചു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് വേണ്ടി സ്ട്രെസ് ചെയ്യുന്നത്. നാച്ചുറൽ സെലക്ഷൻ ആണ്, അല്ലാതെ പ്രകൃതി എന്ന് പറയുന്ന ഒരു ശക്തി, ദേവത, മൂർത്തി എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ പോയി മൊത്തം. നാച്ചുറൽ, സ്വാഭാവികമായ. അതാണ് ഞാൻ കല്ലെടുത്ത് മേലോട്ട് ഇടുമ്പോൾ നാച്ചുറലി താഴോട്ട് വീഴും. മനസ്സിലാവും? there is no ശക്തി, no power. ഓക്കെ, റൈറ്റ്. സെലക്ഷൻ എന്ന് പറയുമ്പോൾ പല സാധനങ്ങൾ ഇരിക്കുന്നതാണ്. ഞാൻ 3-4 ചെയർ ഇരിക്കുന്നു, ഒരു ചെയർ എടുക്കുന്നു, അങ്ങനെയല്ല. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഇവോൾവിംഗ് തിങ് ആണ്. ഞാൻ എങ്ങനെയാണെന്ന് പറയാം. അതിനു മുന്നേ നിങ്ങൾ ഈ ഒരു ഇത് നോക്കുക. ഞാനൊരു കഥ പറയാം, ചെറിയൊരു കഥ. അതായത് ദേശീയ തലത്തിൽ നീന്തൽ സമ്മാനം, നീന്തലിലെ ദേശീയ കിരീടം നേടിയ കേരളത്തിന്റെ ടീം ഒരു ട്രെയിനിൽ സഞ്ചരിക്കുന്നു. അവര് ഒരു AC കമ്പാർട്ട്മെന്റിലാണ് സഞ്ചരിക്കുന്നത്. മൊത്തം കൂടിയ ഇതാണ്. പക്ഷെ AC കമ്പാർട്ട്മെന്റ് ആണെങ്കിൽ അത് അതിന്റെ വിൻഡോ പൊക്കുകയും താക്കുകയും ചെയ്യാവുന്ന ഒരു കമ്പാർട്ട്മെന്റ്. അപ്പൊ അതിനകത്തൊരു കുട്ടിയും അമ്മയുണ്ട്, ബാക്കി 75 നീന്തൽക്കാരുണ്ട്. എല്ലാം നല്ല വെൽ ബിൽറ്റ് ആയിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും, ഭയങ്കര കിലോമീറ്ററുകൾ നീന്താൻ ശേഷിയുള്ളവരാണ്. അപ്പോ ഇതൊരു പാലം കിടക്കാനായിട്ട് പോവുകയാണ് ട്രെയിൻ. പെട്ടെന്ന് ആ യാത്രക്കാരിൽ ഒരു അമ്മയും കുട്ടിയുണ്ട്, കൊച്ചുകുട്ടി. കുട്ടി കീറാൻ തുടങ്ങി, കാന്ന് പറഞ്ഞ് കീറാൻ തുടങ്ങി അല്ലെ? അങ്ങനെയല്ലേ കുട്ടികൾ കീറുന്നത്. അപ്പൊ അമ്മ ഇതിനെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ശൂരരക്ഷയില്ല. കുട്ടി സമാധാനിപ്പിക്കുന്നതനുസരിച്ച് കൂടുതൽ കരയുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു മൊത്തത്തിലുള്ള ഒരു നിലപാട്. അപ്പൊ ഇങ്ങനെ കരഞ്ഞ് ഭയങ്കര. അപ്പോ അമ്മ എന്ത് ചെയ്തു? ഈ കുട്ടി എടുത്തുകൊണ്ട് പോയി ഒരു വിൻഡോ സീറ്റ് എടുത്തിരുന്നു. ആ വിൻഡോ പൊക്കാവുന്നതാണ്, AC ആണെങ്കിൽ പൊക്കാവുന്ന വിൻഡോ ഉള്ള ഇതാണ്. അത് സ്ക്രൂ വെച്ച് അത് അഡ്ജസ്റ്റ്മെന്റ് ഉള്ളതാണെന്ന് സങ്കല്പിക്കും. അവരിങ്ങനെ പുറത്തോട്ട് കുട്ടിയെ നോക്കി, ആ മോനെ നോ എന്ന് പറഞ്ഞപ്പോ കുട്ടി നോക്കി. അവിടെ കരച്ചിലും എല്ലാം നിന്നു. മനസ്സിലായി? പെട്ടെന്ന് ട്രെയിനിൽ ഒരു ജെർക്കിങ് പറഞ്ഞൊരു ജെർക്കിങ്, ഒരു പിടുത്തം പോലെ. ഈ ജെർക്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ? ഈ ട്രെയിനിന്റെ ആദ്യത്തെ 2-3 കമ്പാർട്ട്മെന്റുകൾ ആ പാലത്തിനുള്ളിൽ കയറി പാലം നടുവെച്ച് ഒടിയുകയും ചെയ്തു. അങ്ങനെ ഈ ആദ്യത്തെ കമ്പാർട്ട്മെന്റുകൾ വെള്ളത്തിലോട്ട് വീഴാൻ പോകുന്നുണ്ടാണ് ഈ കമ്പാർട്ട്മെന്റിൽ ജെർക്കിങ് വന്നു, ഒരു പിടുത്തം വന്നു, ഒരു ആഘാതം വന്നു, ഒരു ജോൾട്ട് വന്നു. അപ്പൊ എന്ത് ചെയ്തു? അമ്മയുടെ കയ്യിൽ കുട്ടി ഇരിക്കുകയാണ്. ഈ ജോട്ടില് ഈ കുട്ടി അമ്മയുടെ കയ്യിൽ നിന്ന് തെറിച്ചും പോയി. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ഒരു വൈക്കോൽ കൂന, അവിടെ ഇങ്ങനെ കൃഷി ചെയ്തിട്ട് അവരിങ്ങനെ കച്ചി ഉണക്കാനായിട്ട് ഇങ്ങനെ അതിനകത്ത് കുട്ടി എന്നിട്ട് ബും പറഞ്ഞു പോയി. മനസ്സിലായോ? എന്നിട്ട് അവിടെ നിൽക്കുന്നവര് ആരെയോ കണ്ടു, ഇങ്ങനെ കുട്ടി അവിടെ കിടന്ന് ഞാങ്ങൂന്ന് കരയാൻ തുടങ്ങി. കുട്ടിയെ കണ്ടു, എടുത്തു, കുഴപ്പമില്ല, കുട്ടി രക്ഷപ്പെട്ടു. ഈ സമയത്ത് എന്ത് ചെയ്തു? ഈ ട്രെയിൻ മുന്നോട്ട് പോകുന്ന ട്രെയിനിൽ ഈ അമ്മ ഇരുന്ന അല്ലെങ്കിൽ കുട്ടിയൊക്കെ ഇരുന്ന കമ്പാർട്ട്മെന്റ് കൂടെ മുന്നോട്ട് പോയിട്ട് ട്രെയിനിന്റെ ആ നടുക്കൊടിഞ്ഞിട്ട് വരികയും അത് താഴെ വീണ് വെള്ളത്തിൽ വീഴുകയും ആ കമ്പാർട്ട്മെന്റ് മുഴുവൻ അടച്ചിരിക്കല്ലേ, ആ ഷട്ടർ വന്ന് വീണു. ഒരു ഷട്ടർ ഉണ്ടായിരുന്നു, അത് വന്ന് വീണു. AC കമ്പാർട്ട്മെന്റാണ്, മൊത്തം താഴെ പോയി. അതിന്റെ മേളിലൊരു കമ്പാർട്ട്മെന്റിലൂടെ വീണു. ആ നീന്തൽ താരങ്ങൾ ഉൾപ്പെടെ അതിനകത്തുണ്ടായിരുന്ന 100 പേരും മരിച്ചു. ഇവിടെ കുട്ടി സെലക്ട് ചെയ്യപ്പെടുക. അതിലെ യാത്രക്കാരിൽ ഒരേ ഒരാൾ കുട്ടിയാണ് സെലക്ട് ചെയ്യുന്നത്. ഹി ഈസ് നാച്ചുറലി സെലക്ടഡ്. വൈ? അമ്മയ്ക്ക് അറിയില്ല ഇങ്ങനെ ഒരു ജോട്ട് വരുമെന്നും ഞാൻ ജനാല തുറന്ന് അടുത്ത് കുട്ടിയെ കൊണ്ടുപോകണമെന്നും അമ്മയ്ക്കറിയില്ല. സോ അമ്മ ഡസന്റ് നോ ഇറ്റ്. ഓക്കെ, റൈറ്റ്? വെരി സിമ്പിൾ. കുട്ടിക്കറിയാവോ ഞാൻ ഇപ്പോൾ ഒരു ഇത് വരും, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ മടിയിൽ കരഞ്ഞ് നിലവിളിച്ച് ഇവിടെ കൊണ്ട് കുട്ടിക്ക് അറിയില്ല. കുട്ടി അങ്ങനെ ചെയ്തു, അമ്മ ഇങ്ങനെ ചെയ്തു. ഇനി വേറെ സൗവാക്യം എന്താണ്? ഒരു ജോൾട്ട് വന്നു, നദി, പാലം, ഇതൊക്കെ ആരെങ്കിലും നിശ്ചയിച്ചാണോ? അല്ല. എന്നിട്ട് എന്താണ് ഇതിനകത്ത് ഏറ്റവും ശക്തൻ ആരാണ്? കുട്ടിയാണോ? അല്ല. കുട്ടി അതിനകത്ത് ഒട്ടും ശക്തനാണ്. കുട്ടി ഒരു പഞ്ഞിക്കെട്ടാണ്, പാട്ടെട്ട് പഞ്ഞിക്കില്ല. എന്നിട്ട് കുട്ടിയാണ് രക്ഷപ്പെട്ടത്. അപ്പൊ അവിടെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയും. അങ്ങനെയാണ് ഡാർവിൻ പറഞ്ഞത്. അപ്പൊ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ശക്തിയുള്ളവരുടെ അതിജീവനം എന്നൊക്കെ ചിലർക്ക് രാഷ്ട്രീയ ശക്തിയുള്ളവരുടെ അതിജീവനമാണ് ഡാർവിൻ പറഞ്ഞത്. എത്ര മോശമാണത് മക്കളെ എന്നൊക്കെ ചോദിക്കുന്നതായിരിക്കും. സാറിന് ഫിറ്റസ്റ്റ് ആണ്. ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിലുള്ളവൻ, കരുത്തൻ എന്നുള്ള അർത്ഥമല്ല, ഏറ്റവും സ്യൂട്ടബിൾ എന്നാണ് അർത്ഥം. എന്താണ് കുട്ടി സ്യൂട്ടബിൾ ആവാൻ കാര്യം? ആ ഒരു ചെറിയ വിൻഡോയുടെ ആ ഒരു ദ്വാരത്തിലൂടെ അല്ലെ ആ ഒരു സ്പേസിലൂടെ പുറത്തു പോകാനുള്ള ശരീരവൽപ്പം കുട്ടിക്ക് മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും ഇല്ല. വേറെ ഒരാളും ജോലിട്ട് വന്ന് ഇങ്ങനെ പോവില്ല. അതാണ് ഫിറ്റ്നസ്. മനസ്സിലായല്ലോ? ഇനി ഏറ്റവും നീന്തൽ താരങ്ങളാണ് മുങ്ങി മരിച്ചത്. കാര്യം എന്താണ്? ആ എൻവയറോൺമെന്റ് അത്ര ഹോസ്റ്റൈലാണ്, അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല, അവർ മുങ്ങി മരിച്ചു.
കുട്ടിക്ക് നീന്തലും അറിയില്ല, ബുദ്ധിയില്ല, വിവരമില്ല, ഒന്നുമില്ല. കുട്ടി സർവൈവ് ചെയ്തു. ഹീസ് നാച്ചുറലി സെലക്ടഡ് ഫ്രം ദിസ് ഈവന്റ്. ഇങ്ങനെയാണ് ജീവിവർഗങ്ങൾ പരിസ്ഥിതിക്ക് അനുസൃതമായി ഉരുത്തിരിഞ്ഞു വരുന്നത്. മോട്ടീവില്ല, ടാർഗറ്റ് ഇല്ല, ഡയറക്ഷൻ ഇല്ല, ഒന്നുമില്ല. ഇറ്റ്സ് എ ബ്ലൈൻഡ് പ്രോസസ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഞാൻ നാച്ചുറലി സെലക്ടഡ് എന്ന് ഞാൻ. ഈ ഒറ്റ സാധനം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഞാൻ ഈ സ്ലൈഡ് കാണിക്കുന്ന കാര്യമില്ല. ബ്രഹ്മരഹസ്യം എന്നൊക്കെ പറയുന്നത് അത് യഥാർത്ഥ രഹസ്യം എന്ന് പറയുന്ന സാധനം ഇതാണ്. വാട്ട് ഈസ് നാച്ചുറൽ സെലക്ഷൻ? ഈ നാച്ചുറൽ സെലക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ജീവിത അവസാനം വരെ ഓരോ വിഡ്ഢി ചോദ്യങ്ങളുമായിട്ട് മനുഷ്യൻ നടക്കുന്നത്. അതെങ്ങനെ ഉണ്ടായി, ഇതെങ്ങനെ ഉണ്ടായി എന്ന്. പക്ഷെ ഇത് നമുക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല. കാര്യം എന്താണ്? കാര്യം നമ്മുടെ സാമാന്യ ബുദ്ധിയെ ചിലപ്പോഴും പരിശോധിക്കുന്ന പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. നിങ്ങൾ ലാമാർക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലാമാർക്ക് പറഞ്ഞ എന്താണ്? ലാമാർക്ക് നിങ്ങൾ പല ക്ലാസ്സുകളിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഈ സ്ലൈഡ് ഒന്നും കാണിച്ച ഒരു പക്ഷേ എഫക്റ്റീവാണ്. 5 മുതൽ 10 വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്നാലും ലാമാർക്ക് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് പരിണാമശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. അദ്ദേഹം the theory of inheritance of acquired characteristics അങ്ങനെയാണ്. അതായത് ജിറാഫിന് എന്തിനാണ് കഴുത്തിന് നീളം വെച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് കഴുത്തിൽ ഇങ്ങനെ പുതിയ പൊക്കത്തിലുള്ള ഇരകൾ ഇങ്ങനെ കടിക്കാനായിട്ട് കഴുത്ത് നീട്ടി അങ്ങനെ കഴുത്തിന് നീളം വെച്ചു. പഴയ ആൾക്കാർ ഇങ്ങനെ നീട്ടിക്കൊണ്ടിരുന്നു അല്ലേ? അങ്ങനെയാണ് എലികളെ നിങ്ങൾ പാല് മുറിക്കും. 20 ജനറേഷനുള്ള എലികളെ പാല് മുറിച്ചാൽ 21ാമത്തെ ജനറേഷനുള്ള എലിക്ക് പാലുണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പൊ അച്ഛൻ ആനക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകനെ എന്റെ തഴമ്പ് കിട്ടു എന്റെ കിട്ടില്ല. അച്ഛൻ നല്ലോണം പഠിക്കുന്നവനാണെന്ന് പറഞ്ഞ് മോൻ വേണമെങ്കിൽ മന്ദബുദ്ധിയായിരിക്കും, ആയിക്കൂടെ? അപ്പൊ നിങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക്സോ ഗുണങ്ങളോ ഒന്നും അടുത്ത തലമുറയിലേക്ക് പോകണം എന്നില്ല. കാരണം അക്കയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പോകണമെന്ന് ഒട്ടുമില്ല. ജനറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് പോകും. അത് നിങ്ങളുടെ അച്ഛന് നല്ല പൊക്കം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊക്കം ഉണ്ടാകാനുള്ള സാധ്യത മനസ്സിലായി. അതുപോലെ തന്നെ രോഗങ്ങൾ, നമ്മുടെ കുടുംബത്തിലൊക്കെ ഉള്ള രോഗങ്ങൾ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനാണ് ജനറ്റിക് കറസ്പോണ്ടൻസ്. ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ ജനിതകമായ കാര്യങ്ങൾ. പക്ഷെ അക്വയർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങളുടെ അച്ഛൻ പേർഷ്യനിൽ ഒരു പണ്ഡിതനാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പേർഷ്യൻ അറിയണമെങ്കിൽ അത് നിങ്ങൾ പഠിച്ചു പോകും. ആ ഒരു ജീവിയെ കാണുന്നത് ഒക്കാപ്പി എന്നാണ് എന്റെ പേര്. ഇതിനെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് ഏതെങ്കിലും ജീവിയായിട്ട് ഒരു സാമ്യം കാണുന്നുണ്ടോ? ജിറാഫ്. ആരെ കൈ നോക്കേ? ജിറാഫ് എന്ന് പറഞ്ഞ ആളാരാ? അതെ, ജിറാഫുമായിട്ട് ഒഫ്കോഴ്സ് ഒരു അര ജിറാഫിനല്ലേ, അത്രയും കഴുത്തിന് നീളമില്ല, പക്ഷെ ഒരു അര കഴുത്തിന് നീളം. ഈ ജീവിയെ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1887 കണ്ടുപിടിച്ചത്. അപ്പൊ നിങ്ങൾ പറയും ഒരു ജീവി പരിണമിച്ചാണ് വേറൊരു ജീവികൾ ഉണ്ടാകുന്നതെങ്കിൽ അതിനിടയ്ക്കുള്ള വേറെ ജീവികൾ ഉണ്ടാകണ്ടേ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ? ചോദിക്കാറുണ്ടല്ലേ? അപ്പൊ ഞാനൊരു ഉദാഹരണം കാണിച്ചു. ചില ചോദിക്കും ഈ ഫ്രോഗിൽ നിന്ന് പരിണമിച്ചാണ് മങ്കി ഉണ്ടായെങ്കിൽ എവിടെയാണ് ഫ്രോങ്കി ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിക്കും അല്ലെ? അല്ലെന്നുണ്ടെങ്കിൽ താറാവിൽ നിന്ന് പരിണമിച്ചാണെങ്കിൽ ചീങ്കണി ഉണ്ടായെങ്കിൽ, ക്രോക്കഡൈൽ പരിണമിച്ചാണ് ഡക്ക് ഉണ്ടായെങ്കിൽ, ക്രോക്കോഡക്ക് എന്ന് പറയുന്ന സാധനം അതിന്റെ നടുക്കൊരു സാധനം ഉണ്ടാവുന്നല്ലോ. പെട്ടെന്ന് ഇങ്ങനെ എന്ത് ശരിയോ അതിൽ നിന്ന് പരിണമിച്ചതായി. അപ്പൊ അതിന് നടുക്കൊരു സാധനം ഫ്രോങ്കി, തരങ്കൻ അല്ലെ? തവളയും കുരങ്ങനും ചേർന്ന് തരങ്കൻ എന്ന് പറഞ്ഞൊരു ജീവി. ഇങ്ങനെയല്ല വിഡ്ഢി ചോദ്യങ്ങൾ ചോദിക്കുന്ന അണ്ണന്മാരുണ്ട്. ഈ അണ്ണന്മാർക്കൊക്കെ ഒരുപാട് പ്രായം കാണും, 10, 70, 80 വയസ്സ്. ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിപ്പിക്കുന്നവരൊക്കെ ആയിരിക്കും, ഡോക്ടർമാരായിരിക്കാം, എഞ്ചിനീയർമാരായിരിക്കാം. ആദ്യമായിട്ട് മനസ്സിലാക്കുക, പരിണാമത്തിൽ ഒരിക്കലും ഇങ്ങനെ ഇടയ്ക്കുള്ള ഒരു ജീവി ഉണ്ടാകില്ല. There are no frongies and crocoducks in evolution. പക്ഷെ സമാനമായിട്ടുള്ള ചില ഘട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ചില കാര്യങ്ങൾ എല്ലാത്തിലും അങ്ങനെ ഉണ്ടാകണമെന്നില്ല. അതിലൊന്നാണ് ഞാൻ ഈ കാണിച്ച ഒക്കാപ്പി എന്ന് പറയുന്ന ഈ ജീവി. നിങ്ങൾ കണ്ടില്ലേ ആ ജീവി? അതുപോലൊരു ജീവിയാണ്. അതിനെ 19ാം നൂറ്റാണ്ടിന്റെ അവസാനമാണ് കണ്ടുപിടിച്ചത്. 20ാം നൂറ്റാണ്ടിൽ ഏതാണ്ട് 10,000-20,000 ജീവികൾ ഇപ്പോൾ ഉണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണുള്ളത്. അര ജിറാഫ് എന്ന് തന്നെ പറയാവുന്നതാണ്. ജിറാഫിനും മുന്നേ ഉള്ള ഒരു ജീവി എന്ന് പറയാം. ഇനി ഞാൻ സർവേ ഓഫ് ഫിറ്റ്നസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. നിങ്ങൾ അറിയുന്നതാണ് കരുത്തന്റെയോ ശക്തന്റെയോ അതിജീവനം അല്ല, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും യോജിച്ചവയുടെ അതിജീവനം. ഞാൻ ട്രെയിനിന്റെ കാര്യം പറഞ്ഞു.
ഇനി ചില കാര്യങ്ങൾ പറയും സിമ്പിൾ ആണ്, കോംപ്ലക്സ് ആണ്, ആധുനികമാണ്, മോഡേൺ ആണ്. ഈ കുതിരയ്ക്ക് എത്ര കുളമ്പ്, എത്ര ഇതുണ്ട്, ഡിജിറ്റ്സ് ഉണ്ട് കുളമ്പില്? 2 1? കുതിരയുടെ കുളമ്പ് കണ്ടിട്ടുള്ളവരെഴുതി എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഉണ്ടോ? നമുക്ക് എത്ര ഡിജിറ്റ് ഉണ്ട്? നമുക്ക് എത്ര ഡിജിറ്റ് ഉണ്ട്? കയ്യിൽ എത്ര ഉണ്ട്? 5. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കുക, നമ്മളുടെ ഈ കൈവിരലുകൾ വളരെ പ്രാചീനമാണ്. ഇത് ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടേ കുതിരയുടെ ഡിജിറ്റ്സുമായിട്ട് നോക്കുമ്പോൾ വളരെയധികം പ്രാചീനമാണ് നമ്മുടെ കയ്യിൽ. അപ്പോൾ നമ്മൾ പറയണത് നമ്മളാണ് ഏറ്റവും പുതിയ ജീവി അല്ലേ? ഞാൻ ആദ്യം പറഞ്ഞു. പക്ഷെ നമ്മുടെ ഈ കൈ ഉണ്ടല്ലോ, ഈ കൈവിരലുണ്ടല്ലോ, അത് കുതിരയ്ക്ക് മുന്നേ ഉണ്ടായതാണ്. കുതിര നമുക്ക് മുന്നേ ഉണ്ടായതാണ്. പക്ഷെ ഈ കൈ എന്ന് പറയുന്ന ഒരു അവയവത്തിന്റെ മോഡലാണ്. നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്ത് ബ്രെയിനാണ്? നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ബ്രെയിൻ അല്ല. നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ആദ്യം ന്യൂറൽ ട്യൂബ്സ് ആയി തുടങ്ങിയ റെപ്റ്റൈൽസിനുണ്ടായിരുന്നു. ആ ബ്രെയിനിന്റെ പരിഷ്കൃത രൂപമാണ് ഇങ്ങനെ കുരങ്ങുകൾ വഴി നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാര്യം അവരുടെ ബ്രെയിനിലുള്ള അതേ സാധനങ്ങൾ തന്നെയാണ് നമ്മൾ നമ്മുടെ ബ്രെയിനിൽ കാണുന്നത്. പക്ഷെ അതിന് വികസിതമാണ്, കുറച്ചുകൂടെ വലുതാണ്, കുറച്ചുകൂടെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്, നമുക്കൊരു കോർട്ടക്സ് ഉണ്ട്. അങ്ങനെയുള്ള യഥാർത്ഥത്തിൽ നമ്മളാക്കുന്ന എന്താണ്? നമ്മുടെ ബ്രെയിനാണ്. വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ ആനിമൽ ആൻഡ് എ ഹ്യൂമൻ ബീയിങ്? ആക്ച്വലി ഈസ് ബ്രെയിൻ. ബ്രെയിൻ ആണ്, അല്ല ബ്രെയിൻ അല്ലാതെ വേറെ ഒന്നും നമ്മളിൽ ഇല്ല. അതുകൊണ്ട് ആധുനികം പ്രാചീനം എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. ചില അവയവങ്ങൾ പ്രാചീനമായിരിക്കും, ചില ജീവികൾ പുതിയതായിരിക്കും. മനുഷ്യനുള്ള പല കാര്യങ്ങളും മറ്റ് ജീവികളിൽ ഉണ്ടായിരുന്നവയാണ്. മനസ്സിലാവുന്നു? ഇപ്പൊ നിങ്ങളൊരു കുരങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുരങ്ങ് പഴം എടുത്തു കഴിഞ്ഞാൽ അത് തൊലിക്കും. നിങ്ങളെന്ത് ചെയ്യും? നിങ്ങളും തൊലിക്കും. കുരങ്ങ് കഴിക്കും. നിങ്ങൾ കഴിച്ചിട്ട് നോക്കും. നിങ്ങളെന്ത് ചെയ്യും? കഴിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കും. ഓക്കെ, സോസിമില്ല. ചിലപ്പോൾ ഈ ആദ്യമായി ആൾക്കുരങ്ങനെ ലണ്ടനിലെ സൂവിൽ കൊണ്ട് കാണിച്ചപ്പോൾ വിക്ടോറിയ രാജ്ഞി പറഞ്ഞു പോലും, ഇത് നമ്മളെ പോലെ ഇരിക്കുന്നല്ലോ എന്ന്. ഒരു ബ്ലേഡ് ഉണ്ടെങ്കിൽ ഷേവ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ സോ ലുക്കിംഗ് സോ ഏക്കിംഗ് ടു ഹ്യൂമൻ ബീയിങ്, വെരി മച്ച് ലൈക്ക് എന്ന് പറഞ്ഞത്. ആദ്യമായിട്ടാണ് അവര് പരസ്യമായിട്ട് ഇതിനെ കാണുന്നത്. ഇതിന് ഒരുപാട് ഇനി എങ്ങനെയാണ് ഈ പരിണാമത്തിന്റെ ട്രീ എന്ന് പറയാം? നിങ്ങൾ വലിയൊരു ആൽമരം സങ്കല്പിക്കും. ആൽമരത്തിന് വേരുകളുണ്ട്, തടിത്തണ്ടുണ്ട്, ശിഖരങ്ങളുണ്ട്, ഉപശിഖരങ്ങളുണ്ട്, ചില്ലകളുണ്ട്, കമ്പുകളുണ്ട്, ഇലകളുണ്ട്, അല്ലേ? അപ്പൊ ഇത് പല ദിക്കിലേക്ക് ഇങ്ങനെ പോയിരിക്കും. ഭൂമി 460 കോടി വർഷമായി ഭൂമി ഉണ്ടായിരുന്നു. 1382 കോടി വർഷമായി പ്രപഞ്ചം ഉണ്ടായിട്ട് ഭൂമി ഉണ്ടായിട്ട് 460 കോടി വർഷം. ഈ 460 കോടി വർഷം ഭൂമി ഉണ്ടായതിനു ആദ്യം ഭയങ്കര ചൂടായിരുന്നു. ഇവിടെ ജീവനുള്ള യാതൊരു അവസ്ഥയില്ല. 350 കോടി വർഷം മുന്നെയാണ് ആദ്യത്തെ ജീവന്റെ തുടിപ്പ് ഭൂമിയിൽ ഉണ്ടാവുന്നത്. അതിനെയാണ് നമ്മൾ പറയുന്നത് സൈനോ ബാക്ടീരിയ. എന്താണ് അതിന്റെ പേര്? സൈനോ ബാക്ടീരിയ. സൈനോ ബാക്ടീരിയ ഇവിടെ നമ്മുടെ ഓക്സിജന്റെ ഉത്പാദനം സംബന്ധിച്ച് ഒരുപാട് നിർണായകമായ സാന്നിധ്യം അല്ല റോളുള്ള ഒരു ബാക്ടീരിയ കൂടിയാണ് സൈനോ ബാക്ടീരിയ. സൈനോ ബാക്ടീരിയ ഏതാണ്ട് 200 കോടി വർഷം ഈ ഭൂമിയിലെ ബാക്ടീരിയ മാത്രമേ ഉള്ളൂ. 200 കോടി. ഇനി 150 കോടി വർഷത്തിന് മുന്നെയാണ് ആദ്യമായിട്ട് മറ്റുള്ള ജീവികൾ, ടൈലോബ്രൈറ്റുകൾ പോലെയുള്ള ജീവികൾ, ചെറിയ ചെറിയ സമുദ്രജീവികളൊക്കെ ഉണ്ടാകും. പിന്നീട് 100 കോടി വർഷം എല്ലാം കൂടെ കഴിയുമ്പോൾ സമുദ്രജീവികൾ, ഷെല്ലൊക്കെ ഉള്ള ജീവികൾ മാത്രമേ ഉള്ളൂ. 50 മുതൽ 56 കോടി വർഷം ഇന്നേക്ക് ആ കാലഘട്ടത്തിലാണ് നമ്മുടെ കേംബ്രിയൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്ന ഒരു എക്സ്പ്ലോഷൻ 6 കോടി വർഷത്തിൽ സംഭവിക്കുന്നത്. എന്താണ് കേംബ്രിയൻ എക്സ്പ്ലോഷൻ? അതായത് ഇന്ന് ഈ കാണുന്ന ഫോണൈന് പൈലങ്ങളുടെ എല്ലാം ഏതാണ്ട് 95% ഒറ്റയടിക്ക് ഈ ഭൂമിയിൽ 6 കോടി വർഷങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടും. 6 കോടി വർഷമാണ്. 6 ദിവസമോ 6000, 60000, 6 ലക്ഷമോ 60 ലക്ഷമോ ഒന്നുമല്ല. 6 കോടി വർഷത്തിനിടയിൽ ഇന്ന് ഈ കാണുന്ന എല്ലാ ജീവികളുടെയും പ്രാകൃത രൂപങ്ങൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടും. അതിനാണ് ഒരു എക്സ്പ്ലോഷൻ വിളിക്കുന്നത്. വൈ ഇറ്റ് ഈസ് കോൾഡ് എക്സ്പ്ലോഷൻ? ബിക്കോസ് പരിണാമത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയം എന്ന് പറയുന്നത് കോടിക്കണക്കിന് വർഷമാണ്. അതിൽ 6 കോടി എന്ന് പറയുന്നത് ചെറിയ സമയം. അതുകൊണ്ടാണ് കേംബ്രിയൻ എക്സ്പ്ലോഷൻ. അത് കഴിഞ്ഞ് പിന്നീട് വരുന്നത് എന്താണ്? ആദ്യം ഉണ്ടായ ചെടികളാണോ അതോ മൃഗങ്ങളാണോ? ജീവികളാണോ അതോ മൃഗങ്ങൾ, ചെടികളാണോ ആദ്യം ഉണ്ടായത്? ചെടി. അത് തെറ്റായ ഒരു ധാരണയാണ്. ആദ്യം ജീവികൾ തന്നെയാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞ ടൈലോബ്രൈറ്റുകളൊക്കെ 100-120 കോടി വർഷം പഴക്കമുള്ള ടൈലോബ്രൈറ്റുകൾ എൻ്റെ ഒരു ഫോസിൽ ഇരിക്കും. ടൈലോബ്രൈറ്റിന്റെ ഒരു ഫോസിൽ എന്ന് പറഞ്ഞാൽ ഒരു പാറയിൽ പതിഞ്ഞ ടൈലോബ്രൈറ്റിന്റെ എന്നെ ഒരു അയർലൻഡിലുള്ള ഒരു സുഹൃത്ത് എന്നെ കാണാൻ വന്നപ്പോൾ പുള്ളി കൊണ്ടുവന്നു.
അത്രേ ഉള്ളൂ. അവരൊക്കെ ഈ ഫോസിലുകളിലല്ല ആ ഒരു നമ്മൾ യഥാർത്ഥം നോക്കുമ്പോൾ 120 കോടി വർഷം പുറകിലായിട്ടാണ് നോക്കുന്നത്. Can you believe it? ഈവൻ പാറ്റ എന്ന് പറഞ്ഞൊരു ജീവിയുണ്ട്, പാറ്റ. ഈ പരിണാമത്തിന്റെ അർത്ഥം എല്ലാ ജീവികളും പരിണമിച്ച് വേറൊരു ജീവി ആകണമെന്നല്ല എന്റെ അർത്ഥം. പരിണമിക്കാം, പരിണമിക്കാതിരിക്കാം, അതേപോലെ ജീവിക്കാം, നശിക്കാം, എന്തും ചെയ്ത്. ബ്ലൈൻഡ് ആണ്, വിത്തൗട്ട് ഡയറക്ഷൻ, വിത്തൗട്ട് മോട്ടിവേഷൻ, വിത്തൗട്ട് എനി കൈൻഡ് ഓഫ് ടാർഗറ്റ്. അതായത് നിങ്ങൾ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ വഞ്ചി, കടലാസ് വഞ്ചി വെള്ളത്തിൽ വെക്കും. അത് ഒഴുക്കുണ്ടെങ്കിൽ അക്കരെ ചെല്ലും അല്ലേ? അക്കരെ ചെല്ലുന്നതിന് തൊട്ട് മുന്നേ തിരിച്ചു വരും. വഞ്ചി മുങ്ങിപ്പോകാം, വഞ്ചി തിരിച്ച് ഈ കരയിൽ തന്നെ വരാം. വഞ്ചി ഇങ്ങനെ ഓളം തള്ളി നിൽക്കാം, അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, എന്ത് വേണേലും സംഭവിക്കും അല്ലേ? അതുപോലാണ് ഒരു ജീവി വേറൊരു ജീവിയായി തീരുക എന്നുള്ള ഒരു ലക്ഷ്യമൊന്നും പരിണാമത്തിലില്ല. ബാക്ടീരിയയെ മനുഷ്യനാക്കാമെന്നുള്ള കരാറല്ല പരിണാമം. മനുഷ്യനാകാം, ആയി, നാച്ചുറലി, അത്രേ ഉള്ളൂ. ഈ മനുഷ്യൻ മൊത്തം പോയാലും ഈ ഭൂമിയിൽ ഒരു ചുക്കുമില്ല ഉണ്ടാവും. ഭൂമി എന്ന് പറയുന്നത് ഈ സൗരയൂഥത്തിൽ പോലും ഒരു ഒന്നുമല്ല. അപ്പൊ പിന്നെ ഈ ഗാലക്സിയിലും ഈ മഹാഗാലക്സിയിലും ഈ പ്രപഞ്ചത്തിലും ഭൂമിയോ ഇവിടെയുള്ള ജീവികളോ ഇവിടെ ആര് ജീവിക്കുന്നു, എന്ത് പഠിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചോളം ഒരു വിഷയമേ അല്ല. ഭൂമി അപ്രത്യക്ഷമായാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കും, നത്തിങ്. നമ്മളൊരു പൊടി പോലും ഇല്ല ഈ പ്രപഞ്ചത്തിൽ. കണ്ടെത്താൻ പോലും കഴിയാത്തത്ര വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു പൊടി മാത്രമാണ് ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഭൂമി. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നിങ്ങളൊരു ആൽമരം സംഘടിപ്പിക്കുകയാണെങ്കിൽ ഈ ആൽമരത്തിന്റെ വേരുകളാണ് ബാക്ടീരിയ. മനസ്സിലായി? ആൽമരത്തിന്റെ വേരുകളാണ് ബാക്ടീരിയ, ഏകകോശ ജീവികൾ. മനസ്സിലാകുന്നുണ്ടോ? പിന്നീട് അതിന്റെ തണ്ടുകളാണ് മിനിമം ആയിട്ടുള്ള ജീവികൾ, കടൽ ജീവികൾ, ആർത്രോപോഡുകൾ, അങ്ങനെയൊക്കെയുള്ള ജീവികൾ എന്ന് പറയുന്നത്, മത്സ്യം, അതൊക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ തടിയാണ്. ചെറിയ ചെറിയ ചില്ലകൾ, പ്രധാനപ്പെട്ട 2 ശാഖകൾ. ഉരകങ്ങൾ എന്ന് പറഞ്ഞൊരു വലിയ ശാഖ, ബേർഡ്സ് എന്ന് പറയുന്ന വേറൊരു ശാഖ. മനസ്സിലായല്ലോ? പക്ഷികൾ എന്ന് പറയുന്ന ഉരകങ്ങൾ 2 ശാഖകളായിട്ട് വിഭജിക്കുകയാണ്. ആദ്യം കടലിലാണ്, കടലിൽ നിന്ന് ഇടയ്ക്ക് കഴിഞ്ഞ് ആംഫിബിയൻസ് ഉണ്ടാവുന്നു, കരയിലേക്ക് കയറുന്ന ജീവികൾ ഉണ്ടാവുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഉരകങ്ങൾ ഉണ്ടാവുന്നു. ഉരകങ്ങളിൽ നിന്നാണ് സസ്തനങ്ങൾ നമ്മളുണ്ടാവുന്നു, മാമൽസ് ഉണ്ടാവുന്നു. ബേർഡ്സ് അങ്ങനെ പോകുന്നു. ഉരകങ്ങൾക്കും സസ്തനങ്ങൾക്കും ഇടയിൽ നിൽക്കുന്ന ജീവികൾ ഉണ്ട്. പക്ഷികൾക്കും സസ്തനങ്ങൾക്കും ഇടയിൽ നിൽക്കുന്ന ജീവികൾ ഉണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് ഡൈനസോറുകളിൽ പല ഡൈനസോറുകൾക്കും പറക്കാൻ കഴിയുമായിരുന്നു. അവ ഒരേ സമയം ഉരകങ്ങളുമായിരുന്നു, പറവകളുമായിരുന്നു. ചിറകുള്ള പല്ലി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ചിറകുള്ള പല്ലി, ഇതൊക്കെ സാധനം ഉള്ളതാണ് യഥാർത്ഥത്തിൽ. മനസ്സിലായോ? അപ്പം വേരാണ് ബാക്ടീരിയ, ചെറിയ ജീവികളാണ് തടിത്തണ്ട്, വലിയ ശാഖകൾ. ഈ ശാഖകൾ പ്രധാനമായിട്ട് എന്താണ്? അപ്പൊ ഉരകങ്ങൾ എടുക്കാം. എന്നിട്ട് അതിനകത്ത് ചെറിയ ശാഖകൾ, സസ്തനങ്ങൾ. അതിനകത്തുനിന്ന് വേറെ ശാഖകളാണ് പ്രൈമേറ്റ്സുകൾ, കുരങ്ങ് പറഞ്ഞു. അതിനകത്തുനിന്ന് വേറെ ശാഖയാണ് ഏപ്സ്, ആൾക്കുരങ്ങ്, വാലില്ലാത്ത കുരങ്ങ്. അതിനകത്തുനിന്ന് ഒരു ചില്ലയില് അവസാനം വരുമ്പോൾ 4-5 ഇലകൾ ഇരിക്കുന്നു. ഒരില ഗിബൺ, ഒരില ഗറില്ല, ഒരില ബോണാബോ. ഇങ്ങനെ ഈ 5 ഇലകൾ നിൽക്കുന്നത്. ഇതിലൊന്നാണ് ഹ്യൂമൻസ്. ഇതിനകത്തുനിന്ന് വരുന്ന കൊച്ചു തളിരിലകളാണ് ഹോമോ റൊഡോൾഫൻസിസും ഹോമോ നിയാൻഡർതാലൻസിസും ഹോമോ സാപ്പിയൻസും. അതിലൊരെണ്ണമാണ് ഹോമോ സാപ്പിയൻസ്. അപ്പൊ നമ്മള് ഒരു വലിയ ആൽമരത്തിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ചില്ലയിലെ ഒരു കുഞ്ഞിലയാണ് മനുഷ്യൻ. ആ ശാഖ വേറെ പക്ഷികളിലേക്ക് പോയിട്ടുണ്ട്, ആ ശാഖ വേറെ പലതിലേക്ക് പോയിട്ടുണ്ട്, കടൽ ജീവികളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോ ഇറ്റ്സ് ബിഗ് ബനിയൻ ട്രീ. ബനിയൻ ട്രീയുടെ ഒരു പ്രത്യേകത എന്താണ്? അതിന്റെ മുകളിലുള്ള അത്രയും ഭാഗം താഴെ ഉണ്ടാകുന്നതാണ്, മണ്ണിനടിയിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോ നമ്മുടെ മുകളിൽ കാണുന്നതിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ ബാക്ടീരിയ, ഈ ഭൂമി എന്ന് പറയുന്ന ഭൂമിയുടെ മൊത്തം ഭാരത്തിന്റെ ഏതാണ്ട് 4-5% ബാക്ടീരിയയുടെ ഭാരം. നിങ്ങളുടെ ഭാരത്തിന്റെ തന്നെ ഏതാണ്ട് 10% ബാക്ടീരിയയുടെ ഭാരം. നിങ്ങളുടെ ശരീരത്തിലുള്ള മൊത്തം കോശങ്ങളുടെ 10 ഇരട്ടി ബാക്ടീരിയകൾ നിങ്ങളുടെ ശരീരത്തുണ്ട്. നിങ്ങൾക്കറിയോ? നിങ്ങളുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തിലുള്ള ബാക്ടീരിയകളൊക്കെ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ബാക്ടീരിയകൾ. നിങ്ങളുടെ വയറിൽ വിരകളുണ്ട്, അറിയാം. ആന്റിബോൾ കഴിച്ചു കഴിഞ്ഞാൽ അറിയാം, വിരകൾ ഇത്രയും കെട്ടക്കണക്കിന് വിരകൾ കൊണ്ട് ഇങ്ങനെ ഉരുട്ടി കിടക്കും. ഇതെല്ലാം നിങ്ങളുടെ വയറ്റിലുണ്ട്. ഇതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദഹനം നടക്കില്ല. നിങ്ങളുടെ വായ തൊട്ട് നിങ്ങളുടെ ട്രാക്ട് ഉണ്ട്. ഈ ഗട്ട് ട്രാക്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രാക്റ്റിലുള്ള ബാക്ടീരിയകളുടെ എണ്ണം തന്നെ മൊത്തം ശരീരകോശങ്ങളുടെ എണ്ണങ്ങളെക്കാൾ കൂടുതലാണ്. നിങ്ങൾ കൈ കഴുകി ബാക്ടീരിയ പോകാനായിട്ട്, പക്ഷെ പിന്നെയും കോടിക്കണക്കിന് ബാക്ടീരിയകൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും. നിങ്ങൾ തന്നെ ബാക്ടീരിയയാണ്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ്? നിങ്ങളുടെ ശരീരകോശത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മൈറ്റോകോൺട്രിയ, അല്ലെ? അതിന്റെ പവർ ഹൗസ് ആണ് മൈറ്റോകോൺട്രിയ. യഥാർത്ഥത്തിൽ ഒരു പഴയ ബാക്ടീരിയയാണ്. പഴയകാല ബാക്ടീരിയയെ പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? മൈറ്റോകോൺട്രിയക്ക് സ്വന്തമായിട്ട് DNA ഉണ്ട്.
അതിന് സ്വന്തമായി പ്രൊഡക്ഷൻ നടത്താൻ കഴിയും. അത് ഇറ്റ്സെൽഫ് ഒരു ബാക്ടീരിയ ആയിരുന്നു. നമ്മളുടെ കോശത്തിലേക്ക് മൈറ്റോകോൺട്രിയ എന്നോ ഇതിനകത്ത് വന്ന് കയറുകയാണ്. അതുപോലെ തന്നെയാണ് സസ്യങ്ങളുടെ കോശങ്ങളിൽ ക്ലോറോപ്ലാസ്റ്റും സ്വന്തമായി DNA ഉള്ള ഒരു ബാക്ടീരിയ. അപ്പോൾ നിങ്ങളുടെ കോശങ്ങളിൽ തന്നെ ബാക്ടീരിയ ഉണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ബാക്ടീരിയ ഉണ്ട്, നിങ്ങളുടെ ഭാരത്തിന്റെ ഏതാണ്ട് 10% ബാക്ടീരിയ ആണ്. അപ്പോ നമ്മളെന്ന് പറയുന്ന ബാക്ടീരിയ അല്ലേ മൊത്തം? നമ്മൾ ഈ അണുക്കൾ എന്ന് പറയുന്ന വല്ല കാര്യമുണ്ടോ? മൊത്തം ബാക്ടീരിയ ആണ് നമ്മൾ. അതായത് നമ്മുടെ മൊത്തം ബോഡി സെൽസിന്റെ 10 ഇരട്ടി ബാക്ടീരിയ. അതുമായിട്ടാണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾ. അപ്പൊ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഓടുന്ന കാര്യമില്ല. ബാക്ടീരിയയുടെ പ്ലാനറ്റ് ആണിത്. അവരാണ് ഇതിന്റെ അവകാശികൾ. ദിസ് ഇസ് എ പ്ലാനറ്റ് ഓഫ് ബാക്ടീരിയാസ് എന്നാണ് പറയുന്നത്. ആ ബാക്ടീരിയയിൽ നിന്നാണ് മറ്റു ജീവികൾ ഇരട്ടിക്കുന്നു, വലിയ വലിയ ജീവികൾ ഉണ്ടാകുന്നു, മനുഷ്യനുണ്ടാകുന്നു. ഓക്കെ, ഇത് ഡാർവിൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയ ഒരു സാധനമാണ്. കണ്ട, ഐ തിങ്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ആ പടം വരച്ചിരിക്കണം. ആ ബനിയനിൽ അദ്ദേഹത്തിന്റെ നോട്ട് ബുക്കാണ് നിങ്ങൾ കാണുന്നത്. ആ നോട്ട് ബുക്കിനെ ആസ്പദമാക്കി കുറച്ച് ടീഷർട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ആ കാണുന്നത്, ഐ തിങ്ക്. ഇനി എങ്ങനെയാണ് ഒരു ജീവി മറ്റൊരു ജീവി ആയി മാറുന്നത്? അതിനാണ് ബെൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ബെൽ എന്താണ്? മണി. അതുപോലെ വളഞ്ഞിരിക്കും അല്ലേ? ഉദാഹരണമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഇതാണ് ബെൽ അല്ലേ? ഒരു ജീവി ഈ ഭാഗത്ത് നിന്ന് ടൈഗർ എങ്ങനെ മങ്കിയാവുന്നു മനസ്സിലാവുന്നുണ്ടോ? ടൈഗർ മങ്കി ആവേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ ഒരു ഉദാഹരണത്തിനായിട്ട് ടൈഗർ എങ്ങനെ മങ്കിയായി മാറും, എങ്ങനെയാണ് പരിണാമം ഉണ്ടാവുന്നത്? പരിണാമം പെട്ടെന്ന് പുലി കടുവാവട്ടെ ഫൂ എന്ന് പറഞ്ഞ് നമ്മുടെ പുസ്തകത്തിലൊക്കെ അടിക്കുന്നത് അങ്ങനെയാണോ? അങ്ങനെയല്ല. അതൊക്കെ മതപുസ്തകങ്ങളിലൊക്കെ നടക്കുന്ന സാധനമാണ്. ഇങ്ങനെ മണ്ണ് കുഴച്ചു വെക്കുന്നതും ആള് തല മാറുന്നതും അതൊന്നും ഹാരി പോട്ടർ സാധനമാണ്. അതിനൊന്നും നമുക്ക് സയൻസ് എന്ന് വിളിക്കാൻ പറ്റില്ല. എങ്ങനെയാണ് ഒരു ജീവി മറ്റൊരു ജീവി ആവുന്നത്? ഒരു ജീവി മറ്റൊരു ജീവിയെ പ്രസവിക്കില്ല, ഉറപ്പാണ്. ഒരു മനുഷ്യൻ ഒരിക്കലും കുരങ്ങനെ പ്രസവിക്കില്ല, കുരങ്ങൻ ഒരിക്കലും മനുഷ്യനെയും പ്രസവിക്കില്ല. അപ്പൊ കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായെന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ ശരിയാണ്. ചില കാരണന്മാരൊക്കെ ചോദിക്കും കുരങ്ങിൽ നിന്നാണ് മനുഷ്യന്മാരുണ്ടായിട്ടെന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ സൂര്യത്തിൽ ഇപ്പോഴും കുരങ്ങന്മാരുണ്ട്, അവരൊക്കെ എന്താ മനുഷ്യരാകാതെ? ഈ ഒരു മണ്ടാൻ ചോദ്യം, ഊള ചോദ്യങ്ങൾ പൊതുവിൽ എല്ലാവരും ചോദിക്കുന്നത്. പരിണാമം എന്താണെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. കുരങ്ങിൽ നിന്നല്ല മനുഷ്യനുണ്ടായത്, മനസ്സിലായ? കുരങ്ങിൽ നിന്നുണ്ടാകുന്നതൊക്കെ കുരങ്ങ് തന്നെയാണ്. എന്താണ് പരിണാമം സംഭവിച്ചത്? ഞാൻ പറഞ്ഞു, വേര്, തടിത്തണ്ട്, ശിഖരം, ഇല, അവസാന തീയതിയിൽ 5 എണ്ണം അല്ലെ? അപ്പൊ ഇവിടെ നിന്നല്ലേ മനുഷ്യൻ, ഗിബൺ, ഗറില്ല 5 എണ്ണം പോകുന്നത് ഈ ഭാഗത്ത് നിന്നല്ലേ, ഈ സന്ധിയിൽ നിന്നല്ലേ ആണ്. അപ്പൊ ഈ സന്ധി എന്ന് പറയുന്ന സാധനത്ത് ഒരു ജീവി ഉണ്ടായിരിക്കും. ഈ ജീവി ഈ 5 എണ്ണത്തിന്റെ ആൻസസ്റ്റർ ആയിരിക്കും, പിൻഗാമിയായിരിക്കും അല്ല മുൻഗാമിയായിരിക്കും. മനസ്സിലായോ? അപ്പൊ ഈ ജീവി യഥാർത്ഥത്തിൽ മനുഷ്യനെ കണക്കിരിക്കില്ല, കുരങ്ങനെ കണക്കിരിക്കുന്ന ഒരു ജീവിയിൽ നിന്നാണ് മനുഷ്യന്റെ താവഴി ഉണ്ടായത്. മനസ്സിലായോ? ഗറില്ല ഉണ്ടായതും ആ താവഴിയിൽ നിന്നാണ്. അതായത് നമ്മൾ ഒരു കയ്യിലിരിക്കുന്ന ഒരു ആപ്പിൾ ശ്രദ്ധിക്കും. ഒരു ആപ്പിൾ നിങ്ങൾ തറയിലിട്ട് പൊട്ടിക്കുന്നു, പല പല ചീളുകളായി പലയിടത്തേക്ക് പോകുന്നു. അപ്പൊ ഒരു ചീൾ എനിക്ക് കിട്ടുന്നു, ഞാൻ പറയുന്നു അതാണ് എന്റെ ചീള്, ഞാൻ മനുഷ്യൻ. വേറൊരു ചീള്, അപ്പൊ ഇതെല്ലാം ആപ്പിളിൽ നിന്നല്ല വന്നത്. ഈ ആപ്പിളിനെ നമ്മൾ എന്താ പറയും? പൊതുപൂർവികൻ. മനസ്സിലായോ? ഈ ആപ്പിൾ എവിടുന്നാ വരുന്നത്? ആപ്പിൾ മരത്തിൽ നിന്നാണ്. അപ്പൊ ആപ്പിൾ മരം എന്ന് പറയുമ്പോൾ ഈ ആപ്പിളിന്റെ പൂർവികൻ. ഈ ആപ്പിൾ മരം എവിടെ നിൽക്കുന്നത്? ആപ്പിൾ നിൽക്കുന്ന ആപ്പിൾ മരത്തിന്റെ അറ്റത്താണ്. അത് ചില്ലകൾ, തണ്ട്, തടിത്തണ്ട്, ആപ്പിളിന്റെ വേരുകൾ, ആപ്പിളിന്റെ വിത്ത് അല്ലെ? അപ്പൊ നമ്മൾ വരുന്നത് ശരിക്കും വി ആർ കണക്റ്റഡ് ടു ബാക്ടീരിയ. നമ്മളും ബാക്ടീരിയയായിട്ട് ബന്ധമുണ്ട്, നമ്മളും മീനുമായിട്ട് ബന്ധമുണ്ട്, നമ്മൾ ഓറഞ്ചുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ ചെടികളുടെ കാര്യം പറഞ്ഞു. ചെടികൾ പിന്നീടാണ്, ഏതാണ്ട് 40 കോടി വർഷങ്ങൾക്ക് മുന്നേ ആണ് ചെടികളൊക്കെ വരുന്നത്. പായലുകൾ പോലും വരുന്നത് അപ്പോഴാണ്. ജീവികളാണ് ആദ്യം ഉണ്ടാകുന്നത്, അതിന് ശേഷമാണ് സസ്യങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ സസ്യങ്ങളെ ആഹരിക്കുന്ന ജീവികൾ പിന്നീട് ഉണ്ടായി വരും. അപ്പം നമുക്കൊരു പൊതുപൂർവികൻ ഉണ്ടായിരുന്നു, കോമൺ ആൻസസ്റ്റർ ഉണ്ടായിരുന്നു എന്നാണ് ഇവല്യൂഷൻ പറയുന്നത്. അല്ലാതെ നമ്മൾ കുരങ്ങിൽ നിന്ന് മാറി നമ്മൾ ഉണ്ടായി എന്നല്ല. ഇപ്പൊ ബാക്ടീരിയ നിന്നാണ് നമ്മളെല്ലാം ഉണ്ടായത്. അപ്പൊ ബാക്ടീരിയ ഇപ്പോഴും ഉണ്ടല്ലോ, അങ്ങനെ ചോദിച്ചൂടെ? ഇതേ ചോദ്യം, ബാക്ടീരിയ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് ചോദിക്കാമല്ലോ. എന്താണ് അതിന്റെ അർത്ഥം? എല്ലാ ബാക്ടീരിയകളും ഇവല്യൂഷന് വിധേയമാകില്ല. മനസ്സിലാവുന്നുണ്ടോ? ബാക്ടീരിയകൾ ഒരു വിഭാഗമാണ് ഇവല്യൂഷന് വിധേയമാകുന്നത്. അത് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോവാനുണ്ടാവും. ആദ്യം ഉണ്ടായ ബാക്ടീരിയ ഇപ്പോഴും ഉണ്ടാവും. അതില് ഇരട്ടിച്ച് മൾട്ടിപ്ലൈ ചെയ്തതിൽ ഒരു വിഭാഗം വേറൊന്നായിട്ടുണ്ടാവും. ചിലത് മറ്റൊന്നുണ്ടാവും, ചിലത് അതേ കണക്ക് തുടരും. അതായത് പാറ്റ കഴിഞ്ഞ 40 കോടി 35 കോടി വർഷമായിട്ട് യാതൊരു മാറ്റവും ഇല്ലാതെ തുടരാണ്. നിങ്ങളിപ്പോ പാറ്റയെ കാണുമ്പോൾ 30 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഉണ്ടായിരുന്ന അതേ ജീവിയെ തന്നെയാണ് കാണുന്നത്. അതിന് ഇവല്യൂഷൻ ഒന്നും സംഭവിച്ചിട്ടില്ല.
ചില ജീവികൾക്ക് ഇവല്യൂഷൻ സംഭവിക്കണമെന്നില്ല. ചിലതിന് പെട്ടെന്ന് ഇവല്യൂഷൻ സംഭവിക്കാം, ചിലത് പൂർണ്ണമായി നശിച്ചു പോകും. ഡൈനോസോർസ് അല്ലെ, ദിനോസറുകൾക്ക് ഉണ്ടോ? ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിവില്ലേ? അവരുടെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ജീവിയില്ല. അതാണ് ഇത്. ഈ ബെൽ ഷേപ്ഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പരിണാമം സംഭവിക്കുന്നത് നോക്കാം. ഒരാട് അല്ലെ ഒരു ടൈഗർ ഒരു കുട്ടിയെ പ്രസവിക്കും. കുട്ടി ടൈഗർ അല്ലെ, കുട്ടി ടൈഗർ അമ്മ ടൈഗർ കണക്കിരിക്കും. പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസമുണ്ടോ? നിങ്ങളുടെ അമ്മയായിട്ട് വ്യത്യാസമൊന്നുമില്ല, പക്ഷെ എന്നാലും ചെറിയ ചെറിയ വ്യത്യാസം, ചെറിയ വളരെ കുറച്ച് വ്യത്യാസം, ഇത്രയും വ്യത്യാസം അല്ലെ. നിങ്ങളുടെ കുട്ടി നിങ്ങളുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ ചെറിയ വ്യത്യാസം. നിങ്ങളുടെ കുട്ടിയുടെ കുട്ടി അതിന് ആ കുട്ടിയുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ നിങ്ങളുടെ അമ്മയുമായിട്ട് നോക്കി 3 തലമുറ കഴിഞ്ഞു. അതായത് കുട്ടിയുടെ കുട്ടി ഈ ആദ്യത്തെ അമ്മയായിട്ട് ശരി നല്ല വ്യത്യാസം അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അതിന് ഞാൻ ഒരു ഉദാഹരണം. നിങ്ങളെ ജനിച്ചതിന് ശേഷം ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോ 1-ാം ദിവസം ഫോട്ടോ എടുക്കുന്നു, ചോരക്കുത്തി ബ്ലൂം എന്ന് പറയുന്നു. 2-ാം ദിവസം എടുക്കുന്നു, ബ്ലൂം ചോരക്കുട്ടി അല്ലെ. 3-ാം ദിവസം എടുക്കുന്നു, ബ്ലൂം ചോരക്കുട്ടി. ഈ 3 ദിവസം പടങ്ങൾ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലെ. നിങ്ങൾ 10-ാം ദിവസം ഒരു പടം എടുക്കുന്നു, അതേണെങ്കിൽ ചോരയൊന്നും ഇല്ല, ചിരിക്കെ. നിങ്ങളുടെ 1-ാം ദിവസം 10-ാം ദിവസം ആ പടങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ അല്ലെ. എന്നിട്ട് നിങ്ങൾ വീണ്ടും 20-ാം ദിവസം ഒരു പടം എടുക്കുന്നു. അപ്പൊ എന്നിട്ട് 1-ാം ദിവസം 20-ാം ദിവസമായിട്ട് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസം. പക്ഷെ 20-ാം ദിവസവും 19-ാം ദിവസവും പടം തമ്മിൽ യാതൊരു വ്യത്യാസം അല്ലേ? വളരെ ചെറിയ വ്യത്യാസം. അപ്പൊ 1 വയസ്സാകുമ്പോൾ ഒരു പടം എടുക്കും. അതിന് ഞാൻ ഉദാഹരണം ഞാൻ കാണിച്ചുതരാം. ഇത് നോക്കുക. നിങ്ങൾ ആദ്യം കാണുന്നത് അമിതാഭ് ബച്ചന്റെ പടമാണ് കാണുന്നത് അല്ലെ. അമിതാഭ് ബച്ചൻ, അവസാനത്തെ അമിതാഭ് ബച്ചൻ നോക്കെ. ഓരോ ദിവസവും അമിതാഭ് ബച്ചന്റെ പടം എടുത്താൽ എങ്ങനെ ഉണ്ടാവും? ഓരോ ദിവസവും അമിതാഭ് ബച്ചന്റെ പടം എടുത്താൽ എങ്ങനെ ഉണ്ടാവും? വ്യത്യാസം തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ 1-ാം ദിവസം 5-ാം വയസ്സിലും 10-ാം വയസ്സിലും 19-ാം വയസ്സിലും 30-ാം വയസ്സിലും 50-ാം വയസ്സിലും 78-ഓ 80-ഓ കണ്ടുണ്ട് പുള്ളി. ഈ കുട്ടിയിൽ നിന്ന് ആദ്യത്തെ ആ കുട്ടിയിൽ നിന്ന് 80-ാം വയസ്സിൽ നല്ല വ്യത്യാസമില്ലേ? ഇതിന് 80 വയസ്സേ അമിതാഭ് ബച്ചൻ എടുത്തിട്ടുള്ളൂ. അതേസമയം പരിണാമം സംഭവിക്കുന്നത് ദിവസങ്ങളിലല്ല, വർഷങ്ങളിലല്ല, 100 കണക്ക് വർഷങ്ങളിലല്ല, 1000 വർഷങ്ങളിലല്ല, 10,000 വർഷങ്ങളിലല്ല, ലക്ഷക്കണക്കിന് വർഷങ്ങളിലല്ല, ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങളിലാണ് ഈ പരിണാമം സംഭവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു അമ്മ ഒരു കുട്ടിയെ പ്രസവിക്കുന്നു. അമ്മയും കുട്ടിയായിട്ടുള്ള വ്യത്യാസം വളരെ കുറച്ച്. അതിങ്ങനെ തലമുറ കഴിയുമ്പോൾ കൂടുതൽ വ്യത്യാസങ്ങൾ വരുന്നു. കൂടുതൽ വ്യത്യാസങ്ങൾ വന്ന് കൺസോൾട്ടേറ്റഡ് ആവുന്നു. കൺസോൾട്ടേറ്റഡ് ആയിട്ട് പുതിയ ദിവ്യകളിലേക്ക് പോകും. എല്ലാ അമ്മയും അതിന്റെ കുട്ടിയെ തന്നെ ആയിരിക്കും പ്രസവിക്കുന്നത്. എല്ലാ കുട്ടിയും അതിന്റെ അമ്മയായിട്ട് ബന്ധമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ 1-ാമത്തെ ദിവസം പടവും 2-ാമത്തെ ദിവസം പടവും തമ്മിൽ ഭയങ്കര സാമ്യമായിരിക്കും. പക്ഷെ 1-ാമത്തെ ദിവസം പടവും 1-ാം വർഷത്തെ പടവും തമ്മിൽ വ്യത്യാസം. ഇങ്ങനെയാണ് ഇവല്യൂഷൻ വർക്ക് ചെയ്തത്. ഇത് നമുക്ക് പെട്ടെന്ന് കണ്ടാൽ പിടികിട്ടത്. അതെന്താണ്? നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഇവല്യൂഷൻ അങ്ങനെ പെട്ടെന്ന് ആന മാറി ഒട്ടകാവുന്നെന്ന് കാണിച്ചു തരൂ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്ക് അങ്ങനെ ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല. നമ്മുടെ ഈ ജനറേഷൻ, നമ്മൾക്കൊക്കെ എന്തോ പ്രായമുണ്ട് യഥാർത്ഥത്തിൽ. ഇപ്പൊ 150 വർഷമായിട്ടുള്ള ഇവല്യൂഷൻ തിയറി വന്നത്. 150 വർഷം എന്ന് പറഞ്ഞാൽ ഇവല്യൂഷന്റെ ചരിത്രത്തിൽ ഒന്നുമേ അല്ല. 150 അല്ല, 1500 അല്ല, 15,000 അല്ല. ഇവല്യൂഷൻ ലോങ് ടൈം സ്കെയിലിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. അതൊക്കെ ഇപ്പൊ കാണണം, അല്ലെങ്കിൽ ഞാൻ കയറി എന്റെ പുസ്തകത്തിൽ പറയുന്നത് വിശ്വസിക്കുന്നതൊക്കെ പറയുന്നത് മണ്ടത്തരമാണ്. സയൻസ് അതിനെ പിന്തുണയ്ക്കുന്നു. ഇവല്യൂഷൻ കൺമുന്നിൽ ഇവല്യൂഷൻ നടക്കുന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. ബാക്ടീരിയകൾ അങ്ങനെ ഇവല്യൂഷൻ വിധേയമാകുന്നതായിട്ട് കഴിഞ്ഞ 20 വർഷമായിട്ട് ലെൻസ്കിയുടെ ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. അത് നിങ്ങൾ വേണമെങ്കിലും പഠിച്ചു നോക്ക്. അത് വരുന്നത് ഇങ്ങനെയാണ്. ഈ ബെൽ ഷേപ്ഡ് ഇവല്യൂഷൻ വരുന്നത് എങ്ങനെയാണ്? ഓരോ ടൈഗറും അതിന്റെ കുട്ടികളെ പ്രസവിച്ച് അവസാനം ഈ നടുക്കുണ്ടല്ലോ തൊപ്പിയുടെ മേളില് അവിടെ ഒരു ജീവി വരും. ആ ജീവി എന്ന് പറഞ്ഞത് കുരങ്ങും ആയിരിക്കില്ല, ടൈഗറും ആയിരിക്കില്ല. ഇതിന്റെ നടുക്ക് വരും. അതാണ് അതിന്റെ പൊതുപൂർവി. ഇത് ടൈഗർ കുരങ്ങനാകാൻ പോകുന്ന വഴിയിൽ ഒരൊറ്റ വഴിയിൽ നേരെ അങ്ങ് പോകുമല്ല, ഞാൻ കുരങ്ങനായിക്കളയാം. ഇതിനിടയ്ക്ക് വേറെ വേറെ ജീവികളായി വേറെ ശാഖകളും ഉപശാഖകളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഇനി ഇവല്യൂഷൻ നടന്നു എന്നുള്ളതിന്റെ തെളിവെന്താ? ഒരിക്കൽ JBS ഹാൾ എന്ന് പറയുന്ന ഒരു പരിണാമശാസ്ത്രജ്ഞനോട് ഒരിക്കൽ ചോദിച്ചു, ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു സിംഗിൾ സെല്ലുലാർ ഓർഗാനിസം ഇങ്ങനെ വികസിച്ച് പരിണമിച്ച് ഇത്ര മൾട്ടിപ്പിൾ സെല്ലുലാർ കോടിക്കണക്കിന് കോശങ്ങളുള്ള ഒരു ജീവിയാണ്, ഞാൻ വിശ്വസിക്കില്ല എന്ന് ഹാൾഡന്റെ ഇതേ കണക്ക് സംസാരിക്കുമ്പോൾ ഒരു വനിത, ഒരു ലേഡി പറഞ്ഞു, ഞാനത് വിശ്വസിക്കില്ല, ഐ കനോട്ട് ബിലീവ്. അന്നേരം ഹാൾഡൻ പറഞ്ഞ മറുപടിയാണ്, യു ഹാവ് ടു ബിലീവ്. വൈ? ബിക്കോസ് യു ഹാവ് ഡൺ ഇറ്റ് യുവർ സെൽഫ് ഇൻ 9 months. നിങ്ങൾക്കത് വിശ്വസിച്ചേ മതിയാവൂ. കാരണം 9 മാസം കൊണ്ട് നിങ്ങൾ അത് ചെയ്തിരിക്കുന്നു. എന്താണ്? നിങ്ങൾ ഒരു സിംഗിൾ സെല്ലുലാർ ഓർഗാനിസം ആയിട്ടാണ് തുടങ്ങുന്നത്.
സ്പേമും എഗ്ഗും, 2 അർത്ഥകോശങ്ങൾ ചേർന്ന് നിങ്ങൾ ഭ്രൂണമാകുന്നു അല്ലെ? ആ ഭ്രൂണം എന്ന് പറയുന്നത് ഒരു കോശമാണ്. അത് 2 ആകുന്നു, 4 ആകുന്നു, 8 ആകുന്നു, 16 ആകുന്നു, 32 ആകുന്നു, 64 ആകുന്നു, 128 ആകുന്നു, 256 ആകുന്നു, 512 ആകുന്നു, കോടിക്കണക്കിന് കോശം. നിങ്ങളത് ചെയ്തിരിക്കും. ഒരു സെല്ലിൽ നിന്ന് 9 മാസം ആകുമ്പോൾ കുട്ടി ഇറങ്ങി കാ കൂ എന്ന് പറഞ്ഞ് കീറിക്കൊണ്ട് പുറത്തിറങ്ങും. എവിടെ സംഭവിച്ചത്? നിങ്ങൾ അമ്മയുടെ വയറിനുള്ളിൽ ശരിക്കും നിങ്ങൾ ആ സിംഗിൾ സെല്ലുലാർ ഓർഗാനിസത്തിൽ നിന്ന് കോടിക്കണക്കിന് കോശങ്ങളുള്ള ഒരു ജീവിയായിട്ട് 9 വയസ്സിൽ 9 മാസം നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിനെയാണ് പരിണാമം എന്നാണ് ആ സ്ത്രീ ഒന്നും മിണ്ടില്ല. യു ഹാവ് ഡൺ ഇറ്റ് യുവർ സെൽഫ് ഇൻ 9 months എന്നാണ് ഹാൾഡേൻ. ഇനി ഈ സ്പീഷീസ് എന്ന് പറയുന്നത് ചില പറയും മനുഷ്യർ ഹോമോ ഇറക്ടസ്, ഹോമോ ഹാബിലസ്, ഹോമോ സേപ്പിയൻസ്, ഹോമോ സേപ്പിയൻസ് സേപ്പിയൻസ്. നമ്മുടെ ഹോമോ സാപ്പിയൻസ് സേപ്പിയൻസ് ആണ്. ഹോമോ സാപ്പിയൻസ് നിയാണ്ടർതാലൻസിസ് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഹോമോ സാപ്പിയൻസ്. അപ്പൊ എങ്ങനെയാണ് ഒരു ജീവി ഒരു സ്പീഷീസ് ആയിട്ട് പറയുന്നത്? ഈ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗകര്യം, നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഒരു സ്പീഷീസ്. ഇതായിട്ട് കിഴങ്ങും കാച്ചിലും നമ്മൾ 2 പേരെടുത്ത് വിളിക്കാം. കിഴങ്ങും കാച്ചിലുമായിട്ട് ഒരുപാട് സാമ്യം ഉണ്ടാവും. എന്താ നമ്മുടെ ഈ പഴങ്ങളൊക്കെ എടുത്തു നോക്കുക, അതുപോലെ ഒരുപാട് സാമ്യം ഉണ്ടാവും. പക്ഷെ നമുക്ക് തിരിച്ചറിയാനായിട്ട് അത് ഇന്ന വർഗ്ഗം ഇത് ഇന്ന വർഗ്ഗം നമ്മൾ ഒരു ജനറ്റിക് ബൗണ്ടറി ഉണ്ടാക്കും. ഈ ബൗണ്ടറി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. ഇപ്പൊ കഴുത, കുതിര, കോവർ കഴുത ഇതൊക്കെ തമ്മിൽ ചിലത് 2 ഘട്ട പരുവത്തിൽ നിൽക്കുന്ന നടുക്ക് നിൽക്കുന്ന ജീവികളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ടാണ് ഓരോരോ ക്ലാസിഫിക്കേഷൻ നടക്കുന്നത്. അത് നമ്മുടെ സൗകര്യമാണ്. അത് നമ്മൾ പലപ്പോഴും ഒരു സ്പീഷീസ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അറിയാം. ഒരു ജീവിക്ക് ഏതെങ്കിലും ഒരു ജീവിയായിട്ട് പ്രത്യുൽപാദനം നടത്തി അടുത്ത തലമുറ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതൊരു സ്പീഷീസ് ആണ്. ഉദാഹരണമായിട്ട് ഒരു മനുഷ്യനും ഒരു ചിമ്പൻസിയായിട്ട് ഇണചേർന്നാൽ പുതിയ തലമുറ ഉണ്ടാവില്ല. ഒരു ചിമ്പൻസിയായിട്ട് ഇണചേർന്ന് കഴിഞ്ഞാൽ പുതിയ തലമുറ ഉണ്ടാവും. അതുകൊണ്ട് ചിമ്പൻസി ഒരു സ്പീഷീസ് ആണ്. ഒരു പൂവായാലും എന്തായാലും അടുത്ത തലമുറ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ജീവികളെയാണ് നമ്മളൊരു സ്പീഷീസ്. മനസ്സിലായല്ലോ? അപ്പൊ ഈ സ്പീഷീസ് പലപ്പോഴും അതിന്റെ ഇടയ്ക്ക് നിൽക്കുന്നതൊക്കെ ഉണ്ടാകാം. ഉദാഹരണമായിട്ട് നിങ്ങളുടെ ബർത്ത്ഡേ, നിങ്ങളുടെ 18ാമത്തെ ബർത്ത്ഡേ വരുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും? നിങ്ങൾ മേജർ ആവും, നിങ്ങൾക്ക് വസ്തു വാങ്ങിക്കാം, കാറ് വാങ്ങിക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടും, നിങ്ങളെ ആളുകൾ അംഗീകരിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ കല്യാണം കഴിക്കാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. 18 വയസ്സാകുമ്പോൾ ഒറ്റ ദിവസം 18ാം ദിവസം രാവിലെ എഴുന്നിട്ട് യു ആർ ഗെറ്റിംഗ് ഓൾ ദീസ് പ്രൊവിഷൻസ് ആൻഡ് പവേഴ്സ് ആൻഡ് റൈറ്റ്സ് ഇൻ വൺ സിംഗിൾ ഡേ. പക്ഷെ 18 വയസ്സാവുന്നതിന് മുമ്പ് 17 വയസ്സും 364 ദിവസം ഉള്ളപ്പോൾ നിങ്ങളെന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, ആ ആളും അടുത്ത ദിവസമുള്ള നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? ഒരു വ്യത്യാസമില്ല. പക്ഷെ 17 വയസ്സ് 364 ദിവസം പ്രായമുള്ളപ്പോൾ നിങ്ങൾക്ക് ഒരു റൈറ്റും ഇല്ല, വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല, മേജർ അല്ല, കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, തലേന്ന് പറ്റത്തില്ല, പിറ്റേന്ന് പറ്റും. എന്താ മാജിക്ക? അല്ല, നമ്മൾ 18 വയസ്സെന്ന് പറഞ്ഞൊരു കണക്ക് വെച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ സ്പീഷീസുകളുടെയും ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇന്നത് വരെ ഒരു സ്പീഷീസ്, ഇന്നത് വരെ വേറെ സ്പീഷീസ്. അല്ലാതെ സ്പീഷീസുകൾ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയല്ല, നമ്മളെ കണക്കനുസരിച്ച് കട്ട് ചെയ്ത് എടുക്കുക. ഇനി ഒരു ചോദ്യം നിങ്ങളുടെയൊക്കെ ചോദിക്കാറുണ്ട് പോലെ, നീ ഭയങ്കര സയൻസും പരിണാമമൊക്കെ പറയുന്നത്, മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ട്? അത് പറ. എന്തുകൊണ്ടാണ് കോഴി എന്ന് പറഞ്ഞത്? കോഴിയല്ലേ മുട്ട ഉണ്ടാകും. അപ്പൊ മുട്ട ഉണ്ടെങ്കിലല്ല കോഴി ഉണ്ടാവും. ചോദ്യങ്ങൾ ചോദിക്കും. അല്ലെ ഈ പഴയ പുസ്തകങ്ങളൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവര് ചോദിക്കും, നീ ഭയങ്കര സയൻസ് പഠിച്ചെന്നൊക്കെ പറയില്ല, നീ പറയടാ, മുട്ടയാണോ കോഴിയാണോ ഉണ്ടായത്? കോഴി ഉണ്ടാകണേ മുട്ട വേണം, മുട്ട ഉണ്ടെങ്കിൽ കോഴി വേണം. അപ്പൊ ഏതാ ആദ്യം ഉണ്ടായത്? ഇയ്യോ അറിയത്തില്ല. എന്നാ ഞങ്ങൾ പറയുന്നത് കേട്ടോ, ഞങ്ങളിതെല്ലാം കോഴി ആദ്യം ഒരാൾ ഉണ്ടാക്കി അല്ലേ, കോഴി എല്ലാ സാധനത്തിനും ഉണ്ടാക്കി. ലക്ഷക്കണക്കിന് ജീവികളെ ഒരാളിലെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ കുത്തിയിരുന്ന് ദോശയൊക്കെ ഉണ്ടാക്കുമല്ലേ, അതേ കണക്ക് എല്ലാ സാധനവും ഉണ്ടാക്കുന്ന ഒരാൾ, ഒരു ഉണ്ടാക്കറെ സങ്കല്പിച്ച എല്ലാ ചോദ്യത്തിനും ഉത്തരവായി. ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയില്ല, കസേര മാമൻ ഉണ്ടാക്കണം. പക്ഷെ ഉണ്ടാക്കറ വെച്ച് പ്രശ്നം തീരത്തില്ല. അപ്പൊ നമ്മൾ ഈ ഉണ്ടാക്കറെ ആരാ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നു. ഉണ്ടാക്കർ വെറുതെ വന്നിരുന്നെങ്കിൽ ഉണ്ടാക്കാം, രാവിലെ എഴുന്നേറ്റ് അങ്ങ് ഉണ്ടാക്കാം, ഞാൻ ഉണ്ടായി അല്ലേ, അങ്ങനെ പറ്റില്ല. അപ്പോ ഈ ഉണ്ടാക്കൽ പരിപാടി വെച്ച് നമുക്ക് ഒരു കാര്യം സോൾവ് ചെയ്യാൻ പറ്റില്ല. ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കിയാൽ നമ്മൾ ആദ്യം ചോദിക്കുന്ന ഉണ്ടാക്കിയ ആളെ ആര് ഉണ്ടാക്കിയെന്ന് ചോദിക്കേണ്ടി വരും, മാന്യമായിട്ട് ചോദിക്കേണ്ടി വരും. അപ്പൊ പറയാം വേറൊരാളുണ്ടാക്കി, അയാൾ ആരുണ്ടാക്കി, വേറൊരാളുണ്ടാക്കി.
അങ്ങനെ ഉണ്ടാക്കി ജീവിതം മുഴുവൻ അതിനകത്ത് ദയവ് ചെയ്ത് ഉണ്ടാക്കരുത് എന്നാണ് നമുക്കതിനകത്ത് പറയാനുള്ളത്. ഇത് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം വളരെ സിമ്പിളാണ്. ഇവല്യൂഷൻ വെച്ച് കോഴിയാണോ മുട്ടയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യം ആദ്യം നിങ്ങൾ കൃത്യമായിട്ടാണ് കോഴിയാണോ കോഴിമുട്ടയാണോ എന്ന് തന്നെ ചോദിക്കണം. അതിനകത്ത് ട്രാപ്പല്ല. മുട്ട പല ജീവികളും ഇടും. പാമ്പ് മുട്ടയിടും. കോഴിയാണോ പാമ്പിന്റെ മുട്ടയാണോ ആദ്യം ഉണ്ടായെന്ന് ചോദിക്കാൻ പറ്റും. അപ്പൊ കോഴിയാണോ കോഴിമുട്ടയാണോ ഉണ്ടായത് എന്ന് ആ ചോദ്യം കറക്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇതിനകത്തൊരു കാര്യമൊക്കെയാണ് കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത്. പെട്ടെന്ന് കോമൺ സെൻസ് തോന്നുന്നത് ഇവല്യൂഷൻ പലപ്പോഴും കോമൺ സെൻസ് ഡിഫൈ ചെയ്യുന്ന ഒരു സാധനം. നമുക്ക് തോന്നുന്നു പറയാൻ പറ്റത്തില്ല. കൺഫ്യൂഷൻ വന്നാൽ ഉടനെ എന്ത് ചെയ്യും? അവിടെ ഉടനെ അതീന്ദ്രിയമായ ശക്തികൾ വരും അല്ലെ? ഉണ്ടാക്കൽ ലിസ്റ്റുകൾ വരും. സയൻസ് ഉത്തരം പറയാൻ പറ്റത്തില്ലെങ്കിൽ എന്താ പറയും? അവിടെ ഇപ്പൊ എന്ത് വരും? അവിടെ മതം വരും അല്ലെ? മതത്തിന് ഉത്തരവൊന്നുമില്ല, കുറെ കഥകളേ ഉള്ളൂ. പക്ഷെ സയൻസിന് ഉത്തരം പറയാത്തതെല്ലാം തങ്ങളുടെ നേട്ടമാണ് എന്നാണ് മതം കരുതുന്നത്. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യു കനോട്ട് പ്രൂവ് തിയറി എ എന്ന് പറയുന്ന തിയറി നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്താ അർത്ഥം? എ പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നല്ല അർത്ഥമുള്ളൂ. പക്ഷെ ഇവര് പറയുന്നതല്ല. യു കനോട്ട് പ്രൂവ് എ, സോ ബി ഈസ് റൈറ്റ്. അതുകൊണ്ട് ഞങ്ങളുടെ സാധനം ശരിയാണ്. അതിനെന്താ തെളിവ്? നിങ്ങൾക്ക് നിങ്ങളെ തെളിയിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഞങ്ങളുടെയാണ് ശരി. നിങ്ങളുടെ ശരിയാണെങ്കിൽ നിങ്ങൾ സ്വന്തം നിലയിൽ അത് ശരിയാക്കി എടുക്കണം അല്ലെ? നിങ്ങളൊരു കഥയും പറയുന്നു, നമ്മളൊരു വസ്തുതയും പറയുന്നു. ഒരു കോഴി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആദ്യമായിട്ട് കോഴി എന്ന് പറയുന്ന സാധനം ഉണ്ടോ? ഇല്ല. കോഴി ഉണ്ടാകുന്ന ബാക്ടീരിയ, സമുദ്രജീവികള്, ഉരകങ്ങള്, പക്ഷികള്, അങ്ങനെ ഒരു പക്ഷിയിൽ നിന്ന് വേർതിരിഞ്ഞു വന്ന ഒരു ശിഖരത്തില് കോഴി പോലെയുള്ള ജീവികൾ, കോഴിയല്ല കോഴിയെ പോലെയൊക്കെ ഇരിക്കുന്ന അതേ മോഡലൊക്കെ ഇരിക്കുന്ന ജീവികൾ, അവ ഇങ്ങനെ മുട്ടയിട്ടുകൊണ്ടിരിക്കും. മനസ്സിലായല്ലോ? ഈ മുട്ടകളിലെ ജനറ്റിക് വേരിയേഷൻസ് ഉണ്ടാവും. നിർമ്മാണ വസ്തുക്കളിലുള്ള ജീൻസിലുള്ള വ്യത്യാസം കാരണം മുട്ടകൾ വ്യത്യസ്തമായിരിക്കും അല്ലെ? ഒരു കോഴി ഇടുന്ന മുട്ടയെല്ലാം ആ കോഴിയെ പോലെ ഇരിക്കും. ആ മുട്ടയിൽ വരുന്നത് അതെങ്ങനെയായിരിക്കും. പക്ഷെ ഒരു 10 ജനറേഷൻ കഴിഞ്ഞ് വരുന്ന കോഴിയും ഈ മുട്ടയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഞാൻ ആദ്യം പറഞ്ഞ ആ വ്യത്യാസം. അപ്പൊ ഇന്നത്തെ കോഴി ഇടുന്ന ഇന്നത്തെ മുട്ട മനസ്സിലായി? അതിന് തൊട്ട് മുന്നേ ഉള്ള കോഴി, ഈ കോഴിയുടെ അമ്മയായിട്ടുള്ള കോഴി ഇട്ടിരുന്ന മുട്ടകൾ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്, വളരെ സൂക്ഷ്മമായ വ്യത്യാസം. അതിങ്ങനെ പുറകോട്ട് പോകുമ്പോൾ ഈ കോഴി ഉണ്ടാകുന്നത് കോഴിയെ പോലെ ഇരുന്ന ജീവിയിട്ട ഒരു മുട്ടയിൽ നിന്നാണ് ആദ്യത്തെ കോഴി ഉണ്ടാകും. അത് ഇന്നത്തെ കോഴിയെ പോലെ ഇരിക്കില്ല. ഇന്നത്തെ കോഴിയുടെ ഒരു സ്ട്രക്ചറൊക്കെ കാണും. പക്ഷെ കോഴിയെ പോലെ ഇരുന്ന ഒരു ജീവി അല്ലെ ഒരു പക്ഷി ഇട്ട മുട്ടയിൽ നിന്നാണ് ഇന്നത്തെ കോഴിയെ പോലെയുള്ള ആദ്യത്തെ ജീവി എന്നും പറയാൻ പറ്റില്ല, ജീവികളുണ്ടായി. ഇനി കോഴിയെ പോലെയുള്ള ജീവി കുറച്ചുകൂടെ പുറകോട്ട് പോകുമ്പോൾ അതിന് കോഴിയുടെ ഗുണങ്ങൾ കുറഞ്ഞു വരും. അത് മുട്ടയിടുന്നുണ്ട്. കുറെ കൂടെ പുറകെ പോകുമ്പോൾ അത് ചിലപ്പോൾ ഒരു പക്ഷി തന്നെ ആകണമെന്നില്ല, ഒരു ഉരകമാകും. അത് മുട്ടയിടുന്നുണ്ട്. കുറെ കൂടെ പുറകോട്ട് പോകുമ്പോൾ അതൊരു ഉരകം, നല്ലൊരു ഉരകം, മുട്ടയിടുന്നു. കുറെ കൂടെ പുറകോട്ട് പോകുമ്പോൾ അതൊരു ആംബിബിയൻ, ഉഭയജീവിയാകും. അത് മുട്ടയിടുന്നു. കുറെ കൂടെ പുറകോട്ട് പോകുമ്പോൾ അതൊരു കടലിൽ നിൽക്കുന്ന ഒരു മത്സ്യമായിരിക്കും. അത് മുട്ടയിടുന്നു. കുറെ കൂടെ പുറകോട്ട് പോകുമ്പോൾ പുറകോട്ട് പോകുമ്പോൾ ആദ്യത്തെ ബാക്ടീരിയയിലേക്ക് സംഗതി ഇങ്ങനെ വരികയാണ്. മനസ്സിലായല്ലോ? അപ്പൊ ആദ്യത്തെ കോഴി ഉണ്ടായെങ്കിൽ മാത്രമേ ആദ്യത്തെ കോഴിമുട്ട ഉണ്ടാവും. മനസ്സിലായല്ലോ? ആദ്യത്തെ കോഴി ഉണ്ടായത് കോഴിയെ പോലെ ഇരുന്ന എന്നാൽ കോഴിയല്ലാത്ത ഒരു ജീവിയിട്ട മുട്ടയിൽ നിന്നാണ് ആദ്യത്തെ കോഴിയെ പോലെയുള്ള ജീവി ഉണ്ടായത്. ആദ്യത്തെ കോഴി കോഴി എന്ന് പറഞ്ഞ കോഴിയില്ല. കോഴികളെല്ലാം ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വരികയാണ്. അപ്പൊ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയമില്ലാതെ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയുന്ന കൃത്യതയോടെ പറയാം, കോഴി തന്നെയാണ്. മനസ്സിലായല്ലോ? ഈ ചോദ്യമൊക്കെ മദ്രസ ചോദ്യങ്ങളാണ്. ചില ക്ലാസ്സുകളിലൊക്കെ ഇരുന്ന് നിങ്ങളെ സ്തംഭിപ്പിക്കാനായിട്ട്, നിങ്ങളുടെ ബുദ്ധിയെ മരവിപ്പിക്കാനായിട്ട് ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു കഥയില്ല. ഇവല്യൂഷൻ ഹാസ് എ വെരി സിമ്പിൾ ആൻസർ ഫോർ ഇറ്റ്. ഇറ്റ് ഈസ് കോഴി. ഞാൻ പറഞ്ഞാണ്. ഇനി എങ്ങനെയാണ് ഈ നാച്ചുറൽ സെലക്ഷൻ വർക്ക് ചെയ്യുന്നതെന്ന് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു 10 മിനിറ്റ് നമുക്കൊരു ഇന്ററാക്ഷൻ ആകാൻ പോകും. ഇപ്പൊ നിങ്ങൾ ലണ്ടൻ നഗരത്തില് ഈ മോത്സ് ഉണ്ട്. മോത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശാശലഭങ്ങൾ വന്ന് ഈ ചെടികളിലെല്ലാം ഇങ്ങനെ പറ്റിയിരിക്കും. അതിന് ഇൻഡസ്ട്രിയൽ മെലനിസം എന്നാണ്. ഇവര് പറ്റിയിരിക്കുമ്പോൾ കുറെ നാൾ കഴിഞ്ഞിട്ട് ആളുകൾ പറഞ്ഞു വെളുത്ത നിശാശലഭങ്ങളാണ് പൊതുവിൽ ഉണ്ടായത്. കുറെ നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നിശാശലഭങ്ങളെല്ലാം കറുത്തു, എല്ലാം കറുത്താണ്. ലണ്ടനിൽ പിന്നെ അധികം കറുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ 2 കളറുണ്ടോ? ഒന്ന് വെളുത്തത്, ഒന്ന് കറുത്തത്. രണ്ടും അതേ ഇരിക്കാം. എന്താ ഈ വെളുത്ത നിശാശലഭങ്ങളെ എല്ലാം തന്നെ ഈ കറുത്ത നിശാശലഭങ്ങൾ അങ്ങ് റീപ്ലേസ് ചെയ്യും. അപ്പൊ എന്താ കാര്യം എന്നറിയാം?
ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നപ്പോൾ ഈ വൃക്ഷത്തലപ്പുകളിലും ഇലകളിലും എല്ലാം കരിയും മറ്റ് കാർബണിന്റെ സംയുക്തങ്ങളും എല്ലാം ചേർന്ന് കറുത്തു പോയപ്പോഴാണ് ഇവയില് ചില പറഞ്ഞ ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ കരി പിടിച്ചാണ് ഈ നിശാചലവങ്ങളെല്ലാം കറുത്തു പോയത് ചില പറഞ്ഞു ഈ നിശാചലവങ്ങൾ നിറം തന്നെ അങ്ങ് മാറ്റിയതാണെന്ന് പറഞ്ഞു. പക്ഷെ ഒന്നുമല്ല സംഭവിച്ചത്. എന്താ സംഭവിച്ചത്? ഇപ്പൊ ലണ്ടനിൽ നോക്കുമ്പോൾ ഈ കറുത്ത ശലഭങ്ങൾ മാത്രമേ കാണൂ, ഇവിടുത്തെ ശലഭങ്ങളെ കാണാനില്ല. എന്താ ഇവിടെ സംഭവിച്ചെന്നറിയോ? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വരുന്നു, പുക വരുന്നു, വൃക്ഷത്തലപ്പുകളിലും തണ്ടുകളിലും എല്ലാം കരി വരുന്നു. അപ്പൊ കരിയിലിരിക്കുന്ന വെളുത്ത ശലഭങ്ങളെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. കറുത്ത ബാക്ക്ഗ്രൗണ്ടിലെ വെളുത്ത ശലഭങ്ങളെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. അപ്പോൾ അവ കൂടുതൽ ആഹരിക്കപ്പെട്ടു, തിന്നപ്പെട്ടു. മനസ്സിലായോ? യഥാർത്ഥത്തിൽ ലണ്ടനിലുള്ള നിശാശലഭങ്ങളിൽ ഒരു 10% യഥാർത്ഥത്തിൽ കറുത്ത ശലഭങ്ങൾ ഉണ്ടായിരുന്നു. 90% വെളുത്തതുമായിരുന്നു. അതാരും ശ്രദ്ധിച്ചില്ല. എല്ലാം വെളുത്തതാണെന്ന് എല്ലാവരും കരുതി. പക്ഷെ ഒരു വളരെ ചെറിയ എണ്ണം കറുത്ത ശലഭങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നപ്പോൾ ഈ എല്ലാം കരിയായപ്പോഴത്തേക്ക് വെളുത്ത ശലഭങ്ങളെ പെട്ടെന്ന് പിക്ക് ചെയ്യാൻ തുടങ്ങി. ഏതാണ്? ഈ പ്രിഡേറ്റേഴ്സ്. അങ്ങനെ വന്നപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ 80% വെളുത്ത ശലഭങ്ങളും 20% കറുത്ത ശലഭങ്ങളും ആയി. കാര്യം കറുത്ത ശലഭങ്ങളെ പിടിക്കുന്നില്ല. കാര്യം കറുപ്പിരുന്ന പിടിക്കത്തില്ല. അവയുടെ അടുത്ത തലമുറ ഉണ്ടാകും. മനസ്സിലായല്ലോ? പക്ഷെ വെളുത്ത ശലഭങ്ങളുടെ എണ്ണം കുറഞ്ഞു വരും. കുറച്ച് കഴിഞ്ഞപ്പോൾ 70-30 70% വെളുത്തതും 30% കറുപ്പും. കുറെ കഴിഞ്ഞപ്പോൾ 60-40 കുറെ കഴിഞ്ഞപ്പോൾ 50-50 കുറെ കഴിഞ്ഞപ്പോൾ 40-60 കുറെ കഴിഞ്ഞപ്പോൾ 30-70 അത് കഴിഞ്ഞപ്പോൾ 20-80 കുറെ കഴിഞ്ഞപ്പോൾ 10% താഴെ പോയി വെളുത്ത ശലഭങ്ങൾ. 90% കറുത്ത ശലഭങ്ങളാണ്. അന്നേരം ആളുകൾ പറഞ്ഞതാണ് ലണ്ടനിലെ ശലഭങ്ങളെല്ലാം നിറം മാറ്റി. ഇവിടെ ഒരു നിറവും ആരും മാറ്റിയിട്ടില്ല, നാച്ചുറലി സെലക്റ്റഡ്. ഇങ്ങനെയാണ് നാച്ചുറൽ സെലക്ഷൻ. മനസ്സിലായോ? ഒരു ജീവിക്ക് നിറം മാറ്റാനോ തൊലിയുടെ കട്ടി കൂട്ടാനോ എന്തെങ്കിലും മാറ്റാനോ നമുക്ക് മാത്രം ഒരു പക്ഷേ സാധിക്കും. നമ്മൾ മാത്രമാണ് നമ്മളുടെ ഇവല്യൂഷൻ നിയന്ത്രിക്കുന്ന ഏക ജീവി നമ്മളാണ്. ലോകത്ത് വേറെ ഒരു ജീവിക്കും സ്വന്തം ഇവല്യൂഷൻ നിയന്ത്രിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ മെലനിസം എന്ന് പറയുന്ന സാധനം. DDT അങ്ങനെയാണ്. DDT എന്താ സംഭവിക്കുക? നിങ്ങൾ കൊണ്ടുവന്ന DDT വീട്ടിലിടുക, ഉറുമ്പുകൾ ചത്തുപോകും. കുറെ കഴിഞ്ഞ് 2ാമത്തെ വർഷം വീണ്ടും DDT കൊണ്ട് ചെല്ലാം. ഉറുമ്പുകൾ അധികം ചാവുന്നില്ല. 3ാമത്തെ വർഷം DDT ചെല്ലുമ്പോൾ ഉറുമ്പുകൾക്ക് ഒരു പ്രശ്നവുമില്ല. അതല്ല, ഉറുമ്പുകൾ പഠിച്ചു പോയി എന്നാണ്. ഉറുമ്പുകൾ പഠിച്ചതാണോ? അല്ല. എന്ത് സംഭവിക്കുക? നിങ്ങൾ ഉറുമ്പിനെ ആദ്യം കൊണ്ടുവന്ന് DDT ഇടുന്നു, എല്ലാ ഉറുമ്പും ചാവുന്നു. പക്ഷെ 1% ഉറുമ്പുകൾ ചാവുന്നില്ല. ചിലതൊക്കെ ഇങ്ങനെ മയങ്ങി കിടക്കുന്നു, ചിലതൊക്കെ എഴുന്നേറ്റ് നടക്കുന്നു, ചിലതൊന്നും ഒരു കുഴപ്പമില്ല. കാര്യം എന്താണ്? എല്ലാ ഉറുമ്പുകളും സാമ്യമുണ്ട്, പക്ഷെ ചെറിയ ജനറ്റിക് വേരിയേഷൻ ഉണ്ടാവും. അതിനകത്തുള്ള രാസപദാർത്ഥങ്ങളിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ 1% താഴെ ഉറുമ്പുകൾ ചാവാതെ ഇവന്മാരെന്ത് ചെയ്യും? ഇവന്മാർ എഴുന്നേറ്റ് നിന്ന് ജീവിച്ചിട്ട് അവന്മാർ അടുത്ത തലമുറ ഉണ്ടാവും. അടുത്ത വർഷം നിങ്ങൾ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? ഈ ഉറുമ്പുകളെയാണ് നിങ്ങൾ കാണുന്നത്. DDT കൊണ്ടിടും, അവന്മാർക്ക് പുല്ലുപോലെ. മനസ്സിലായി? അതായത് അതിജീവിച്ചവരുടെ തലമുറയാണ് പുതിയ ഉറുമ്പുകൾ. അതുകൊണ്ടാണ് DDT ഇപ്പൊ ചില പറയോ അതൊന്നും ഇപ്പൊ എറിക്കത്തില്ല, ഉറുമ്പുകൾ പഠിച്ചു പോയി. ഉറുമ്പുകളൊന്നും പഠിച്ചതല്ല, അതിജീവിച്ചവരുടെ തലമുറയാണ് നിങ്ങൾ അതേ സാധനം കൊണ്ട് ചെല്ലും. പറഞ്ഞ മനസ്സിലായോ? ഇവല്യൂഷന്റെ തെളിവുകൾ ലോകമെമ്പാടും വാരി വിതറിയിരിക്കുകയാണ്. പാലിയന്റോളജിയിലുണ്ട്, ഭൂമിയുടെ പ്രായം, റേഡിയോ ആക്റ്റീവ് ക്ലോക്സ്, മോളിക്കുലാർ ബയോളജി. പണ്ട് ഫോസിലുകൾ വെച്ചായിരുന്നു ഇവല്യൂഷൻ തെളിയിച്ചുകൊണ്ടിരുന്നത്, മൃഗങ്ങളുടെയും ജന്തുക്കളുടെയും. ഇന്ന് ഇവല്യൂഷൻ തെളിയിക്കാൻ ഫോസിലുകളുടെ ആവശ്യമേ ഇല്ല. ഫോസിലുകൾ ഉണ്ടോ? വളരെ നല്ലത്. ഇല്ലേ? ഒരു ചുക്കുമില്ല. കാരണം മോളിക്കുലാർ ബയോളജി, എംബ്രിയോളജി, ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ദാൻ ഏജ് ഓഫ് ബർത്ത്, പിന്നെ ലാസ്റ്റിലാണ് പാലിയന്റോളജി വരുന്നത്. ഇന്ന് ഫോസിലുകളെ അടിസ്ഥാനപ്പെടുത്തി അല്ല ഇവല്യൂഷൻ തെളിയിക്കുന്നത്. അതൊക്കെ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞില്ല, അപ്പനപ്പന്മാരുടെ കാലത്തിലാണ് ഫോസിൽ കിട്ടിയോ, ഫോസിലുണ്ടെങ്കിൽ. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് മോളിക്കുലർ ബയോളജി മാത്രം മതി. റേഡിയോ ആക്റ്റീവ് ക്ലോക്കുകൾ വെച്ച് നമ്മുടെ ഭൂമിയുടെ ഏജും കാര്യങ്ങളൊക്കെ റേഡിയോ ആക്റ്റീവ്, അതുപോലെ പൊട്ടാസ്യം ആർഗൺ ടെസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെയാണ് പ്രായം നിർണ്ണയിക്കുന്നത്. ഫോസിലുകൾ എന്നൊരു പ്രധാനപ്പെട്ട കാര്യമല്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കാൻ ഇത് കണ്ടോ, ഈ ജീവികളെ മറ്റു ജീവികളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ബെൽജിയൻ ബ്ലൂ എന്ന് പറയുന്ന ഈ കൗസ് എന്നാലോചിച്ച് നോക്കാം. അതിന്റെ മസിൽസ് എല്ലാം ഭയങ്കര ഇതാണ്. കാരണം എന്താണ്? നമ്മളെ ബെൽജിയൻ ബ്ലൂ കൗസ് ആർ ബ്രെഡ് ബൈ ദ ജനറ്റിക് എഞ്ചിനീയറിംഗ് കോൾഡ് ഡബിൾ മസിലിംഗ്, ഡിസേബിളിംഗ് ദ ജീൻസ് പ്രൊഡ്യൂസിംഗ് മയോസ്റ്റാറ്റിൻ വിച്ച് റെഗുലേറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് മസിൽ. നമ്മളുടെ മസിലിന്റെ ഗ്രോത്ത് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് മയോസ്റ്റാറ്റിൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥം. അത് വർക്ക് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മസിൽ ഭയങ്കരമായിട്ട് വലുതായിരിക്കും. മനസ്സിലായല്ലോ? അതിനെ ഡിസേബിൾ ചെയ്ത് ഈ കന്നുകാലികളിൽ ഈ മയോസ്റ്റാറ്റിൻ എന്ന് പറയുന്ന സാധനം ഡിസേബിൾ ചെയ്യുമ്പോഴാണ് അത് ഇങ്ങനെ ആയി മാറുന്നത്. നമ്മളിൽ ഇതേ കണക്ക് ജിമ്മിലൊന്നും പോകേണ്ട കാര്യമില്ല, ഇതേ കണക്ക് ചെയ്യും. മനസ്സിലായോ? ഒരു പദാർത്ഥം ഡിസേബിൾഡ് ആവുമ്പോൾ ഇത്രയും വലിപ്പമായിട്ട് മാറും. 100 കിലോ ഉള്ള ഒരു പശുവിന്
2000 കിലോ ഭാരം വരും. അതായത് നമ്മളുടെ മാറ്റത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മളിലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. നിങ്ങൾ നോക്കാം, ഈ പട്ടികൾ നോക്കാം. തറയിൽ നിൽക്കുന്ന പട്ടി, വലിയ പട്ടി, ഈ പട്ടി എല്ലാം നമ്മൾ എന്ത് ചെയ്താണ്? നമ്മൾ മനുഷ്യൻ നിർദ്ധാരണം ചെയ്തെടുത്താണ്. കഴിഞ്ഞ 150 വർഷമായിട്ട് മനുഷ്യന് നിർദ്ധാരണം ചെയ്തെടുത്താണ് ഈ പട്ടികൾ. മനസ്സിലായി? അതായത് നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് പ്രകൃതിയിൽ തനിയെ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുമെന്ന് അറിയണം. പ്രകൃതിയിൽ എന്തെങ്കിലും നടക്കുന്നെങ്കിലേ അത് നമുക്ക് ചെയ്യാൻ പറ്റും. അത് മനസ്സിലായെന്നോ? നമുക്ക് കൃത്രിമമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ പറയും നമ്മൾ കൃത്രിമമായിട്ട് പ്ലാസ്റ്റിക് ഉണ്ടാക്കി. പ്രകൃതിയിൽ ഇതേ പോളിമേഴ്സ് ഇത്രയും സാധനങ്ങൾ ചേർന്നിട്ട് സ്വയം പ്ലാസ്റ്റിക് ഉണ്ടാകുമെങ്കിൽ മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂ. സ്വയം ഉണ്ടാകുന്ന ചിലപ്പോൾ അപൂർവമായിരിക്കും, ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. പക്ഷെ അതിന് ഉണ്ടാകുമെങ്കിൽ മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂ. നാച്ചുറലായിട്ട് ഉണ്ടാകാത്ത ഒരു കാര്യവും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായോ? അത് മനസ്സിലായി. ഈ പട്ടികൾ, പല പട്ടികൾ, ഈ പട്ടികളെല്ലാം എന്താണ്? ഇതെല്ലാം ചെന്നായകളാണ്. ക്രൗര്യമുള്ള ചെന്നായകളാണ്. ഈ സ്ത്രീയുടെ വാനിറ്ററി ബാഗിൽ ഇട്ടിരിക്കുന്ന ഈ കൊച്ചു പട്ടിയുണ്ട് ഈ കൂടിൽ. ഈ പട്ടി എന്ന് പറയുന്നതും ശരിക്കും ചെന്നായൻ. ഈ ചെന്നായിൽ നിന്ന് നമ്മൾ ജീനുകൾ വേർതിരിച്ച് ഈ പട്ടിയെ ഉണ്ടാക്കി, പട്ടിയിൽ നിന്ന് ഇണങ്ങുന്ന പട്ടികളെ ഉണ്ടാക്കി. നിങ്ങൾ ഡോബർമാനെ പോലെയുള്ള പട്ടികളുണ്ട്, റോട്ട് വീലറിനെ പോലെയുള്ള പട്ടികളുണ്ട്. ആ പട്ടികളൊക്കെ ചിലപ്പോൾ ഒരു യജമാനെ മാത്രമേ അനുസരിക്കുകയുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ അതിനെ കൊന്നുകളയണം. അതേസമയം നമ്മുടെ കയ്യിൽ കൊണ്ടു നടക്കാവുന്ന പട്ടികൾ, ഈ പട്ടികളൊക്കെ എങ്ങനെയാണ് നമ്മളിങ്ങനെ പല പല പട്ടികളെ, അത് 150 വർഷം കൊണ്ടാണ് ഈ പട്ടികളിൽ പല പല പട്ടികളെ ഉണ്ടാക്കിയത്. ഈ ചെന്നായകളിൽ നിന്ന് ഇത്രയും പുതിയ പട്ടികൾ തന്നെ വന്നിട്ട് ഒരു പക്ഷേ എത്ര വർഷമായിട്ടുണ്ടോ? ഇതെല്ലാം ചെന്നായകളാണ്, ചെന്നായയുടെ ജീൻ പൂളാണ്. ഇനി കുറെ സാധനമുണ്ട്, യഥാർത്ഥത്തിൽ സമയമില്ലാത്തതുകൊണ്ട് കുറെ. ഐ തിങ്ക് ഐ ഹാവ് ഗിവൺ യു ആൻ ഓപ്പണിംഗ്, ദാറ്റ്സ് ഓൾ. ഹൺഡ്രഡ്സ് ഓഫ് സ്ലൈഡ്സ് അധികം. നിങ്ങൾക്ക് സംശയം ഉള്ളവർക്ക് കൂടുതൽ യൂട്യൂബിൽ കുറേ സ്പീച്ചസ് ഉണ്ടാവും ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അത് കാണാം. അല്ലാതെ പുസ്തകം വായിക്കാം. നിങ്ങൾക്ക് ഒരു ഇന്ററാക്ഷൻ, ഞാൻ സമയത്തിനുള്ളിൽ തീർക്കണമെന്നുണ്ട്, ഒരു ഇന്ററാക്ഷൻ തരികയാണ്. കുറെ സ്ലൈഡ് ഉണ്ട്, അതിന് സമയമില്ല. നീഡ് റിക്വസ്റ്റ് ടു മിനിറ്റ്. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കും കേട്ടോ. അങ്ങനെ ഉണ്ട്. നടത്താം, അവയവങ്ങൾ കൈമാറാം, മനുഷ്യർ. പക്ഷെ സിവിലൈസേഷൻ, സമൂഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ നിലയിലെത്തൂ. മനസ്സിലാകുന്നുണ്ടോ? അല്ല, നമുക്ക് പ്രത്യേകിച്ച് നമ്മളെ ഉണ്ടാക്കിയതൊന്നുമല്ല. നമ്മൾ പുറകോട്ട് പോകുമ്പോൾ നമ്മൾ ഇതേ കണക്ക് ജീവിച്ചിരുന്നവരാണ് നമ്മൾ എന്ന് മനസ്സിലാക്കുക. കുറുക്കന്റെ കൂടെയോ ചെന്നായുടെ കൂടെയൊക്കെ വളരുന്ന കുട്ടികളുണ്ട്. ഈ കുട്ടികൾ ശരിക്കും പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചെന്നായെ പോലെയോ കുരങ്ങനെ പോലെയോ പട്ടിയെ പോലെയൊക്കെയുള്ള ബിഹേവിയർ ആയിട്ടാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന ഉടനെ നിങ്ങൾ എന്തോ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, വിശേഷ ബുദ്ധി തന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് അറിയേണ്ട കാര്യമാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ 2 കാലിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾ 2 കാലിൽ നടത്താൻ പഠിപ്പിച്ചുകൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 കാലിൽ നടക്കുള്ളൂ. മനസ്സിലാകുന്നു? കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിച്ചില്ലെങ്കിൽ ഒരു 10-20 വയസ്സ് കഴിഞ്ഞ് നിങ്ങൾ 2 കാലിൽ നിൽക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഭാഷയുടെ കാര്യത്തിൽ ഒരു 4 വയസ്സിനും 12 വയസ്സിനും ഇടയിൽ നിങ്ങളെ ഭാഷ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഭാഷയും വരത്തില്ല. ഗ്രണ്ടിങ്ങും അലറലും മുരളലും ഒക്കെ ഉണ്ടാവുള്ളൂ. മനസ്സിലാക്കാം? ഇത് ഒരു കുട്ടിയാണ്. ആ കുട്ടി ഇടയ്ക്ക് അമ്മയിൽ നിന്ന് മാതാപിതാക്കൾ വിട്ട് പോയ കുട്ടിയാണ്. ആ കുട്ടി ഇപ്പൊ ഇങ്ങനെ പട്ടിക്കണക്കാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഇച്ചിരി മാറ്റമുണ്ട്, പക്ഷെ എന്നാലും ഒരു തുണിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ വലിച്ചു കീറിക്കളയും. അപ്പൊ നമ്മൾ മൗൾഡ് ചെയ്യാണ്, സിവിലൈസേഷൻ വഴി മൗൾഡ് ചെയ്യപ്പെടുകയാണെന്നാണ്. എനിക്ക് ക്വസ്റ്റ്യൻസ് മുഴുവൻ ശരീരത്തില് ഭയങ്കര രോമമാണ്. ആ രോമം പിന്നീട് പോവാനുണ്ടാവും. നമുക്കൊരു 6 മാസമൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഈ കോക്കീസിനടുത്ത് ചെറിയൊരു വാല് പോലെ ഉണ്ട്. മനസ്സിലായോ? പക്ഷെ ആ വാലിന്റെ ഗ്രോത്ത് പിന്നെ നിൽക്കുകയാണ്. അതായത് നമ്മുടെ ജീൻ പൂൾ എന്ന് പറയുന്നത് 23,000 മുതൽ 28,000 ജീനുകൾ ചേർന്ന ഒരു സമുച്ചയമാണ്, ഒരു കളക്ഷനാണ് നമ്മുടെ ജീൻ. 150-50ഓളം പേർക്ക് ഇങ്ങനെ ബൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് റിവേഴ്സ് ഇവല്യൂഷൻ. നമ്മൾ ഈ പാത പിന്തുടർന്നതാണ്. പക്ഷെ ഈ സാധനം നമ്മുടെ കയ്യിലുണ്ട്. സംതിങ് ലൈക്ക് നാണയം. നിങ്ങൾ പഴയ നാണയങ്ങളും അണകളും കുട്ടുകളും ഒക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടാവും. അതെന്താണ്? അതൊക്കെ നമ്മൾ ഒരിക്കലും ഉപയോഗിച്ചിരുന്നവയാണ്. പക്ഷെ ഇന്ന് അത് എടുത്ത് കൊടുത്താൽ ഗുണമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ ഒരു പൈസ തരുമ്പോ ഈ പഴയ നാണയം എടുത്ത് തരുമോ? ഇല്ല, തരില്ല. പക്ഷെ ഈ പഴയ നാണയങ്ങൾ നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അതുപോലെ നമ്മുടെ ബയോളജിക്കൽ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് നമ്മൾക്ക് ഇതിനുള്ള വാലിനുള്ള ജീനുകളും രോമത്തിലുള്ള ജീനുകളും നമ്മുടെ പിന്നിട്ട പാതകളെ പ്രതിനിധീകരിക്കുന്ന ജീനുകൾ നമ്മളിൽ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് മനസ്സിലായോ? ഈ ജീനുകളൊക്കെ നമ്മളുണ്ട്. അതാണ് പലപ്പോഴും ഈ കുട്ടിക്ക് എങ്ങനെയാണ് വാല് വന്നത്? ഈ കുട്ടിയെ വാല് വന്ന ഉടനെ എന്ത് ചെയ്ത് മതക്കാർ കൊണ്ടുപോയി എന്ത് ചെയ്തു? അത്ഭുതമാണ്, ഹനുമാന്റെ പുനർജന്മമാണെന്ന് പറഞ്ഞുകൊണ്ടെന്ന് കാശുണ്ടാക്കി. അവർക്കൊക്കെ പണി ഇതേ ഉള്ളൂ. അവരൊരു കഥ ഉണ്ടാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് മനുഷ്യൻ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ
അവർ ഉടനെ ആക്കി വിറ്റ് കാശാണ്, പള്ളിയായി, അമ്പലമായി, ഇതായി. അത് പല്ലുള്ള കോഴിയുണ്ടോ? ഇന്നത്തെ കോഴിക്ക് പല്ലുണ്ടോ? ഇല്ല. പക്ഷെ പല്ലുണ്ടാക്കാനായിട്ടുള്ള ജീനുകൾ കോഴിയുടെ ജീൻ പൂളിലുണ്ട്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ജീനുകൾ കോഴിയുടെ ജീൻ പൂളിലുണ്ട്. അത് ബൂട്ട് ചെയ്യാറില്ല സാധാരണഗതിയിൽ. ബൂട്ട് ചെയ്താൽ ഇത് സംഭവിക്കും. അതിന് റിവേഴ്സ് എവല്യൂഷൻ എന്ന് പറയും, പുറകോട്ട് പോകും. അത് തന്നെയാണ് പാമ്പിന് കാല്. പാമ്പ് കാലില്ലാത്ത ജീവിയാണ്. കാല് എല്ലാം ചുരുങ്ങിയാണ് പാമ്പ് പോകുന്നത്. പക്ഷെ പാമ്പ് വരുന്നത് കാലുണ്ടായിരുന്ന ഒരു ഉരക പൂർവികനിൽ നിന്നാണ്. ഉദാഹരണമായിട്ട് പല്ലി നല്ല പാമ്പുണ്ടാവുന്നത്. പല്ലിക്ക് കാലുണ്ടല്ലോ, ഡൈനസോറിന് കാലുണ്ടല്ലോ. അപ്പോ ആ കാലുകൾ ഇല്ലാതെ വന്നപ്പോ എന്ത് ചെയ്യാണ്, അതിന്റെ ശൽക്കങ്ങൾ വെച്ച് അതിങ്ങനെ വളഞ്ഞ് പോവുകയാണ് ചെയ്യും. ഇനി വേറൊരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു, ഈ കൈയുടെ എല്ലാം നിങ്ങൾ സ്ട്രക്ചർ നോക്കുക. ഒറ്റ കൈയാണ്. ഒരു ടെറോഡാക്ടൈലിന്റെ കൈ നോക്കുക, ഒരു ബേർഡിന്റെ കൈ നോക്കുക, ഒരു ബാറ്റിന്റെ കൈ നോക്കുക, ഒരു മനുഷ്യന്റെ കൈ നോക്കുക. ഈ കൈയുടെ എല്ലാ സ്ട്രക്ചർ നോക്കുക. അതിന് ഇപ്പൊ ബാറ്റിന്റെ ആണെങ്കിൽ നമുക്ക് ഓരോരോ കൈയാണ്. ഇതിനകത്തെല്ലാം അള്ളാറുണ്ട്, റേഡിയസ് ഉണ്ട്, കാമ്പറുണ്ട്, എല്ലാത്തിനകത്തുണ്ട്. ഫിംഗേഴ്സ് നോക്കുക, 5 ഫിംഗേഴ്സ് നോക്കുക. കണ്ടോ ഇതെങ്ങനെ ഇതേ കണക്ക് വരുന്നു? എന്തുകൊണ്ട്? മാത്രമല്ല നമ്മളെല്ലാം DNA ആണ്. അപ്പോ കാക്കയിലായാലും പൂച്ചയിലായാലും മനുഷ്യനിലായാലും കുരങ്ങിലെല്ലാം DNA ആണ് അടിസ്ഥാന പദാർത്ഥം. എങ്ങനെ സമാനത വരുന്നു? ഇതെല്ലാം സൂചിപ്പിക്കുന്നത് DNA വെച്ചുള്ള ആദ്യത്തെ ജീവിയിൽ നിന്ന് പരിണമിച്ചു വരുന്നു. ആ സ്ട്രക്ചർ കറക്റ്റ് ആണ്. ഒരു ബാറ്റിന്റെ കൈ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വിരലാണ്. അതിന്റെ ഇടയ്ക്ക് ഈ ശ്ലേഷണ സ്ഥലങ്ങൾ വന്നിട്ട് മെമ്പറൈൻസ് വന്ന് മൂടിയാണ് അതിന്റെ ഇതായി വരുന്നത്. ബാറ്റ്സ് കണ്ടോ? ബാറ്റ്സിന്റെ കാണാൻ കണ്ടോ? ഇതെന്താണ്? 5 വിരലാണത്. 5 വിരലിനിടയിൽ ആണ് ഈ സാധനം വന്നിട്ട് വിരൽ അകന്നു പോവുകയാണ് ചെയ്തത്. കുട പോലെയാവുന്നത്. ഇനി പറക്കൽ എങ്ങനെയാ വരുന്നത്? ആദ്യത്തെ പറക്കൽ എങ്ങനെയാ? ഇതേ കണക്കൊരു എഡ്ജിൽ വന്നിരുന്നിട്ട് അടുത്ത എഡ്ജിലോട്ട് ചാടലാണ്. എങ്ങനെ ചിറകുണ്ടായത്? ഇങ്ങനെ ചാടുന്ന ജീവികൾക്ക് എയറിനകത്ത് കൂടുതൽ സസ്പെൻഡ് ചെയ്യപ്പെടും. അപ്പൊ ആദ്യത്തെ 1% ചിറക്, 1% ചിറകുള്ളപ്പോൾ വലിയ ചാട്ടത്തിൽ നിന്ന് പൊതുവെ ചെറുതായിട്ട് ചാടത്തുള്ളൂ. അപ്പോ ചിലർക്ക് അരച്ചിറക് ഉള്ള ജീവിയുണ്ട്. അരച്ചിറക് ഉണ്ടായിരുന്ന ജീവി ഉണ്ടാവും. അരച്ചിറക് ഉണ്ട്, എന്താ ഗുണം? അതങ്ങ് നശിച്ചു പോകണ്ടല്ലെന്ന് ചോദിക്കാം. അരച്ചിറക് കൊണ്ട് ഗുണമുണ്ട്. എന്താണ്? 49% ചിറകുള്ള ഒരു ജീവിയും 50% ചിറകുള്ള ജീവിയും ഒരിടത്തു നിന്ന് താഴോട്ട് വീണ് കഴിഞ്ഞാൽ 50% ചിറകുള്ള ജീവിക്കായിരിക്കും കുറച്ച് ആഘാതമുണ്ട്. സംശയമുണ്ടോ? ഇല്ല. അപ്പൊ ഈ ചിറകുകളുടെ ഇതിനെ കൂടുതൽ ചിറകുള്ള ജീവികൾ കൂടുതൽ സെലക്ട് ചെയ്യപ്പെടുകയും ആ ജീവികൾക്ക് അവസാനം ഒരു സ്പീഷീസായി പരിണമിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. നിങ്ങൾ ഇത് നോക്കുക. കിലോമീറ്റർ ഡീപ്പായിട്ടുള്ള ടണലുകളിലാണ് ജീവിക്കുന്നത്. അവിടെ യാതൊരു വെളിച്ചവും ഇല്ല. വെളിച്ചമില്ലാത്തതുകൊണ്ട് എന്ത് സംഭവിക്കും? നിങ്ങൾ ഇരുട്ടിലാണ് ജീവിക്കുന്നതെങ്കിൽ കണ്ണെന്തിനാണ്? കണ്ണ് 2 കാര്യങ്ങളാണ്. ഒന്ന്, മൂവ് ചെയ്യാനായിട്ട് കണ്ണ് ആവശ്യമാണ്, ഒബ്ജക്ട്സ് മാറി. 2, പ്രകാശം ഉണ്ടെങ്കിലെല്ലാം കാണാൻ പറ്റൂ. പ്രകാശം ഇല്ലാത്തൊരു സ്ഥലത്ത് നിങ്ങളെ കൊണ്ടിട്ട് എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് നിങ്ങളുടെ കണ്ണ് ഇല്ലാതാവും. അങ്ങനെ ഇല്ലാതായതാണ് ഈ ജീവി. ആ ജീവിയുടെ കണ്ണിന്റെ സ്ഥാനത്ത് പിരികവും കണ്ണും എല്ലാം ഉണ്ട്. പക്ഷെ അത് ബ്ലൈൻഡ് ആണ്. കാരണം അത് പ്രകാശം ഇല്ലാത്ത സ്ഥലത്താണ് ജീവിക്കുന്നത്. കണ്ണിന്റെ ആവശ്യമില്ല. കണ്ണിന്റെ ആവശ്യം ഇല്ലാത്തടത്ത് കണ്ണ് ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പൊ കക്കയ്ക്ക് കണ്ണില്ല. കക്ക സെഡാൻഡറി ആയിട്ടുള്ള ലൈഫ് ഉള്ളതുണ്ട്. പായല്, അതിന് കണ്ണിന് ആവശ്യമില്ല. അതെങ്ങും പോകുന്നില്ല, തന്നെ ഒഴുകി പോകുന്നതല്ല. പറ്റിപ്പിടിച്ചിരിക്കുന്ന ജീവികൾ, അതിന്റെ കണ്ണിന് ആവശ്യമില്ല. മൊബൈലായിട്ടുള്ള ജീവികൾ, പ്രകാശം നിർദ്ധരിക്കുന്ന ജീവികൾക്ക് മാത്രമേ കണ്ണിന്റെ ആവശ്യമുള്ളൂ. നമുക്ക് കണ്ണ് വേണം, പക്ഷേ ഇതിന് കണ്ണ് വേണ്ട. ഇതിന്റെ കണ്ണ് ഉണ്ടായിരുന്നു, പക്ഷെ ഈ താഴെ പോയി ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇതിന്റെ കണ്ണ് ഇങ്ങനെയാണ് പരിണാമം സംഭവിച്ചത്. പറഞ്ഞ മനസ്സിലായി? ഇനി പറക്കാനായിട്ട് ചിറക് വെച്ച് വേണം പറക്കണമെന്നില്ല. ആദ്യത്തെ പറക്കലല്ല, ഗ്ലൈഡിംഗ് ആണ്. ഈ പാമ്പ് പറക്കുന്നുണ്ടോ? കിലോമീറ്റർ, 2 കിലോമീറ്ററൊക്കെയാണ് ഈ പാമ്പ് പറക്കുന്നത്. ഒരു ചിറകില്ല. അപ്പൊ പറക്കലെന്ന് പറഞ്ഞാൽ ചിറകോട് കൂടി തുടങ്ങിയ ഒരു സാധനമല്ല. ആദ്യം ഗ്ലൈഡിംഗ് ആയിരുന്നു, പിന്നെ വിങ്സ് വെച്ച് ഫ്ലാപ്പ് ചെയ്തുള്ള പറക്കലൊക്കെ പിന്നെയാണ് വരുന്നത്. കണ്ണുകൾ നോക്കുക. നിങ്ങളുടെ കണ്ണെങ്ങനെ ഉണ്ടായി? ആരുണ്ടാക്കി? അവനല്ലേ ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിക്കുന്ന മനസ്സിലായി. അവനും ആത്മ അങ്ങനെ ഉണ്ടാക്കിയില്ലേ? നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10-12 തരം കണ്ണുകളുണ്ട്. പറഞ്ഞു മനസ്സിലായി? ഒരു പരുന്തിന് 2 കിലോമീറ്റർ, 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ താഴെയുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ട് ഒരു കോഴിക്കുഞ്ഞിനെ ഒരു പാറ്റയിൽ നിന്നോ ഒരു കിളിയിൽ നിന്നോ കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയും കോഴിക്കുഞ്ഞാണെന്ന്. 2 കിലോമീറ്റർ മേലുന്ന അത്രയ്ക്ക് വലിയ മൈക്രോസ്കോപ്പിക് വിഷനാണ് ആർക്കുള്ളത്? പരുന്തിന്റെ കണ്ണുകൾക്കുള്ളത്.
നമുക്ക് ആ വിഷൻ ഇല്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് അത്രയും ദൂരെ നിന്നൊന്നും ആളുകളെ കാണുക, അങ്ങനെയല്ല നമ്മളുടെ പിതാമഹന്മാരെ അതിജീവിച്ചിട്ടുള്ളത്. നമ്മളുടെ മുൻഗാമികൾ എങ്ങനെയാണോ അതിജീവിച്ചിട്ടുള്ളത്, അതിന് എന്തൊക്കെ ശേഷികൾ വേണോ ആ ശേഷികളെ നമുക്കുള്ളൂ. ഇപ്പൊ പട്ടി മണം, പട്ടിക്ക് ഈവൻ ഈ ചില ആസിഡുകളിലെ ചെറിയ വേരിയേഷൻസ് പോലും കൃത്യമായിട്ട് മണത്തറിയാൻ കഴിയും പട്ടിക്ക്. നമ്മളുടെ 500 ഇരട്ടി കാണാശേഷിയുണ്ട് പട്ടിക്ക്. അത്രയും കാണാശേഷി നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേറെ ഒരുപാട് ശേഷികൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനുണ്ട്. പക്ഷെ പട്ടിക്ക് ഇത് വേണം. ഇതിനെ ആശ്രയിച്ചാണ് പട്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് പട്ടിയുടെ കാണാശേഷി വളരെ കൂടുതലാണ്. ഇപ്പൊ വാവല് ശരിക്കും സൗണ്ട് ഇങ്ങനെ വിട്ടിട്ട് ഒബ്ജക്റ്റുകൾ ചെന്നിട്ട് തിരിച്ചു വരും. എക്കോ ലൊക്കേഷൻ എന്ന് പറയും. അത് ഭയങ്കര ടെക്നോളജിയാണ്, നമ്മൾ ഡെവലപ്പ് ചെയ്തേ ഉള്ളൂ. ആ ടെക്നോളജി നാച്ചുറൽ ആയിട്ടാണ്. എങ്ങനെയാണ് ബാറ്റ് ഇങ്ങനെ പോകുന്ന സൗണ്ട് വിടും, അൾട്രാസോണിക് സൗണ്ട് വേവ്സ്, അത് ഒബ്ജക്റ്റിൽ തട്ടി തിരിച്ചു വരും. അത് പിടിച്ചെടുത്തിട്ട് ആ വസ്തുവിന്റെ രൂപം, അകലം, കട്ടി, ഈവൻ അതിന്റെ കളർ പോലും ഈ ബാറ്റ് മനസ്സിലാക്കും. എക്കോ ലൊക്കേഷൻ ടെക്നോളജി നമുക്കത് ഇല്ല. എത്ര വലിയ ടെക്നോളജിയാണ്. പക്ഷെ നമുക്ക് അതിന് ആവശ്യമില്ല. എന്താണോ ആവശ്യം അതേ ഉണ്ടാവും. അതാണ് നാച്ചുറൽ സെലക്ഷന്റെ പ്രത്യേകത. നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നത് ബുദ്ധിയാണ്, അല്ലെങ്കിൽ ബുദ്ധി ഉണ്ടാകുന്ന രീതിയിലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ ഈ പ്രപഞ്ചം എന്തെങ്കിലും ചോദിക്കാണ്ടോ? പ്ലാന്റ്സ് ചീനി തന്നെ നോക്കണേ, മരച്ചീനി നോക്കണേ, എത്ര തരം മരച്ചീനി, അല്ലെ പായൽ നോക്കണേ, എത്ര തരം പായൽ. ഇതെന്തിനാ ഇത്രയധികം സാധനങ്ങൾ? വെറൈറ്റി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? പല ദിക്കുകളിലേക്കും പരിണമിക്കുന്നതുകൊണ്ട്. ഈ പ്ലാന്റ്സ് ഇപ്പൊ പല പുതിയ നമുക്ക് പരിണാമം വളരെ സിമ്പിളായിട്ട് ഈ പല നെല്ലിനങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ, നെല്ലിനങ്ങൾ. പണ്ടൊക്കെയാണ് എല്ലായിടത്തും പാടമാണ്, പക്ഷെ എല്ലാം കൂടെ കൊയ്തെടുക്കുമ്പോൾ ഇത്രേ കാണത്തുള്ളൂ. അതല്ല, ഇന്ന് ഇഷ്ടം പോലെ അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനങ്ങളാണ്. അത് അവരെ ജനറ്റിക് വെറൈറ്റീസ് നമ്മൾ ഉണ്ടാക്കുകയാണ്. അത് നമുക്കുണ്ടാക്കാൻ കഴിയുമെങ്കിൽ പ്രകൃതിയിൽ തന്നെ ഉണ്ടാകും. മനസ്സിലായി? നമ്മൾ ഇന്ന് കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം യഥാർത്ഥത്തിൽ നമ്മൾ ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ കഴിക്കുന്ന തക്കാളി എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലെ തക്കാളി ഒന്നുമല്ല. പ്രകൃതിയിലെ തക്കാളി എന്നൊക്കെ പറഞ്ഞാൽ ഒരുമാതിരി ഇല്ലേ, എന്താ പറയാ, കണ്ടു കഴിഞ്ഞാല് ഈ സാമ്പാറിനകത്ത് കിടക്കുന്ന തക്കാളി ഉണ്ടല്ലേ, അതേ കണക്കുള്ള തക്കാളിയായിരിക്കും. സാമ്പാറിലൊക്കെ തക്കാളി ഇരിക്കുമല്ലോ, ഉണങ്ങി ചുരുണ്ട്, അതേപോലുള്ള തക്കാളി ആയിരിക്കും. അതുപോലെ തന്നെ ഇതുണ്ടല്ലേ, വെണ്ടയ്ക്ക ബീഡിക്കുറ്റി പോലെ ഇരിക്കുന്ന വെണ്ടയ്ക്കാണ് യഥാർത്ഥ വെണ്ടയ്ക്ക. നമ്മളിത് കൃത്രിമമായിട്ട് നിർദ്ധാരണം ചെയ്ത് അതിന് വലിപ്പവും നിറവും മുഴുപ്പും ഒക്കെ ഉള്ള വെണ്ടയ്ക്കയുടെ കർഷകർ കൃഷി ചെയ്തെടുത്താണ്. ഇപ്പൊ കാബേജ് എന്ന് പറയുന്ന സാധനം പണ്ടുണ്ടായിരുന്നില്ല. കോളിഫ്ലവർ നമ്മൾ പറയുന്ന സാധനം, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്താണ്. കഴിഞ്ഞ 100 വർഷം ഉണ്ടാക്കിയെടുത്ത സാധനമാണ്. നമ്മളിപ്പോ ആപ്പിൾ യഥാർത്ഥ ആപ്പിളാണോ? അല്ല, നമ്മൾ ഉണ്ടാക്കിയ ആപ്പിളാണ് നമ്മൾ കഴിക്കുന്നത്. ഈ പ്രകൃതിയിൽ യഥാർത്ഥത്തിൽ ഉണ്ടായ സാധനമൊന്നും അല്ല ഇതൊന്നും. നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി കർഷകര് അവരറിയാതെ തന്നെ നിർദ്ധാരണം ചെയ്തു. അവരറിയുന്നില്ല അവർ ജീൻ പൂളുകൾ വേർതിരിച്ചെടുക്കുകയാണ്. ഇപ്പൊ പട്ടികളെ ഉണ്ടാക്കുന്ന പല പട്ടികളെ ഉണ്ടാക്കുന്ന ഈ ബ്രീഡേഴ്സ് ഒന്നും അറിയത്തില്ല, അവർ ജീൻ പൂൾ ഇങ്ങനെ മാറ്റിയെടുക്കുകയാണ്. അവർ ആക്ച്വലി ചെയ്യുന്നത് അത് തന്നെയായിരുന്നു. ഓരോ ഗുണത്തിനും ഓരോ സ്വഭാവത്തിനും വേണ്ടിയുള്ള ജീൻ പൂളുകൾ മാറ്റിയെടുക്കുകയായിരുന്നു. പക്ഷെ അവർക്ക് അറിയുന്നില്ല. ദേ ആർ ഡൂയിങ് ദ റൈറ്റ് തിങ് വിത്തൗട്ട് നോയിങ് വാട്ട് ദേ ആർ ഡൂയിങ്. മനസ്സിലായോ? അപ്പം ചെടികൾ ഒരുപാട് പുതുതായിട്ട് വരുന്നുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന പ്ലാന്റേഷൻസ് അല്ല ഇപ്പോൾ ഉള്ളത്. അതിന്റെ വെറൈറ്റീസ് ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. അതിനകത്ത് പരിണാമങ്ങൾ സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. മനുഷ്യർക്കും പരിണാമം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ മനുഷ്യൻ പരിണാമം ബ്ലോക്ക് ചെയ്യുന്നു. ഇപ്പോ വീണ്ടും നമുക്ക് തുമ്പിക്കയുള്ള ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് നമ്മൾ ഉടനെ പ്ലാസ്റ്റിക് സർജറി ചെയ്യുകയോ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യും. എന്ത് അനോമലീസ് ഉണ്ടെങ്കിലും നമ്മൾ കറക്റ്റ് ചെയ്യാനും ചെയ്യും. ഈ അനോമലീസിൽ പലതും അടുത്ത ഒരു ജനറേഷനിലേക്ക് പോകാം. മനസ്സിലായില്ലേ? അത് പ്രകൃതിയിൽ വൈൽഡിൽ അത് നടന്നിരുന്നു, ഇപ്പൊ നടക്കുന്നില്ല. കാര്യം നമ്മൾ ബ്ലോക്ക് ചെയ്തു. മനസ്സിലായോ? നമ്മളെ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളുടെ എല്ലാ രീതിയിലും നമ്മളുടെ ഇപ്പൊ ആഹാരം നമ്മുടെ പരിസ്ഥിതി അനുസരിച്ചാണ് നമ്മൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. നമ്മുടെ ഇവല്യൂഷൻ ബ്ലോക്കേഴ്സ് കൂടിയാണ്. ദേ ആർ ആക്ച്വലി ബ്ലോക്കിംഗ് അവർ എവല്യൂഷൻ ബൈ യൂസിങ് മെഡിസിൻ, ഫോർ എക്സാമ്പിൾ തെറാപ്പീസ്. മനസ്സിലായോ? ടെക്നോളജി നമ്മളായിട്ട് തന്നെ നിലനിൽക്കാനായിട്ട് ശ്രമിക്കുന്നത്. മറ്റു ജീവികളിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവല്യൂഷൻ ഒരു ലോങ് സ്കെയിലിൽ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. മോനെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരു 10 വർഷം 20 വർഷം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ധാരണയുണ്ട്. 50 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയ ധാരണ. 100 വർഷം എന്ന് പറഞ്ഞാൽ ചുമ്മാ 100 വർഷം മുമ്പ് നമുക്കൊരു ധാരണ തന്നെ യഥാർത്ഥം ഇല്ല. നമ്മൾ ചുമ്മാ അവരെ പൂജിയിട്ട് കളിക്കാൻ 1000 വർഷങ്ങൾക്ക് മുമ്പ് എന്താ ഒന്നും അറിയില്ല. 10,000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ തലച്ചോറിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം സ്കെയിൽ അല്ല ഈ 10,000 വർഷം. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ വെറുതെ 10,000 വർഷങ്ങൾക്ക് മുമ്പ് എന്നൊക്കെ പറഞ്ഞ് ഉത്തരവിടും. പക്ഷെ 10,000 വർഷമൊന്നും യഥാർത്ഥത്തിൽ എത്ര ഉണ്ട് എന്ന് നിർദ്ധരിക്കാനായിട്ടുള്ള ഒരു ടൈം സെൻസ് നമ്മുടെ മസ്തിഷ്കത്തിനില്ല. അവിടെയാണ് ലക്ഷക്കണക്കിന് പറഞ്ഞത്, ലക്ഷക്കണക്കിന് ഉമ്മാതെ പൂജ്യമായിട്ട് കളിക്കുക. ഇവല്യൂഷൻ ഈസ് ഹാപ്പനിങ് ഇൻ ദാറ്റ് ലോങ് പ്രൊഫൗണ്ട് ഡീപ് സ്കെയിൽ.
ആ ടൈമിന്റെ ആ സ്കെയിൽ അത് നമുക്ക് അറിയാത്തതാണ്. നമ്മൾ പെട്ടെന്ന് ഇവല്യൂഷൻ വിശ്വസിക്കാൻ നമുക്കൊരു പ്രയാസമുണ്ട്. It will happen. If it is artificially happens, it would definitely happen in the natural way. If you give time, time is very important. ചെടികളിലൊക്കെ ഉണ്ടാകും. പണ്ടുള്ള ആദ്യത്തെ ചെടി വെറും പായലാണ്. ആദ്യം 40 കോടി വർഷങ്ങളിൽ വെറും പായലുകൾ മാത്രമാണ്. ഇന്ന് വലിയ വലിയ റെഡ്വുഡ് ട്രീകൾ തൊട്ട് എന്തെല്ലാം ചെടികളുണ്ടായിരുന്നു. ജീവികളാണ്. ഓസ്ട്രിച്ച് എന്ന് പറയുന്ന ജീവി എങ്ങനെയാണ് തറയിലായിപ്പോയത്? അതിന്റെ നീച്ച് കാരണം. തറയിൽ ആഹാരം കിട്ടുന്നതുകൊണ്ട് അത് പറക്കൽ നിർത്തി. ഒട്ടക പക്ഷി പറക്കൽ നിർത്തിയപ്പോൾ എന്ത് ചെയ്തു? അതിന്റെ ചിറകുകൾ യൂസ്ലെസ് ആയി. ചിറകുകൾ ഇപ്പോഴും ഉണ്ട്, അത് ബാലൻസിനായിട്ട് ഉപയോഗിക്കും. പറക്കാന്ന് പറഞ്ഞത് അതിന്റെ കാലുകൾ ശക്തമാണ്. ഒട്ടക പക്ഷിയുടെ ഒറ്റ ചവിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാ ആളുകളും വീടെടുക്കുമെന്ന് പറയും. ഞാൻ വീടെടുക്കുന്നത്, ഞാൻ മാറിക്കളയും. അത്ര ശക്തമായ കാലാണ് ഒട്ടക പക്ഷികൾ. അതെങ്ങനെയാണ്? അതിന്റെ ഓട്ടത്തിൽ നിന്ന് തൊഴിയെന്ന് പറഞ്ഞാൽ ഭയങ്കര അതൊരു പക്ഷിയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അതിന്റെ നീച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ ആവാസ പരിസ്ഥിതി, അതിന്റെ ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ് ഉണ്ട്, എമു, കിവി, ഇതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ പണ്ടുള്ള പക്ഷികൾ എന്തുകൊണ്ടാണ് ഇന്ന് ഓട്ടക്കാരായി മാറിയത്, നടത്തക്കാരായി മാറിയത്? ഇതാണ് ഇവല്യൂഷൻ. സിംപ്ലി ചിറകുണ്ട് പക്ഷെ പറക്കുന്നില്ല. അപ്പൊ വേറൊരാൾ ചിറകുണ്ടാക്കി, അവൻ ചിറകുണ്ടാക്കി കൊടുത്തെങ്കിൽ പറക്കട്ടല്ലേ? ഇതെല്ലാം ഒരുത്തൻ ബുദ്ധിപൂർവമായി നിനക്ക് ചിറകുണ്ടാകട്ടെ എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ അവൻ പറക്കട്ടെ അല്ലേ? ചിറകുമായിട്ടുള്ളത് നടക്കുന്നു. ഇവൻ മണ്ടനാ ഇതെല്ലാം തനിയെ. ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ വി ഡോണ്ട് നീഡ് എനി ഏജന്റ്. ഒരു കസേര മാമന്റെ ആവശ്യമില്ല. അത് പരിണാമത്തിന് ആവശ്യമില്ല, ഈ പ്രപഞ്ചത്തിന് ആവശ്യമില്ല. അങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ബുദ്ധിമാന്ദ്യം സംഭവിക്കുന്നല്ലാതെ പ്രത്യേകിച്ച് പെട്ടെന്ന് കിട്ടുന്ന ഉത്തരങ്ങളിൽ വിശ്വസിക്കരുത് മക്കളെ. ആരെങ്കിലും ഒരു പെട്ടെന്ന് ഒരു ഉത്തരം എടുത്തു തരികയാണ്, അതിൽ വിശ്വസിക്കരുത്. അത് നിങ്ങളുടെ ബുദ്ധിമാന്ദ്യത്തിന്റെ കലാശിക്കും. ഇത് ആരുണ്ടാക്കിയെന്ന് വെച്ചാൽ ഒരാളിൽ നിന്ന് ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉത്തരവല്ല. മനസ്സിലായില്ലേ? പണ്ട് വിയറ്റ്നാം കോളനിയിൽ ശങ്കരാടി മോഹൻലാലും ഇന്നസെന്റൂടെ ഇങ്ങനെ വീട് തേടി നടക്കും. വീട് കിട്ടുന്നില്ല. അപ്പൊ വിയറ്റ്നാം കോളനിയിൽ നിന്ന് പുറത്തു പോകണമെന്ന് അവരുടെ ആഗ്രഹം. അങ്ങനെ ശങ്കരാടി ഇങ്ങനെ ചങ്ങലയിട്ട് കെട്ടിയിരിക്കാം. പുള്ളി അവരെ വിളിക്കും, നിങ്ങളിലേക്ക് വാ, നിങ്ങൾക്ക് എന്താ വേണ്ട? വീടാണ്. നിങ്ങൾക്ക് വീട് ഞാൻ തരാം. നിങ്ങൾക്കറിയാം ഇവിടെ ഉള്ള മുഴുവൻ സ്ഥലങ്ങളും യഥാർത്ഥത്തില് ഇന്നാരുടെയാണ്. അതിന്റെ മുഴുവൻ രേഖകൾ എന്റെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് കാണണമെന്ന് ചോദിച്ചു. അത് മോഹൻലാൽ പറയും കാണാം. എന്നിട്ട് ശങ്കരാടി പറയും അത് ഇതാണ് ആ രേഖ, കൈരേഖ. അതേപോലെ ഒരു രേഖയാണ് എല്ലാത്തിനും ഒരാൾ ഉണ്ടാക്കിയിട്ടുള്ള രേഖ. ഇതാണെങ്കിൽ യൂസ്ലെസ് ആയിട്ടുള്ള ഉത്തരവാണ്. ഇറ്റ് ഇസ് നോട്ട് ആൻ ആൻസർ, ഇറ്റ് ഇസ് നോട്ട് ഈവൻ എ സ്യൂഡോ ആൻസർ. അത് നമ്മളെ യഥാർത്ഥത്തിൽ എന്താണ്? നെഗറ്റീവ് വേ ഓഫ് തിങ്കിങ്. നമ്മൾ ഇത്തരം പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളിൽ വിശ്വസിച്ച്, പഴകിയ പുസ്തകങ്ങളിൽ കിട്ടുന്ന സാധനങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു. മനുഷ്യൻ, നിങ്ങൾ ഗീവ് യുവർ ബ്രെയിൻ എ ചാൻസ്. നിങ്ങളുടെ തലച്ചോറിന് ഒരു ചാൻസ് കൊടുക്കും. അത് വെറുതെ നശിപ്പിക്കരുത്. ഈ ജരാവാസ് ജീവിക്കുന്നവരും ജീവിക്കില്ല. ജരാവാസിനും ദൈവമൊക്കെ ഉണ്ട് കേട്ടോ. അവരും അവിടെ കൊണ്ടുവന്ന് എന്റെ ഭയങ്കര ബഹളവും നൃത്തവും ഇതൊക്കെയാണ്. ആ ദൈവത്തെ പ്രതിപ്പെടുത്താനായിട്ട് അവർ പട്ടിണി ഇറക്കൊക്കെ ചെയ്തു. നിങ്ങളത് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. നിങ്ങൾക്കും ഉണ്ടാവും കുറച്ച്. അത് അവരും ചെയ്യുന്നില്ല, അവർക്കും കുഴപ്പമില്ല. Simply keep your brain open and give it a chance. Okay? Any other questions? Yes. Come on, I cannot hear you. Let's go. തിയറി വെച്ച് പറയാകുമ്പോഴത്തേക്കും ആ തിയറി വാലിഡ് എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോ ഒരിക്കലും ഒരു ജീവി ജീവിക്കുന്ന സർക്കംസ്റ്റാൻസസ് അയാളുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയും. അപ്പോഴത്തേക്കും ഇതിൽ കണ്ട ഒരു ക്യാറ്റ് ടണൽസിന്റെ അടിയിൽ ജീവിക്കുന്നതിന് കാഴ്ചയില്ലെന്ന് പറയും. കണ്ണുണ്ട്, പക്ഷേ അത് ജീവിക്കുന്ന സർക്കംസ്റ്റാൻസസ് കൊണ്ടല്ലേ അതിന് ലൈറ്റ് കാണുന്നുണ്ട്, അതുകൊണ്ട് അതിന് കാഴ്ചയില്ലെന്ന് പറയും. പക്ഷേ ലാൻഡ് മാർക്കിന്റെ തിയറി അദ്ദേഹം പറഞ്ഞത് സ്നേക്സിന് മുമ്പ് റെപ്റ്റൈൽസിന് കാലുണ്ടായിരുന്നു, പിന്നെ അതിന് നടക്കേണ്ട ആവശ്യമില്ല, എഴഞ്ഞു തുടങ്ങിയോട് കാല് ക്രമേണ പോയെന്നാണ്. അപ്പോൾ അത് തെറ്റാന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഈ കണ്ണുണ്ട്, അതിന് കാഴ്ചയുടെ ആവശ്യമില്ലാത്തതാണ് കണ്ണ് പോയെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ശരിയെന്നായത്? ജീവികളിലും അപ്പോൾ നമ്മളിൽ ആ ജീൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ആ ജീൻസ് ഡെവലപ്പ് ചെയ്താൽ പഴയ അവരുടെ ക്യാരക്ടേഴ്സ് നമ്മളിൽ ഒക്കുപൈ ചെയ്യാൻ പറ്റത്തില്ലേ? യൂസ് ആൻഡ് ഡിസ്യൂസ് വഴി ഒരു പുതിയ അവയവം ഉണ്ടാകുന്നു. അപ്പോൾ ഞാൻ ഈ കണ്ണ് എങ്ങനെയാണ് അന്ധമായത് എന്ന് പറയും. അപ്പൊ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ പറയാതിരുന്ന കാര്യമുണ്ട്. നമ്മൾ ഇവല്യൂഷന്റെ ഏജൻസ് എന്ന് പറയുന്നത് മ്യൂട്ടേഷൻ ആണ് പ്രധാനം. പിന്നെ ക്രോമോസോം ഡ്രിഫ്റ്റ് ഉണ്ട്, അങ്ങനെ കുറെ സാധനങ്ങൾ. അതായത് നമ്മുടെ ആന്തരികമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ നാച്ചുറലി സെലക്ട് ചെയ്യപ്പെടുകയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോ
ധ്രുവ പ്രദേശങ്ങളിലുള്ളവർക്ക് കട്ടിയുള്ള തൊലിയും രോമങ്ങളും ഉണ്ടാകാൻ കാരണം എന്ത് എന്ന് ചോദിക്കുമ്പോൾ തണുപ്പാണല്ലോ, എന്നാൽ ഇച്ചിരി കട്ടിയുള്ള തൊലിയും രോമങ്ങളും ഉണ്ടാക്കി കളയാം എന്നവർ തീരുമാനിക്കുന്നത് കൊണ്ടല്ല. മറിച്ച് എന്താണ്, ധ്രുവ പ്രദേശങ്ങളിലുള്ള മനുഷ്യരിൽ അല്ലെങ്കിൽ ജീവികളിൽ രോമങ്ങളെ ഇല്ലാത്ത ജീവികളുണ്ടാവും, ചെറിയ രോമങ്ങളുള്ള ജീവികളുണ്ടാവും, കട്ടി കൂടിയ രോമങ്ങളുള്ള ജീവികളുണ്ടാവും. അതിന്റെ ജനറ്റിക് വേരിയേഷൻ, എല്ലാ പോപ്പുലേഷനിലും ജനറ്റിക് വേരിയേഷൻസ് ഉണ്ട്. അതിലെന്താ സംഭവിക്കുന്നത്, കട്ടി കൂടിയ തൊലിയുള്ള രോമങ്ങളുള്ള ജീവികൾക്ക് അതിജീവനത്തിന്റെ കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അവർക്കൊരു മുൻതൂക്കം കിട്ടും, അവർക്ക് കൂടുതൽ തടിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, മറ്റുള്ളവ സ്വാഭാവികമായി തള്ളപ്പെടും. ഈ കട്ടി കൂടിയ തൊലിയും കട്ടി കൂടിയ രോമങ്ങളും ഉള്ള ജീവികൾ നാച്ചുറലി സെലക്ട് ചെയ്യപ്പെടുകയും പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ അവരും അവരുടെ അനന്തര തലമുറകളുമായി വരുമ്പോൾ ധ്രുവ പ്രദേശത്തുള്ള ജീവികൾക്കെല്ലാം ഇഷ്ടംപോലെ ഫേറും ഇഷ്ടംപോലെ നല്ല കട്ടിയുള്ള തൊലിയും ആയി വരികയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതിനെന്താണ് നാച്ചുറലി സെലക്ടഡ്. ബിക്കോസ് രണ്ട് കാര്യങ്ങളവിടെ, ആന്തരികമായ മാറ്റം, ആന്തരിക മാറ്റം പുറത്തുള്ള മാറ്റത്തിനനുസരിച്ച് മാറുന്നതല്ല, അങ്ങനെ മാറ്റം ഉണ്ടായവയെ ബാഹ്യമായി സെലക്ട് ചെയ്യപ്പെടും. അപ്പൊ ഈ തണുപ്പ് കൂടിയ സ്ഥലത്ത് ഈ കട്ടി കൂടിയ തൊലിയും ഈ രോമങ്ങളും ഉള്ള ജീവികൾ സെലക്ട് ചെയ്യപ്പെടുകയാണ്. ആ ജീവികൾ അതനുസരിച്ച് ഉണ്ടാക്കിയതല്ല, ആ വേരിയേഷനിൽ സെലക്ട് ചെയ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ആ ജീവികൾ അങ്ങനെ മാറ്റിയത് കൊണ്ടല്ല. അപ്പൊ സെലക്ട് ചെയ്യപ്പെടാൻ കാര്യം എന്താണ്, തണുപ്പ്. മനസ്സിലാകും? റാൻഡം വേരിയേഷൻ ആൻഡ് നോൺ റാൻഡം സെലക്ഷൻ, ഇതാണ് അതിന്റെ അർത്ഥം. റാൻഡം ആയിട്ടുള്ള അനിയതമായിട്ടുള്ള വേരിയേഷൻസ്, നോൺ റാൻഡം നിയതമായിട്ടുള്ള സെലക്ഷൻ. നിയതമായ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തണുത്ത കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു നിയതമായ സാധനമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം. വേറെ രസം പറഞ്ഞു, നിങ്ങൾ അരിപ്പ കണ്ടിട്ടുണ്ട്? അരിപ്പയിൽ മണലിട്ടായിരിക്കുന്നു. അരിപ്പയിൽ വലിയ കണ്ണങ്ങളാണ് ഉണ്ടെന്നിരിക്കുന്നത്, വലിയ കണ്ണങ്ങളാണ് ഉണ്ടെന്നെങ്കിൽ മിക്കവാറും മണലെല്ലാം താഴെ പോകും. ഈ കണ്ണികളുടെ വലിപ്പം കുറച്ച് വരികയാണെങ്കിൽ വളരെ അവസാനം പഞ്ചസാര പോലെ വരും, അല്ലേ? അപ്പോ ഈ മൊത്തം മണ്ണ് ആദ്യം നമ്മൾ ഇടുകയാണെങ്കിൽ അരിപ്പ വലുതാണെന്നുണ്ടെങ്കിൽ എല്ലാം താഴെ കിട്ടും. അരിപ്പ ചെറുതാണെന്നനുസരിച്ച് അത് വളരെ ചെറിയ ചെറിയ തരികൾ മാത്രമേ കിട്ടുള്ളൂ. അരിപ്പ പൂർണ്ണമായി അടഞ്ഞു കഴിഞ്ഞാൽ ഒരു തരിയും കിട്ടത്തില്ല, എക്സ്റ്റിങ്ഷൻ. മനസ്സിലാകും? ആ ജീവി ഒരു ജീവിയും അതിജീവിക്കും. ഇതേ കണക്കാണ് നമ്മൾ മാറ്റം ഉണ്ടാവുന്നുണ്ട്. ആ മാറ്റം സെലക്ട് ചെയ്യാനായിട്ട് പുറത്ത് നോൺ റാൻഡം ആയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. ഈ മ്യൂട്ടേഷന്റെ കാര്യം പറഞ്ഞാണ് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ധ്വനി, ഐ ലൈക്ക് യുവർ ക്വസ്റ്റ്യൻ. ഞാൻ ഈ ക്ലാസ്സിൽ പറയാൻ നിങ്ങൾക്ക് പിടി കിട്ടുമോ എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ മ്യൂട്ടേഷൻസ് പ്രധാനമായിട്ടും 99% മ്യൂട്ടേഷൻസ് നമുക്ക് വേണ്ടതല്ല, അൺവാണ്ടഡ് മ്യൂട്ടേഷൻസ്. ലെസ് ദാൻ 1% മ്യൂട്ടേഷൻസ്. മ്യൂട്ടേഷൻസ് 3 തരമുണ്ട്: അൺവാണ്ടഡ് മ്യൂട്ടേഷൻസ് ഓർ ഡെലിറ്റീരിയസ് മ്യൂട്ടേഷൻസ്. 2 ന്യൂട്രൽ മ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ ആ മ്യൂട്ടേഷൻ കൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല, ഗുണവുമില്ല, ദോഷവുമില്ല. 3ാമതാണ് ഡെലിറ്റീരിയസ് അല്ലെങ്കിൽ ഡെട്രിമെന്റൽ മ്യൂട്ടേഷൻസ്. ഫേവറബിൾ മ്യൂട്ടേഷൻസ്, ന്യൂട്രൽ മ്യൂട്ടേഷൻസ്, ഡെട്രിമെന്റൽ മ്യൂട്ടേഷൻസ്. 3 തരം മ്യൂട്ടേഷൻ. എന്താ മ്യൂട്ടേഷൻ? ഒരു വസ്തുവിന്റെ കോപ്പി എടുക്കുമ്പോൾ ആ ജനിതക വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ചില വ്യതിയാനങ്ങൾ, അതാണ് ഇപ്പൊ ക്യാൻസർ പോലും ഒരു മ്യൂട്ടേഷൻ. ഇപ്പൊ കരളിലുള്ള കോശങ്ങളെല്ലാം കരളിന്റെ ആ പിത്തരസം ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ അതിന്റെ. പിത്തരസമൊക്കെ ഉണ്ടാക്കാത്ത ഒരു കോശം വന്നെന്നിരിക്കട്ടെ, അത് കരളുമായി യോജിച്ച് പോവില്ല, അതൊരു മ്യൂട്ടേഷൻ വഴിയാവാൻ വരെ ഒരു വ്യതിയാനം. നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുക്കില്ലേ? അപ്പൊ കുറെ കോപ്പി എടുക്കുമ്പോൾ ഒരു കോപ്പി മോശമായി പോവില്ല, ഒരക്ഷരം മാറിപ്പോയാൽ മതി. നിങ്ങൾക്കറിയാം, ന്യൂക്ലിയോടൈഡ്സ്, ലെറ്റേഴ്സ്, അത് ഒരു അക്ഷരം ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എടുക്കുന്ന കോപ്പികളെല്ലാം പോകും. ടൈപ്പിംഗ് എറർ പോലെ തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുന്ന മ്യൂട്ടേഷൻസ് 99% നമുക്ക് നമുക്ക് വേണ്ടതല്ല. അതുകൊണ്ട് നമ്മുടെ ബോഡിക്ക് ഒരു പ്രതിരോധ വ്യവസ്ഥയുണ്ട്. എന്താ അറിയോ? മ്യൂട്ടേഷൻസ് എല്ലാം തട്ടിക്കളയണം. മൊത്തം മ്യൂട്ടേഷൻ അടിച്ചു കളയാനായിട്ടുള്ള ഒരു പ്രോട്ടീൻ വ്യവസ്ഥ നമ്മുടെ ബോഡിയിലുണ്ട്. അതുകൊണ്ട് മ്യൂട്ടേഷൻസ് ഒന്നും വെച്ചേണ്ടിരിക്കില്ല മോശമാണെങ്കിൽ. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഇതേ കണക്കിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ കണ്ണില് നിരന്തരമായ മ്യൂട്ടേഷനുകൾ സംഭവിക്കുന്നുണ്ട്. കണ്ണ് മാറിക്കൊണ്ടിരിക്കല്ലേ? കഴിഞ്ഞ മാസമുള്ള കണ്ണല്ലല്ലോ ഈ മാസം ഉള്ളത്. അതിനകത്തെ കോശങ്ങളെല്ലാം പുതിയ കോശങ്ങളാണ്. അപ്പൊ മ്യൂട്ടേഷൻസും അതിന്റെ കൂടെ വരാം. മനസ്സിലായോ? കോപ്പി എടുക്കുമ്പോൾ മ്യൂട്ടേഷൻസും വരാം. പക്ഷെ ആ വേണ്ടാത്ത മ്യൂട്ടേഷൻസ് എല്ലാം തട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താണ്? അതെല്ലാം ഡിലീറ്റീരിയസ് മ്യൂട്ടേഷൻസ് ആണ്. ഇനി ബാക്കി 1% മ്യൂട്ടേഷൻ ഉണ്ട്. ന്യൂട്രൽ മ്യൂട്ടേഷൻ ആണ്, പക്ഷെ അതിന് ദോഷമില്ല, ഗുണമില്ല, അതിനെ ഒന്നും ചെയ്യില്ല ഈ വ്യവസ്ഥ, അതവിടെ നിലനിൽക്കും. പിന്നീട് ബാക്കി വരുന്ന എന്താണ്? ഫേവറബിൾ മ്യൂട്ടേഷൻ, കണ്ണിന് ഗുണകരമായ മ്യൂട്ടേഷൻസ്. കണ്ണിന് വെച്ചാൽ കാഴ്ചശക്തി കൂട്ടാൻ സഹായിക്കുന്ന മ്യൂട്ടേഷൻസ്, അത് സസ്റ്റെയിൻ ചെയ്യും. ഇതാണ് നമ്മൾ, അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും കണ്ണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മോഡറാറ്റിന്റെ കാര്യത്തിൽ എന്താ സംഭവിക്കുന്നത്? അത് ഇരുട്ടിലാണ്. അതിന്റെ കണ്ണിൽ മ്യൂട്ടേഷൻസ് ഉണ്ടാവുന്നുണ്ട്. 99% മ്യൂട്ടേഷൻസും ഡെലിറ്റീരിയസ് ആണോ? അതിന് ഡെലിറ്റീരിയസ് അല്ല. കാര്യം അത് ഇരുട്ടിലാണ്, അതിന് കണ്ണ് വേണ്ട. അപ്പൊ ആ ഡെലിറ്റീരിയസ് മ്യൂട്ടേഷൻസ് എല്ലാം കൺസോൾട്ടേറ്റ് ചെയ്യും.
കൺസോൾട്ടേറ്റ് ചെയ്തോ അതിന്റെ കണ്ണ് മുഴുവൻ അടഞ്ഞു പോവുകയോ അതിന്റെ ശേഷി നഷ്ടപ്പെടുകയോ ചെയ്യും. കാര്യം ഇരുട്ടിലായ ആ ജീവിക്ക് അതിനകത്തുണ്ടാകുന്ന പ്രതികൂല മ്യൂട്ടേഷൻസ് ഒരു അനുകൂലം പോലെയാണ്. കാരണം അതിന് കണ്ണ് വേണ്ട. കണ്ണ് വേണ്ടാതെ വരുമ്പോൾ മ്യൂട്ടേഷൻ അനുകൂലമായി. ആ പ്രോസസ്സിലൂടെയാണ് ജീവിക്ക് കാലക്രമേണ കണ്ണ് നഷ്ടപ്പെടുന്നത്. അത് വെളിച്ചത്തിലാണെങ്കിൽ അത് സംഭവിക്കില്ല. ഈ ഡെലിറ്റീരിയസ് മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ മോശമായ മ്യൂട്ടേഷൻസ് അപ്പപ്പോൾ നീക്കം ചെയ്യും. അതായത് ഒരു വീതിയിലൂടെ റോഡിൽ നിന്ന് മഞ്ഞ് നമ്മൾ രാവിലെ ഗതാഗതത്തിനായിട്ട് മാറ്റി കൊടുക്കുന്നത് പോലെ റെഡി ആയിക്കൊണ്ടിരിക്കും. അതാണ് ആദ്യ ചോദ്യത്തിന്റെ. ഇതാണ് നോൺ റാൻഡം സെലക്ഷൻ ആൻഡ് റാൻഡം മ്യൂട്ടേഷൻ. രണ്ടാമത്തെ എന്താണെന്ന് ചോദിച്ചത്? What is the second question? ധ്വനി എന്തായിരുന്നു രണ്ടാമത് ചോദിച്ചത്? ജസ്റ്റ് തിരിച്ചു പോകാൻ പറ്റില്ല. തിരിച്ചു പോകാൻ പറ്റുമോ എന്നുള്ള ചോദിച്ചു അല്ലേ? അതെ അതെ അതെ. അതായത് ഞാൻ പറഞ്ഞു നമ്മളുടെ ഈ പിന്നിട്ട് വന്ന കൈത്താരകളിലെല്ലാം ഉള്ള പല ക്വാളിറ്റീസും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ളതാണ് ധ്വനി ചോദിച്ചത്. ആക്സിലോട്സ് എന്ന് പറയുന്ന ഒരു ജീവികൾ, ആക്സിലോട്സ് ഞാനിപ്പോ ട്രാൻസ്ലേറ്റ് ആ പുസ്തകം ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ആക്സിലോട്സിന്റെ ചില വാൽമാക്രിയുടെ ചില പല പല 1-2 ഹോർമോൺ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആക്സിലോട്ടുകൾക്ക് വാൽമാക്രികളുടെ ഒരിക്കൽ അത് ഉപേക്ഷിച്ച ഗുണങ്ങൾ തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന് എക്സ്പെരിമെന്റലായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആക്സിലോട്ടിന് ആ കഴിവുകളില്ല. പക്ഷെ അതിന്റെ പിൻഗാമികൾക്ക് ഉണ്ടായിരുന്ന ഒരു കഴിവ്, അത് 1-2 ഹോർമോൺ ഇഞ്ചക്ഷൻ വഴി അത് തിരിച്ചു പിടിക്കുന്നു. പറഞ്ഞ മനസ്സിലായി? അങ്ങനെ സാധിച്ചിട്ടുണ്ട്. അത് സൂചിപ്പിക്കുന്നത് നമ്മൾക്ക് പലപ്പോഴും നമ്മളിലുള്ള പല ക്വാളിറ്റീസും നമുക്ക് ജനിതക വ്യതിയാനത്തിലൂടെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇറ്റ് കുഡ് ഹാപ്പൻ ബിക്കോസ് വി ഹാവ് ഇറ്റ് എന്ന് തന്നെയാണ് ഇവല്യൂഷന്റെ ഒരു പൊതു സ്പെക്ട്രത്തിൽ അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. അങ്ങനെ ഒരു ജീവിയെ എത്ര എണ്ണത്തെ തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട്, തിരിച്ചു പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് വേറെ ചോദ്യം. പക്ഷേ ആസ് പെർ തിയറി യു കുഡ് ഏബിൾ ടു ഡു ദാറ്റ് ഇഫ് യു ആർ. അത് ബൂട്ട് ചെയ്യണം, അത് ഉണർത്തണം. അല്ലെ, നിങ്ങളൊരു കഴിവ് ഉണ്ടായിരുന്നു, അത് ഒരാൾ തട്ടി ഉണർത്തി എന്നൊക്കെ പറയത്തില്ലേ അല്ലേ? ചിലപ്പോൾ നിങ്ങളൊരു വലിയ പെയിന്റർ ആയിരിക്കും, അത് ഒരാളെ നിന്ന് തട്ടി ഉണർത്തത്, കുറ്റിക്കൊന്ന് അടി തന്നാണോ? അല്ല, നമ്മളിലുള്ള നമ്മളെന്താണെന്ന് നമ്മളറിയില്ല. നമ്മളൊരു അനന്ത സാധ്യതയാണ്. വി ആർ ആക്ച്വലി ഇമ്മൻസ് പോസിബിലിറ്റി, അൺബിലീവബിൾ പൊട്ടൻഷ്യൽ വി ആർ ഹാവിങ്. അത് പലപ്പോഴും ശാരീരികമായിട്ടുള്ള കഴിവുകളുണ്ട്, ഇന്റലക്ച്വൽ ആയിട്ടുള്ള കഴിവുകളുണ്ട്. അതൊക്കെ ഉണർത്തണം, ബൂട്ട് ചെയ്യണം. ബൂട്ട് ചെയ്യണമെങ്കിൽ കറക്റ്റ് ചാനൽസ് ക്ലിക്ക് ചെയ്യണം. താങ്ക് യു. ഇനിതാ യെസ്. ഇന്ത്യയിൽ തന്നെ പല ടൈപ്പ് കണ്ണുകളുണ്ട്, മീൻസ് വേരിയേഷൻ കളേഴ്സ്. അപ്പോൾ അത് ഒരു ജീവിത സാഹചര്യം കൊണ്ടാണോ കണ്ണിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നത്? അപ്പൊ ഒരു ഇന്ത്യയിൽ കേരളത്തിൽ തന്നെ ഏകദേശം ഒരേ സാഹചര്യം, ജീവിത സാഹചര്യമല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് കണ്ണിന്റെ കളർ വേരി ചെയ്യുന്നത്? ഈ കണ്ണിന്റെ കളറ് എന്ന് പറയുന്നതും ത്വക്കിന്റെ കളറ് എന്ന് പറയുന്നതും ഇത് നമ്മളുടെ ഉള്ള സാധനങ്ങളുടെ ബൂട്ടിങ് തന്നെയാണ്. ഉദാഹരണമായിട്ട് നമ്മളുടെ ശരീരത്തിന്റെ കളർ ഡാർക്ക് ആണ്, വൈറ്റ് ആണ് എന്നുള്ളത് എന്താണ് നിശ്ചയിക്കുന്നത്? നമ്മൾ ഈ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബോധം നമുക്ക് ഉണ്ടാക്കുന്ന സയൻസാണ്. അല്ല, നമ്മൾ പുസ്തകത്തിൽ പറയാം കറുത്തവരെയും വെളുത്തവരെയും ഒരേപോലെ കാണണം എന്നൊന്നും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല. പക്ഷെ സയൻസ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നിങ്ങളുടെ ത്വക്കിന്റെ നിറം നിശ്ചയിക്കുന്നത് നിങ്ങൾ എവിടെ ജീവിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. നിങ്ങൾ ഭൂമധ്യരേഖാ പ്രദേശത്താണെങ്കിൽ കൂടുതൽ സൂര്യപ്രകാശം കിട്ടും, സോളാർ റേഡിയേഷൻ കിട്ടും. കൂടുതൽ സൂര്യപ്രകാശം കിട്ടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലുള്ള മെലനോസൈറ്റ് കോശങ്ങൾ കൂടുതൽ ഉദ്ദീപിക്കപ്പെടും. കൂടുതൽ മെലനിൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. ആ മെലനിൻ എന്നുള്ള സാധനമാണ് നിങ്ങളുടെ സ്കിന്നിന് ഡാർക്ക് കളർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ആഫ്രിക്കൻ റീജിയൻ നമ്മളൊക്കെ കറുത്ത അല്ലെങ്കിൽ ഡാർക്ക് സ്കിൻ ആവാൻ കാര്യം നമുക്ക് കൂടുതൽ സോളാർ റേഡിയേഷൻ കിട്ടുന്നു എന്നുള്ളത് മാത്രമാണ്. മനസ്സിലായോ? നമുക്ക് കൂടുതൽ സോളാർ റേഡിയേഷൻ കിട്ടുന്നു എന്നുള്ളത് മാത്രമാണ് അതിന്റെ കാരണം. അതേസമയം ധ്രുവ പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ സോളാർ റേഡിയേഷൻ ഒട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും? അവിടെ മെലനോസൈറ്റ് കോശങ്ങൾ അധികം ഉദ്ദീപിക്കപ്പെടില്ല. നമ്മളുടെ നിറം വെളുത്തോ നരച്ചോ ഒക്കെ. അവിടുത്തെ നമ്മളെ ഈ രോമത്തിന്റെ നിറം എന്താ? വാട്ട്സ് കളർ ഓഫ് അവർ ഹെയർ? ആക്ച്വലി വെളുപ്പാണ്. അതുകൊണ്ടാണ് അതിന്റെ ഒറിജിനൽ കളറിലേക്ക് തിരിച്ചു പോയാലാണ് ഈ നര എന്ന് പറയുന്നത്.
മെലനോസൈറ്റ് കോശങ്ങളുടെ ഉദ്ദീപനം കുറയുകയും മെലനിന്റെ ഉത്പാദനം കുറയുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ നരച്ചു പോകുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ കോശങ്ങളിലെ ഹെയറിന്റെ നിറം എന്ന് പറഞ്ഞാൽ വെളുപ്പാണ്. ധ്രുവപ്രദേശങ്ങളുണ്ട്, കൊച്ചു കുട്ടികളൊക്കെ നരച്ചിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഭൂമിയിൽ എവിടെയാണ് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ശരീരത്തിലെ കളറുകളും നമ്മുടെ കണ്ണിലെ പിഗ്മെന്റുകളും എല്ലാം ഉണ്ടാവുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ കേരളത്തില് പല ആൾക്കാർക്കും പല കൃഷ്ണമണി എന്നാണ് ചോദിച്ചത്? ഒഫ്കോഴ്സ് ഇതൊരു സങ്കര ജീവിവർഗമാണ്. നമ്മൾ പല പല വർഗ്ഗക്കാരുണ്ട്. നമ്മളുടെ വെളുപ്പ് എങ്ങനെ വന്നതാണ്? പുറത്തുനിന്ന് വന്നതാണ്. നമ്മുടെ പോപ്പുലേഷന്റെ തനത് നിറമല്ല വെളുപ്പ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ താവഴിയില് കലർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ പല ആൾക്കാരുണ്ട്. ചിലപ്പോൾ പഞ്ചാബിൽ നിന്ന് ഒരു ജീൻ വന്നിരിക്കാം, അല്ലെങ്കിൽ ഗുജറാത്തിൽ നിന്നൊരു ജീൻ വന്നിരിക്കാം. നമ്മുടെ പ്രാദേശികമായ നിങ്ങളൊരു ഗോത്രവർഗത്തെ എടുത്തു നോക്കുക, ഒരു തനത് ഗോത്രവർഗത്തെ എടുത്തു നോക്കുക. ഒരു കാട്ടിൽ പോയി അവരെല്ലാം നിറം ഒന്ന് തന്നെ. കാര്യം അവർ പുറത്തുനിന്നേക്ക് മാരി ചെയ്യുന്നില്ല. ഒരാൾ പുറത്തു പോയി മാരി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ തട്ടിക്കളയും. മനസ്സിലായോ? ഇന്റർ ബ്രീഡിങ്ങും അതുപോലെ തന്നെ പുറത്തേക്ക് മാരി ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീച്ചേഴ്സ് എല്ലാം മാറും. അത് മാറ്റാതിരിക്കാനായിട്ടാണ് ഗോത്രങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് മതങ്ങൾ ശ്രമിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ തന്നെ നമ്മുടെ ഒരു നാട്ടിലെ കേരളീയരെ എല്ലാം കണ്ട ഒരേ കണക്കിരിക്കാൻ കാര്യം എന്താണ്? കേരളീയർക്കിടയിൽ മാത്രം വിവാഹം കഴിച്ചുകൊണ്ട് ആ ജീൻ പൂളുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളെല്ലാവരും ആ രീതി പൊക്കത്തിലും വണ്ണത്തിലും ഒക്കെ നിൽക്കുന്നത്. നമ്മൾ പഞ്ചാബികളോട് കല്യാണം കഴിക്കുകയാണെങ്കിലോ അപ്പൊ നമ്മൾ വലിയ ആൾക്കാരുണ്ട്. രാജസ്ഥാനിലേക്ക് 6 അടി എന്ന് പറഞ്ഞാൽ ഒട്ടും പൊക്കമില്ലെന്ന് അതിന്റെ അർത്ഥം. ഇവിടെ 6 അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആളല്ലേ, എല്ലാവരും മേലോട്ട് നോക്കുന്നതാണ് 6 അടി എന്ന് പറയുന്നത്. കാര്യം ആ ഫീച്ചർ നമ്മൾ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ഓരോ ജാതികളെ കണ്ട തിരിച്ചറിയാം. കാര്യം എന്താണ്? നായന്മാരെ മാത്രമേ കല്യാണം കഴിക്കുന്നുള്ളൂ. വേറൊരു ജാതി ഈഴവരെ മാത്രം കല്യാണം കഴിക്കും, മുസ്ലിങ്ങളെ മാത്രം കല്യാണം കഴിക്കും. എന്ത് സംഭവിക്കും? അതിനകത്തുള്ള ഫീച്ചേഴ്സ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കത്തേ ഉള്ളൂ. പൊക്കമായാലും നീളമായാലും വണ്ണമായാലും എല്ലാം ആ ഫീച്ചേഴ്സ് ഇട്ടുള്ള കളിയേ ഉള്ളൂ. മനസ്സിലായി? അതുകൊണ്ടാണ് വെറൈറ്റീസ് അധികം ഉണ്ടാകാത്തത്. വെറൈറ്റി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഗ്രൂപ്പിന് പുറത്തുനിന്ന് കല്യാണം കഴിക്കണം. അമേരിക്ക നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അമേരിക്കയിലെ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഏറ്റവും അവിടെ എല്ലാ ആൾക്കാരുണ്ട്. അമേരിക്കയിലെ പാകിസ്ഥാനിലുണ്ട്, ഇന്ത്യക്കാരുണ്ട്, ഫിലിപ്പിനോളുണ്ട്, യൂറോപ്യൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവിടുത്തെ ആളുകളെ കണ്ടിട്ടില്ലേ? അവിടെ എല്ലാ ജീൻ പൂളുകളും കൂടെ മിക്സ് ചെയ്യുകയാണ്. നമ്മളെന്താണ് ചെയ്യുന്നത്? നമ്മളൊരു കൊച്ചു നാട്ടില് നമ്മൾ ജില്ല വിട്ട് കല്യാണം കഴിക്കത്തില്ല, ജാതി വിട്ട് കല്യാണം കഴിക്കത്തില്ല, കുടുംബം വിട്ട് കല്യാണം കഴിക്കത്തില്ല. അവസാനം നമുക്ക് കിട്ടുന്നത് എന്താണ്? നമ്മളുടെ ഇടയിലുള്ള സാധനമൊക്കെ വെച്ച് മിക്സ് ചെയ്ത് അതേ കണക്കുള്ള പതിപ്പുകൾ എല്ലാം പാക്കുണ്ടാക്കുന്ന എല്ലാ പാക്കും ഒരേപോലെ. അമ്മയുടെ കളറ് അരി അല്ല സിമ്പിളാണ്. ഇപ്പൊ നിങ്ങളുടെ അച്ഛന്റെ കണ്ണിന് കൃഷ്ണമണിക്ക് തവിട്ട് നിറവും, അമ്മയുടെ കണ്ണിന് കൃഷ്ണമണിക്ക് കറുപ്പ് നിറവാണെങ്കിൽ നിങ്ങൾക്ക് തവിട്ട് കിട്ടാം, കറുപ്പ് കിട്ടാം, വേണമെങ്കിൽ എന്റെ രണ്ടിന്റെ ഇടയ്ക്ക് കിട്ടാം. കാര്യം വെച്ച് കഴിഞ്ഞാല് ഈ കറുപ്പിന്റെയും തവിട്ടിന്റെയും കൂടെ മിക്സറായിട്ടല്ല കിട്ടുന്നത്, മറിച്ച് നിങ്ങളുടെ അമ്മയ്ക്ക് കറുപ്പാണെങ്കിൽ അത് കിട്ടാം. റിസസീവ് ജീൻസ് ഉണ്ട്, അത് കയ്യിരിക്കുന്നത്. ഇപ്പൊ പൊക്കം അച്ഛനും അമ്മയ്ക്കും പൊക്കം ഇല്ലെങ്കിലും ഞാനത് പറഞ്ഞില്ല, ഞാൻ കാണിച്ചത്. ഈ സാധനം നോക്കാം, കണ്ടോ? അച്ഛനും അമ്മയും കറുത്തിരിക്കണം, കുട്ടി വെളുത്തിരിക്കുന്നു. എന്താ കാര്യം? അത് അച്ഛന്റെ അമ്മയുടെയും. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഞാൻ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറയാം. എനിക്ക് 6 feet പൊക്കമുണ്ട്. എന്റെ ചേട്ടനോട് പൊക്കമില്ല. എന്റെ അനിയന് ഒരു സെമിയായിട്ട് പൊക്കമുണ്ട്, ഒരു 5 അടി 10 ഇഞ്ച്. എന്റെ അച്ഛനും അമ്മയ്ക്കും വലിയ പൊക്കമില്ല. എനിക്ക് ഈ പൊക്കം വന്ന അച്ഛനും അമ്മയ്ക്കും വലിയ പൊക്കം ഇല്ല എന്നാണ് സാധാ പൊക്കം തന്നെ. എങ്ങനെയാണ് എനിക്ക് പൊക്കം വന്നത്? എന്റെ അച്ഛന്റെ അമ്മയുടെ പൊക്കമല്ല, പക്ഷെ എന്റെ പൊക്കം തന്നെ എന്റെ അപ്പൂപ്പന്റെ പൊക്കമാണ്. അപ്പൂപ്പൻ ഭയങ്കര ആയിട്ടുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ നിറമൊക്കെ അങ്ങനെ വരാം, പൊക്കം അങ്ങനെ വരാം. നിങ്ങളുടെ അച്ഛനും അമ്മയും പൊക്കം ഇല്ലാത്തതാണെങ്കിലും നിങ്ങൾക്ക് പൊക്കം വരാം. അച്ഛനും അമ്മയും പൊക്കം ഉള്ളതാണെങ്കിലും നിങ്ങൾക്ക് പൊക്കം ഇല്ലാതെ വരാം. അച്ഛനും അമ്മയും പൊക്കം ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് പൊക്കം വരാം. ഇതൊരു കളിയാണിത്, ഇതൊരു മിക്സ്ചറാണ്. ഇതിൽ ചീട്ടുണ്ടല്ലോ, 56 ചീട്ടിട്ട് കലക്കുന്നോണാണ്. ആ നീളത്തിന്റെ ഏത് ജീനാണ് നിങ്ങളുടെ ഇരിക്കുന്നത്? നീളത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോരുത്തരും ജീനുകളുണ്ട് അല്ലെ? ക്രോമസോം ഡിവിഷൻ വരുമ്പോൾ ഓരോരുത്തരും ഓരോ ക്വാളിറ്റിക്കും ക്രോമസോം റെപ്രസെന്റേഷൻ ഉണ്ട്. ഇപ്പൊ പൊക്കത്തിന് നിങ്ങൾക്ക് ഇരിക്കുന്നത് അമ്മയുടെ കയ്യിൽ നിന്നോ അച്ഛന്റെ കയ്യിൽ നിന്നും കിട്ടുന്നത് ഉയർന്ന പൊക്കമാണെങ്കിൽ നിങ്ങൾക്ക് പൊക്കം വരും. കാര്യം അത് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റൂ. ഇനി നോക്കാം, അമ്മയ്ക്ക് പൊക്കമുണ്ട്, അച്ഛന് പൊക്കമില്ല. സെലക്ട് ചെയ്യുമ്പോൾ അമ്മയുടെ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് പൊക്കമില്ല, അച്ഛനെ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് പൊക്കമുണ്ട്. അപ്പൊ അനിയന് പൊക്കമില്ല, ചേട്ടന് പൊക്കമുണ്ട്. മനസ്സിലാകുന്നു? ഇതാണ് ട്രേറ്റ്സും ക്വാളിറ്റീസും ഒക്കെ അങ്ങനെ സെലക്ട് ചെയ്താണ് വരുന്നത്. അതാണ് ഈ കൃഷ്ണമണിയുടെ. പിന്നെ നിറം വരുന്നത് പിഗ്മെന്റ് ഏതാണോ ബൂട്ട് ചെയ്യുന്നത് അത് സോളാർ റേഡിയേഷൻ അനുസരിച്ചോ ഇന്റേണൽ മ്യൂട്ടേഷൻ വഴിയോ. നമ്മുടെ കേരളം എന്നൊക്കെ പറയുമ്പോൾ വന്നു പോയി ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് വെളുപ്പും കറുപ്പും പൊക്കമുള്ളവരും ഇല്ലാത്തവരും എല്ലാം. ഇതെല്ലാം അർത്ഥം നമ്മൾ കുറച്ചൊക്കെ സങ്കടം ഇപ്പൊ നമ്മൾ സ്റ്റഡി ചെയ്യുമല്ലോ. ഇപ്പൊ മലയാളികളെല്ലാം കണ്ട ഒരേ കണക്കിരിക്കും, ഒരു ജാതിക്കാരെ കണ്ട തിരിച്ച് ഒരേ കണക്കിരിക്കും. അതാണ് രസം. നമ്മൾ ഒരുപാട് ചുരുങ്ങി വരുവാണ്, നമ്മുടെ മനസ്സും ചുരുങ്ങുകയാണ്,
നമ്മുടെ സമൂഹം ചുരുങ്ങി വരികയാണ്. നമ്മുടെ ചുറ്റുമുള്ള ഏറ്റവും പറയാനുള്ളത്, നിങ്ങൾ യഥാർത്ഥത്തിൽ നല്ല തലമുറ ഉണ്ടാവണമെങ്കിൽ പുറത്ത് പോയി കല്യാണം കഴിക്കണം. കാര്യം എന്തെങ്കിലും നല്ല ഗുണങ്ങളുണ്ടാവും. കാര്യം ഇതിനകത്തുള്ളതിനകത്തിട്ട് ആക്കി കഴിഞ്ഞാൽ അത് എന്തോ ഈ സാധനം തന്നെയല്ലേ ഉള്ളത്, എല്ലാം ഒരേ കണക്കിരിക്കും. ഈ ഇങ്ങനെയാണ് ഗോത്രവർഗ്ഗങ്ങൾ പരിമിതപ്പെട്ടത്. ഒരു ഗോത്രവർഗ്ഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അവിടെയുള്ള എല്ലാം ഒരേ കണക്കിരിക്കും, നിറവും എല്ലാം ഒരേ നിറമായിരിക്കും. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്, ഈ നീഗ്രോ കുട്ടികൾക്ക് ഇത് ഇയാളുടെ ഗ്രാൻഡ് ഫാദർ ഒരു വെള്ളക്കാരനാണ്. ആ വെള്ളക്കാരന്റെ നിറത്തിന്റെ ജീൻ ഇയാളുടെ അച്ഛനിലും ഇയാളിലും റിസസീവായിട്ട് കിടന്നു, ഡോർമെന്റ് ആയിട്ട് കിടന്നു. പക്ഷെ ഇയാളുടെ മകന് അത് കിട്ടി. അതായത് ഇയാളുടെ അച്ഛനും ഇയാളുടെ അപ്പൂപ്പനും കറുത്തായിരുന്നു. പക്ഷെ അതിന് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഒരു വെള്ളക്കാരനായിരുന്നു. അയാൾ ആ ജീൻ പൂളിലേക്ക് ഒരു വെളുത്ത നിറത്തിനുള്ള ജീൻ കയറ്റി വിട്ടു. അതിങ്ങനെ തലമുറകളായിട്ട് വരികയാണ്. ചിലപ്പോൾ ഈ ചെറുക്കന്റെ അടുത്ത തലമുറ കറുത്തിരിക്കും. കാര്യം അവരിൽ അമ്മയുടെ ജീനുണ്ട്, അച്ഛൻ വഴി കിട്ടിയ വെളുത്തത് കൊടുത്തു. ചിലപ്പോൾ വെളുത്തതാകാം, ചിലപ്പോൾ കറുത്തതാകാം. ചിലപ്പോൾ വേണേൽ അത് വീണ്ടും ഉറങ്ങിപ്പോകാം, വീണ്ടും എന്തെങ്കിലും കൂട്ടി വരും. അപ്പോൾ കുറെ ആൾ കഴിയുമ്പോൾ വെളുത്ത കുട്ടി കറുത്ത. അപ്പോൾ ഭാര്യ, നീ എന്റെ മകനല്ല, നീ മോശമാണ് പറഞ്ഞു. ഇത് ബോധമില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന ജനറ്റിക്സ് പഠിച്ചവൻ കാര്യം മനസ്സിലാക്കാം. അല്ലാത്തവൻ സ്ത്രീയെ വിചാരണ ചെയ്യും, ചിലപ്പോൾ അവളെ കല്ലെറിഞ്ഞു കൊല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കും. ഒരു ഭയം മാറിയപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. അല്ലെ, നമ്മൾ ആദ്യം കാണുകയല്ലേ, അതാണ് എന്റെ വിഷയം. മാത്രമല്ല എനിക്ക് സമയമില്ല. എനിവേ, വെരി ഹാപ്പി ടു മീറ്റ് യു. ഹോപ്പ് ടു സീ യു. ഓക്കെ, ക്ലാസ് എടുത്ത് വന്ന CV ജയചന്ദ്ര സാറിനെ എൻ്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിക്കുന്നു.